നമസ്കാരം. സ്കാർലറ്റ് സ്പാനർ നടാഷയുടെ കഴുത്തിലേക്ക് ആ വാൾ അങ്ങനെ ചൂണ്ടിയതും നടാഷ ഒന്ന് വിരണ്ടു. നടാഷ ഒരിക്കലും ഇത്തരത്തിൽ സ്കാർലറ്റ് പെരുമാറുമെന്ന് കരുതിയതല്ല. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് സ്കാർലറ്റ് വാളെടുത്തതും നടാഷയുടെ കഴുത്തിൽ ആ വാളെത്തിയതും. ആ വാള് നടാഷയുടെ കഴുത്തിൽ ഒന്ന് തൊട്ട ആ നിമിഷത്തിലാണ് ഡസൻ റയസ് കോൺലിയസിനൊപ്പം അങ്ങോട്ട് കയറി വന്നത്. അകത്തേക്ക് ഓടി വന്ന ഡസൻ ഉറക്കെ സ്കാർലറ്റോടും നടാഷയോടായി ചോദിക്കുകയും ചെയ്തു, എന്താ ഇത്? ഡസന് ശബ്ദം കേട്ടതും സ്കാർലറ്റ് ആ വാൾ വേഗം പിൻവലിച്ച് അവളുടെ ആ വാള് വെക്കുന്ന ഉറയിലേക്ക് വെച്ചു. ഡസൻ വേഗം അവളുടെ അടുത്തേക്ക് വന്നു. കുട്ടി എന്താ ഇത്? സ്കാർലറ്റിനോടുള്ള ഡസൻ ആ ചോദ്യം കേട്ടതും സ്കാർലറ്റ് ഡസനോട് പറഞ്ഞു, ഇല്ല ബ്രദർ, നടാഷ ഞാൻ തമ്മിൽ ഒന്ന് കളിക്കുകയായിരുന്നു. സ്കാർലറ്റ് അത് പറഞ്ഞതും ഡസൻ നടാഷയെ ഒന്ന് നോക്കി. നടാഷ ഡസനോട് പറഞ്ഞു, അതെ ഡസൻ, സ്കാർലറ്റിന്റെ വാളിന്റെ മൂർച്ച ഒന്ന് നോക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്കാർലറ്റ് അതെനിക്ക് നീട്ടിയതാണ്. നടാഷയുടെ മറുപടി ശരിക്കും സ്കാർലറ്റിനെയാണ് അമ്പരപ്പിച്ചത്. ഡസനോട് നടാഷ അവളെ വാളുപയോഗിച്ച് സ്കാർലറ്റ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമെന്നാണ് അവൾ കരുതിയത്. പക്ഷെ നടാഷ ശരിക്കും സ്കാർലറ്റിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. നടാഷയുടെ മറുപടി കേട്ടതും ഡസൻ സ്കാർലറ്റിനോട് പറഞ്ഞു, കുട്ടി, ഇങ്ങനെയൊന്നും വാൾ ഉപയോഗിക്കരുത്, എന്തെങ്കിലും സംഭവിച്ചതെങ്കിലോ? അങ്ങനെ ഡസൻ പറഞ്ഞപ്പോ ശരിക്കും ഒരു ഹെഡ് മാസ്റ്റർ മുന്നിൽ പെട്ടുപോയ ഒരു കുട്ടിയുടെ ശൈലിയിൽ സ്കാർലറ്റ് ഒന്ന് പരിങ്ങി. സ്കാർലറ്റ് ലേശ ഭയത്തോടെയാണ് ഡസൻ അടുത്ത് ഇരിക്കുന്നത്. അത് കണ്ടതും നടാഷ ഡസനോട് പറഞ്ഞു, ഡസൻ, എനിക്കൊരു കാര്യം പറയണ്ടേ. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ പുറത്തേക്ക് നടന്നതും ഡസൻ സ്കാർലറ്റ് ഒന്ന് നോക്കിയിട്ട് നടാഷയ്ക്കൊപ്പം പുറത്തേക്ക് നടന്നു. ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി നടാഷ നേരെ എതിരെയുള്ള കോർണറിലൂടെ നടന്ന് മറുഭാഗത്തുള്ള ലൈബ്രറി ഹാളിന്റെ അടുത്ത് വന്നു. ആ ലൈബ്രറി ഹാളിലേക്ക് കടന്ന നടാഷ ഡസൻ വരാൻ വേണ്ടി കാത്തു നിൽക്കപ്പോൾ ഡസൻ അടുത്തെത്തി. ഡസൻ അടുത്തെത്തിയപ്പോൾ നടാഷ ഡസനെ തന്നെ കൗതുകപൂർവ്വം നോക്കുകയാണ്. ഡസനെ ശരിക്കും കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്ന നടാഷയെ കണ്ട് ഡസൻ ചോദിച്ചു, നടാഷ, എന്താ ഇത്? നീ എന്തോ പറയണമെന്ന് പറഞ്ഞിട്ട്? ഡസൻ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച് വേറൊന്നുമല്ല. ഡസൻ, ആരാ സ്ത്രീ? നടാഷ, അത് സ്കാർലറ്റ് ആണ്, സ്കാർലറ്റ് സ്പാനർ. നീ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അവരാണ് ഗോഡസ് ഓഫ് വാർ. ഡ്രാഗൺ മാർഷിന്റെ ദ വൺ ആൻഡ് ഓൺലി ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനർ ആണ് കഴുത്തിന് നേരെ വാൾ ചൂണ്ടിയതെന്ന് കേട്ടപ്പോ ശരിക്കും നടാഷ ഒന്ന് വിറച്ചു. സത്യത്തിൽ ഇപ്പോഴാണ് അവർക്കൊരു ഭയം തോന്നുന്നത്. സൗന്ദര്യത്തിൽ നടാഷയെ കവച്ചു വെക്കും സ്കാർലറ്റ് സ്പാനർ. ആ സ്കാർലറ്റ് സ്പാനർ അവളുടെ കഴുത്തിലേക്ക് ആ വാള് ചൂണ്ടാനുള്ള കാരണത്തെക്കുറിച്ച് അപ്പോഴാണ് നടാഷ ആലോചിച്ചത്. ആ കാരണം മനസ്സിലേക്ക് വന്നതും നടാഷ ഡസനോട് ചോദിച്ചു, ഡസൻ, സ്കാർലറ്റിനെ ഡസൻ എങ്ങനെ പരിചയം? ഡസൻ റയസ് സ്കിൻഡനിലെ ഒരു സാധാരണ ഡോക്ടറാണ്, ഒരു നാട്ടുവൈദ്യനാണ്. ആ നാട്ടുവൈദ്യന് അധികം പരിചയങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നടാഷയ്ക്ക് നന്നായിട്ട് അറിയാം. സ്റ്റോണിയെ ആസ്ഥാനമാക്കിയിരിക്കുന്ന സ്കാർലറ്റ് സ്പാനറുമായി ഡസന് എങ്ങനെ പരിചയമുണ്ടായി? നടാഷയുടെ ചോദ്യം കേട്ടതും ഡസൻ നടാഷയോട് പറഞ്ഞു, സ്റ്റോണിയിൽ ഞങ്ങൾ അയൽക്കാരായിരുന്നു. അത് ശരി, ഡസന്റെ കളിക്കൂട്ടുകാരിയാണ് അപ്പോ ഈ സ്കാർലറ്റ് അല്ലേ? ഡസൻ, അപ്പോ അവൾ പറഞ്ഞത് ശരിയാണല്ലേ? എന്ത്? അവളെ കുഞ്ഞുനാളിലെ ഡസൻ വിവാഹം കഴിച്ചു? നടാഷ, നീ എന്തായി പറയുന്നത്? അതൊക്കെ എൻ്റെ അവളുടെ വീട്ടുകാരുടെ ഓരോ പിടിവാശികളല്ലേ, അതൊന്നും ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു ബന്ധം സ്കാർലറ്റോട്ട് ഇല്ല. ഡസൻ, അങ്ങനെ പറയാതെ. സ്കാർലറ്റ് അതിസുന്ദരിയാണ്, ഗോഡസ് ഓഫ് വാറുമാണ്. സ്കാർലറ്റിനെ മോഹിക്കാത്ത ആരും ഉണ്ടാവില്ല. ഡസൻ, സ്കാർലറ്റിനോട് ഡസൻ അങ്ങനെ ഒരു മോഹം ഉണ്ടോ? നടാഷ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. സ്കാർലറ്റ് ആരുമായിക്കോട്ടെ, ആ സ്കാർലറ്റ് നിനക്ക് മുന്നിൽ ഒരു മെഴുകുതിരി മാത്രമാണ്. സൂര്യനെ പോലെ ജ്വലിക്കുന്ന നടാഷയ്ക്ക് മുന്നിൽ ഒരു മെഴുകുതിരി മാത്രമാണ് സ്കാർലറ്റ് സ്പാനർ എന്ന് ഡസൻ റൈസ് പറഞ്ഞപ്പോൾ നടാഷ ഒന്ന് ചിരിച്ചു. ഡസൻ, നിങ്ങൾക്ക് സ്ത്രീകളെ സുഖിപ്പിച്ച് സംസാരിക്കാൻ അറിയാലോ, എന്തായാലും എനിക്ക് സൂചിച്ചു കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ അവിടെ സീരിയസ് ആയി ഡസനോട് പറഞ്ഞു, ഡസൻ, കാര്യം ഡസൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ സ്കാർലറ്റിനോട് കുറിച്ചത് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമാണ്. സ്കാർലറ്റിന് ഡസന് ശരിക്കും ഇഷ്ടമാണ്. ആ ഇഷ്ടം ഡസൻ കരുതും പോലെ അല്ല. സ്കാർലറ്റിന്റെ മനസ്സിൽ ഡസൻ വല്ലാതെ കയറി കൂടിയിട്ടുണ്ട്. സ്കാർലറ്റ് അവളുടെ ആ വാള് നടാഷയുടെ കഴുത്തിലേക്ക് ചൂണ്ടിയ ആ നിമിഷത്തിൽ സ്കാർലറ്റിന്റെ കണ്ണുകളിൽ കണ്ട ആ കോപം, അത് നടാഷ മനസ്സിലാക്കിയതാണ്. നടാഷ സ്കാർലറ്റിനെ ആ ബാലവിവാഹത്തിന്റെ പേര് പറഞ്ഞ് ഒന്ന് കളിയാക്കിയപ്പോഴാണ് സ്കാർലറ്റ് ശരിക്കും ദേഷ്യത്തോടെ നടാഷയുടെ കഴുത്തിലേക്ക് ആ വാള് ചൂണ്ടിയത്. ആ ബാലവിവാഹത്തെ അങ്ങനെ ആരെയും കളിയാക്കേണ്ടതില്ല എന്ന് സ്കാർലറ്റ് സൂചിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ്. ആ ബാലവിവാഹത്തെ അവൾ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. സ്കാർലറ്റ് ഡസ്റ്റിനെ കുഞ്ഞുനാൾ മുതലേ വിവാഹം കഴിച്ചിരിക്കുന്ന ചിന്തയാണ്
സ്കാർലറ്റിനെ മനസ്സിലുള്ളത്. അങ്ങനെയുള്ള സ്കാർലറ്റ് ഡസൻ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ കാണുന്നതെന്ന് നടാഷയ്ക്ക് പൂർണ്ണ ഉറപ്പാണ്. അത് കേട്ടതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, എനിക്ക് സ്കാർലറ്റ് എൻ്റെ അനുജത്തിയാണ്. കുഞ്ഞുനാൾ മുതൽ എൻ്റെ പുറകെ എൻ്റെ വാലായി നടന്നിരുന്ന സ്കാർലറ്റിനെ എനിക്ക് എൻ്റെ അനുജത്തിയായിട്ടല്ലാതെ മറ്റൊരു ശൈലിയിൽ കാണാൻ കഴിയില്ല. ഡസ്റ്റിൻ പറഞ്ഞ ആ വാക്കുകൾ ശരിക്കും ഡസ്റ്റിന്റെ മനസ്സിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അത് നടാഷയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ സ്കാർലറ്റിനെ എങ്ങനെ കാണുന്നു എന്നതല്ല വിഷയം, സ്കാർലറ്റ് ഡസ്റ്റിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. സ്കാർലറ്റ് ഡസ്റ്റിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. ഡസ്റ്റിൻ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അവൾ ഏത് ശൈലിയിൽ പെരുമാറുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. പ്രത്യേകിച്ച് അവളെ മോഹിപ്പിച്ചിട്ട് അവളെ പറ്റിച്ചു എന്ന് അവൾക്ക് തോന്നിയാൽ അവൾ വല്ലാതെ വയലന്റ് ആവും. ഇവിടെ അങ്ങനെ വയലന്റ് ആകാൻ പോകുന്നത് സ്കാർലറ്റ് സ്പാനർ ആണെന്നുള്ളത് വല്ലാത്തൊരു വിഷയമാണ്. സ്കാർലറ്റ് സ്പാനർ സാധാരണ ഒരു സ്ത്രീയല്ല. അവർ ഡ്രാഗൺ മാർഷിലെ 3 ലക്ഷത്തോളം സൈന്യത്തെ നയിക്കുന്ന സാക്ഷാൽ ഗോഡസ് ഓഫ് വാർ ആണ്. അവൾ ഡസ്റ്റിനുമായിട്ട് ഒന്ന് ഉടക്കിയാൽ ഡസ്റ്റിൻ ശരിക്കും ബുദ്ധിമുട്ടിലാകുമെന്ന് ഒരു തോന്നൽ നടാഷയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് നടാഷ ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞത്. നടാഷയും ഡസ്റ്റിനും തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കോറിഡോറിലേക്ക് സ്കാർലറ്റ് സ്പാനർ കടന്നു വന്നത്. കുറെ നേരം മുമ്പാണ് ഡസ്റ്റിനെ വിളിച്ചുകൊണ്ട് നടാഷ പുറത്തുപോയത്. അവരെ കാണാത്തതുകൊണ്ടാണ് സ്കാർലറ്റ് അന്വേഷിച്ചു വന്നത്. ആ ലൈബ്രറി ഹാളിന്റെ വാതിൽക്കിലെത്തിയ സ്കാർലറ്റ് അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, ബ്രദർ ഡസ്റ്റിൻ, എനിക്ക് വിശക്കുന്നു. സ്കാർലറ്റ് സ്പാനർ അത് പറഞ്ഞപ്പോഴാണ് ഡസ്റ്റിനും അക്കാര്യം ആലോചിക്കുന്നത്. രാവിലെ ജനറൽ മറയുടെ വസതിയിലേക്ക് പോയ ഡസ്റ്റിൻ അവിടെ നിന്ന് സത്യത്തിൽ ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ ആ ഭക്ഷണം വിളപ്പി വെച്ചിരുന്ന ആ ബാങ്കറ്റ് ഹാള് ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവിടെ നിന്നൊന്നും കഴിക്കാതെയാണ് ഡസ്റ്റിൻ മടങ്ങി വന്നിരിക്കുന്നത്. സ്കാർലറ്റ് പെട്ടെന്ന് ഭക്ഷണത്തിന്റെ കേസ് പറഞ്ഞതും നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നമുക്ക് 3 പേർക്കും കൂടി ഒരു പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ? നടാഷ അത് പറഞ്ഞതും സ്കാർലറ്റും ഡസ്റ്റിനും സമ്മതിച്ചു. ഉടൻ തന്നെ നടാഷ പുതുതായി ഓപ്പൺ ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ ആപ്പ് വഴി കയറി ഒരു മുറി ബുക്ക് ചെയ്തു. അവിടെ പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ അങ്ങനെ പല ലെവലിലുള്ള മുറികളുണ്ട്. അതിൽ പ്ലാറ്റിനത്തിലുള്ള റൂം നമ്പർ 3 ആണ് നടാഷ ബുക്ക് ചെയ്തത്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നടാഷ ഹാർമണും സ്കാർലറ്റ് സ്പാനറും ഡസ്റ്റിൻ റൈസും കൂടി ആ റെസ്റ്റോറൻറ്റിലെത്തി. സെലസ്റ്റിയൽ ഹൈറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അതിമനോഹരമായ റെസ്റ്റോറൻറ്റിലേക്കാണ് അവരെത്തിയത്. ഒരു കുന്നിന്റെ മുകളിലാണ് ആ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിന് മുന്നിൽ കാർ നിർത്തി പുറത്തിറങ്ങിയ ഡസ്റ്റിനെയും സ്കാർലറ്റിനെയും നടാഷയും ഒരുപോലെ ആ സ്ഥലത്തിന്റെ സൗന്ദര്യം ആകർഷിക്കുകയാണ്. ആ കുന്നിൻ മുകളിലെ റെസ്റ്റോറൻറ്റിന് ചുറ്റുമായി വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുന്ന പുൽത്തകിടിയും പൂന്തോട്ടം ഒക്കെ ഉണ്ട്. അവിടെ നോക്കുമ്പോൾ അവരുടെ ഇടതുഭാഗത്തായി വളരെ വിശാലമായ ഒരു ബീച്ചാണ്. ആ സീനറി ഒന്ന് നോക്കിയതിന് ശേഷം അവർ 3 പേരും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു. 2ാമത്തെ നിലയിലാണ് പ്ലാറ്റിനത്തിലുള്ള ആ മുറികളുള്ളത്. 2ാമത്തെ നിലയിലെ പ്രധാന ഹാളിലെത്തിയതും നടാഷ ഹാർമൺ അവിടെ കണ്ട അസിസ്റ്റന്റിനെ അവളുടെ മൊബൈലിൽ വന്ന ആ മെസ്സേജ് കാണിച്ചു. അത് കണ്ടതും ആ എക്സിക്യൂട്ടീവ് അവർ 3 പേരെയും പ്ലാറ്റിനം മുറികളുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന 3ാമത്തെ നമ്പർ മുറിയിലേക്ക് ആ ടീം നടന്നെത്താറായതും പെട്ടെന്ന് ഒരു ലേഡി ഓടി വന്ന് ആ എക്സിക്യൂട്ടീവിനെ തടഞ്ഞു. ലിറ നിക്ക്, മാഡം മിയ, എന്താണ്? ലിറ, ഇവർക്ക് ഈ മുറി കൊടുക്കണ്ട, ഇവർക്ക് താഴെ ആ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മുറി ഒന്ന് അറേഞ്ച് ചെയ്യും. മാഡം മിയ, ഇവർ ഓൺലൈനായിട്ട് ഈ മുറി ബുക്ക് ചെയ്തതാണ്, ഇവർക്ക് നമ്മൾ മുറി അലോട്ട് ചെയ്തതാണ്. ലിറ, ഞാൻ പറയുന്നത് കേൾക്ക്, ഇവരെ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിലേക്ക് കൊണ്ടുപോകും. മാഡം, അത് നമ്മുടെ സിസ്റ്റത്തിന് എതിരല്ലേ? ബുക്ക് ചെയ്തവർക്ക് ആ മുറി അലോട്ട് ചെയ്യണ്ടല്ലേ? ലിറ, ഞാൻ പറഞ്ഞാൽ അത് ചെയ്യാന്നുള്ളതാണ് നിന്റെ ജോലി. അങ്ങനെ ലിറയോട് കടുപ്പിച്ചു തന്നെ ആ സ്ത്രീ പറഞ്ഞതും ഡസൻ റൈസ് മിയ എന്ന് വിളിക്കപ്പെട്ട ആ സ്ത്രീയോട് ചോദിച്ചു, ഹലോ, ഞങ്ങൾ ഈ ബുക്ക് ചെയ്ത മുറിയിൽ നിന്ന് ഞങ്ങൾ എന്തിനാ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിലേക്ക് പോകണം? ഹലോ സർ, ഈ മുറി കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ താഴേക്ക് വിടുന്നത്. മിയ അത് പറഞ്ഞതും ഡസൻ മിയോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ക്ലീൻ ആക്കൂ, ഞങ്ങളിവിടെ നിൽക്കാം. അത് വേണ്ട, നിങ്ങൾ എന്തിനാ വെറുതെ കാത്തു നിൽക്കുന്നത്? നിങ്ങൾ താഴേക്ക് പോകും. സാരമില്ല, ഞങ്ങൾ കാത്തു നിൽക്കാം, നിങ്ങൾ ക്ലീൻ ആക്ക്. ഡസൻ റൈസ് അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞതും അസിസ്റ്റന്റ് മാനേജർ മിയ ഡസ്റ്റോട് പറഞ്ഞു, നോക്കൂ മിസ്റ്റർ, ഈ മുറി നിങ്ങൾക്ക് ഇന്ന് അലോട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ മുറി അലോട്ട് ചെയ്തത്. മാഡം, ഞങ്ങൾ ഓൺലൈനായിട്ട് ഈ മുറി ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ പറയാത്ത എക്സ്ക്യൂസസ് ഇപ്പൊ എന്തിനാ പറയുന്നത്? നടാഷ ശബ്ദമുയർത്തി അങ്ങനെ ചോദിച്ചതും മിയ നടാഷയോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾക്ക് ആവശ്യമായ എക്സ്പ്ലനേഷൻ ഞാൻ നൽകി കഴിഞ്ഞു, കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചാൽ മതി. നിങ്ങള്
നിങ്ങളുടെ ഈ റെസ്റ്റോറന്റ് നിയമാവലിയെ സ്വയം തെറ്റിക്കുകയാണ്. നിങ്ങളുടെ നിയമാവലിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആദ്യം ആരാണോ ബുക്ക് ചെയ്യുന്നത് അവർക്കാണ് മുറി അലോട്ട് ചെയ്യാന്ന്. എന്നിട്ടെന്താ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? നടാഷ വീണ്ടും ആ ചോദ്യം ചോദിച്ചതും മിയ നടാഷയോട് പറഞ്ഞു, മാഡം, ഈ മുറി ചില VIP-കൾക്ക് വേണ്ടി ഞാൻ റിസർവ് ചെയ്തിരിക്കുകയാണ്. VIP-കൾക്ക് വേണ്ടി നിങ്ങൾ റിസർവ് ചെയ്തു. ഞങ്ങൾ റിസർവ് ചെയ്ത മുറി നിങ്ങൾ എങ്ങനെയാ വേറെ ആൾക്കാർക്ക് റിസർവ് ചെയ്യുന്നത്? നോക്കൂ മാഡം, ഈ റെസ്റ്റോറന്റിന്റെ അസിസ്റ്റന്റ് മാനേജറെ എനിക്ക് അങ്ങനെ മുറികൾ അലോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഞാനിത് ചെയ്യുന്നത്. നടാഷ ഹാർമൺ ബുക്ക് ചെയ്ത മുറി മറ്റാർക്കോ ആ സ്ത്രീ മറിച്ചു കൊടുത്തിരിക്കുകയാണ്. കഥ ഇപ്പോ പകൽ പോലെ വ്യക്തമാണ്. അത് മനസ്സിലായതും ഡസ്റ്റിൻ അയാളുടെ കൂടെ വന്നവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞങ്ങൾ എന്തായാലും ഈ മുറി തന്നെ ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ റൈസ് ആ വാതിലിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതും മിയ ഡസ്റ്റിനെ തടയാൻ വേണ്ടി വാതിൽക്കിലേക്ക് കയറി. മിയ വാതിൽക്കിലേക്ക് കയറിയതും തൊട്ടു പുറകെ വന്ന നടാഷ മിയയുടെ ഷർട്ടിൽ വലത് കൈകൊണ്ട് പിടിച്ച് വലിച്ചു മാറ്റുന്നതും ഇടത് കൈകൊണ്ട് അടിക്കുന്നതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ നടാഷ മിയെ അവിടുന്ന് വലിച്ചു മാറ്റിയെന്ന് പറയാം. ആ മാറ്റത്തിനൊപ്പം തന്നെ അടിയും പൊട്ടി. അതിശക്തമായിട്ട് ഇടത് കൈകൊണ്ട് നടാഷ ഹാർമൺ ഒരൊറ്റ അടി കൊണ്ട് അസിസ്റ്റന്റ് മാനേജർ മിയ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ആ പ്ലാറ്റിനം റൂമുകളിൽ ഇരിക്കുന്ന കോണ്ടോറിൽ ഒത്തിരി ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരെല്ലാവരും ആ റെസ്റ്റോറന്റിലെ അസിസ്റ്റന്റ് മാനേജറായ മിയയ്ക്ക് അടിയേക്കുന്നത് കണ്ടു നിൽക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പോയി മിയ നടാഷയോട് ചോദിച്ചു, ഏയ് നിങ്ങളെന്നെ തല്ലിയല്ലേ? അങ്ങനെ നടാഷയോട് മിയ ചോദിച്ചതും മിയയുടെ വലത് കവളിൽ ഒരടി വീണു. ആ അടിയേറ്റ് മിയ ഒന്ന് കറങ്ങുമ്പോൾ മിയെ പിടിച്ച് നേരെ നിർത്തിയിട്ട് വീണ്ടും ഇടത് കവളിൽ ഒരടി. ഇപ്രാവശ്യം മിയയുടെ വലത് കവളിലും ഇടത് കവളിലും വീണ അടി സ്കാർലറ്റിന്റെ വകയാണ്. സ്കാർലറ്റ് സ്പാനറുടെ കൈ മിയയുടെ കവളിൽ വീണപ്പോൾ ആ കൈ കൃത്യമായും മിയയുടെ ഇരു കവളിലും അടയാളവും ഉണ്ടാക്കിയിട്ടുണ്ട്. അടിയേറ്റ് അവളുടെ കവളുകൾ വീർത്തു എന്ന് പറയാം. സങ്കടവും ദേഷ്യവും വന്ന മിയ പെട്ടെന്ന് പുറത്തേക്ക് ഓടി. ഡസൻ റൈസും നടാഷയും സ്കാർലറ്റും അവർക്ക് അലോട്ട് ചെയ്ത ആ മുറിക്കുള്ളിലേക്ക് കയറി. അവിടെ കോഫിയും ടീയും ഒക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പ്ലാറ്റിനം മുറിയുടെ പ്രത്യേകത ആ മുറിയിലെ സേവനങ്ങൾക്ക് എപ്പോഴും ആളുണ്ടാവുന്നതാണ്. ഡസനും ടീമോ അകത്ത് കയറിയതും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അതിവേഗം സപ്ലൈ തുടങ്ങി. ഈ സമയത്താണ് ആ കോർണറിൽ നിന്ന് പുറത്തിറങ്ങി റെസ്റ്റോറന്റ് മെയിൻ ഹാളിലേക്ക് മിയ എത്തിയത്. മിയ മെയിൻ ഹാളിലേക്ക് കയറിയതും ഒരു ടീം അവിടേക്ക് വന്നതും ഒരേ നിമിഷത്തിലാണ്. ആ ടീമിന്റെ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ ഫ്ലോറൻസ് ആണ്. ഫ്ലോറൻസിനൊപ്പം ജൂലിയും ജൂലിയുടെ അമ്മ വിക്ടോറിയയും സാക്ഷാൽ ഡാലിയ നിക്കോൾസനുമുണ്ട്. അവരെ കണ്ടതും മിയ ഒന്ന് പതറി. മിയ, എവിടെ ഞങ്ങളുടെ മുറി? ഫ്ലോറൻസിനെ ചോദ്യം കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് മിയ. മിയ മറുപടി പറയാതെ നിൽക്കുന്ന കണ്ടതും ഫ്ലോറൻസ് മിയോട് ചോദിച്ചു, ഏയ് മിയ, എന്താ? ഞാൻ പറഞ്ഞ പോലെ മുറി അറേഞ്ച് ചെയ്തില്ലേ? മാഡം ക്ഷമിക്കണം, മാഡം നിങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്ത മുറിയിൽ വേറെ ആളുകൾ ബലമായി കയറി കഴിഞ്ഞു. ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത മുറിയിൽ വേറെ ആളുകൾ ബലമായി കയറിയെന്നു? ആർക്കാ അതിനുള്ള ധൈര്യം? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഫ്ലോറൻസ് രണ്ട് കൈയും മുകളിലോട്ട് ചുരുട്ടിയിട്ട് അതിവേഗം ഒരു ഗുണ്ടയുടെ ശൈലിയിൽ ആ പ്ലാറ്റിനം മുറിയിലുള്ള കോണ്ടോറിലേക്ക് കടന്നു. അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് റൂം നമ്പർ 3 ആണെന്ന് ഫ്ലോറൻസിന് അറിയാം. ഫ്ലോറൻസും ജൂലിയും അതിവേഗം ആ മുറിയുടെ വാതിൽക്കിലെത്തി വാതിൽ തള്ളി തുറന്നു. വാതിൽ തള്ളി തുറന്ന ഫ്ലോറൻസ് അകത്തേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് ഡസൻ റൈസിനെയാണ്. ഡസൻ, നീയാണോ ഇതിനകത്ത് കയറിയത്? ഫ്ലോറൻസിനെയും ഫ്ലോറൻസിന്റെ പുറകെ നിൽക്കുന്ന ആളുകളെയും കണ്ട ഡസനും ഒന്ന് ഞെട്ടി. ഫ്ലോറൻസിന്റെ തൊട്ടുപുറകെ ജൂലിയും ജൂലിയുടെ പുറകെ സാക്ഷാൽ ഡാലിയ നിക്കോൾസനുമുണ്ട്. ഡാലിയെ ഡസനും കണ്ടു. ഡസൻ മാത്രമല്ല ഡാലിയെ കണ്ടത്, നടാഷയും ഡാലിയെ കണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ആരെന്ന് ചോദിച്ചാൽ അത് നടാഷ ഹാർമൺ ആണ്. ഡസന്റെ തൊട്ടടുത്തിരിക്കുകയാണ് സ്കാർലറ്റ് സ്പാനർ. ഈ സ്കാർലറ്റിനെ ഡസന്റെ അടുത്തുനിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നടാഷ ഇരിക്കുമ്പോഴാണ് ഇതാ അടുത്ത കഥാപാത്രം രംഗത്ത് വരുന്നത്. ഡാലിയ നിക്കോൾസൺ നടാഷയുടെ പ്രഖ്യാപിത എതിരാളിയുമാണ്. ഡാലിയ നിക്കോൾസൺ ഡസനെ മറന്നുപോയി എന്നുള്ളത് മാത്രമാണ് നടാഷയുടെ മുന്നിലുള്ള ഏക പ്ലസ് പോയിന്റ്. നടാഷയേക്കാൾ സുന്ദരിയാണ് ഡാലിയ നിക്കോൾസൺ എന്നുള്ള കാര്യം നടാഷയ്ക്ക് അറിയുകയും ചെയ്യും. ഇവർ രണ്ടുപേരെക്കാൾ സുന്ദരിയാണ് സാക്ഷാൽ സ്കാർലറ്റ് സ്പാനർ. നടാഷ ഡാലിയെ കണ്ടപ്പോൾ ശരിക്കും ഒന്ന് പരിങ്ങുമ്പോൾ ഡാലിയ നിക്കോൾസന്റെ കണ്ണുകൾ ഡസൻ റൈസിൽ പതിഞ്ഞു. ഡാലിയയ്ക്ക് ശരിക്കും അതിശയം. ഇത് 4ാമത്തെ തവണയാണ് ഡാലിയ നിക്കോൾസൺ ഡസൻ റൈസിനെ കാണുന്നത്. ഡസനെ കണ്ടപ്പോൾ ഡാലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഡാലിയുടെ മുഖത്ത് പുഞ്ചിരി വിരിയുന്ന കണ്ടതും ഫ്ലോറൻസ് ഡസനോട് ചോദിച്ചു, ഡസൻ, നീ ഞങ്ങളെ വല്ലാതെ ഫോളോ ചെയ്യുകയാണല്ലേ? മാഡം, നിങ്ങൾ എന്തായി പറയുന്നത്?
ഞങ്ങൾ ഇവിടെ വന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത അതേ മുറിയിലേക്ക് എത്തി നോക്കിയിട്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. ഡസൻ റൈസ് അത് പറഞ്ഞപ്പോ ഫ്ലോറൻസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ, ഞാൻ ഈ മുറി ബുക്ക് ചെയ്തതാണ്. ഫ്ലോറൻസ്, നിങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ, ഞങ്ങളാണല്ലോ ഈ മുറി ബുക്ക് ചെയ്തത്. ഡസൻ, ഞങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിലും അത് ശരിയല്ല. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫ്ലോറൻസ്, ഈ മുറി ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ മുറി ബുക്ക് ചെയ്യാൻ വേറെ ആർക്കും പറ്റത്തില്ല. നിങ്ങളിൽ അതിന്റെ തെളിവുണ്ടെങ്കിൽ കാണിക്കും. ഓൺലൈനായിട്ട് നടാഷ ബുക്ക് ചെയ്ത മുറി ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ആ കാര്യം ഡസ്റ്റിന് അറിയാം. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഫ്ലോറൻസിന് അതിന് മറുപടിയില്ല. ഫ്ലോറൻസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ്, ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില അതിഥികളെ കണ്ട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ മുറി തന്നെ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഡസ്റ്റിൻ പറയൂ, എന്താ വേണ്ടത്, ഞങ്ങൾ അത് നൽകാം. ഡസൻ റൈസിനെ ബലമായിട്ട് അവിടുന്ന് എണീപ്പിച്ചു വിടാൻ പറ്റില്ല എന്ന് ഫ്ലോറൻസിന് അറിയാം. ഡസ്റ്റിനെ കുറിച്ച് അടിയും തടയൊക്കെ അറിയാം. അക്കാര്യം ഫ്ലോറൻസ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അടുത്തൊരു അടവ് ഫ്ലോറൻസ് മുന്നോട്ട് വെച്ചത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ ഡിമാൻഡ് പറയാം. നിങ്ങൾ എനിക്ക് $100 മില്യൺ നൽകുകയാണെങ്കിൽ ഞാൻ ഈ മുറി വിട്ടുതരാം. $100 മില്യൺ അതൊരു കൂറ്റൻ സംഖ്യയാണ്. ഒരു റെസ്റ്റോറൻറ്റിലെ ആ മുറി കുറച്ചു നേരത്തേക്ക് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി അത്രയും തുക കൊടുക്കണമെന്ന് ഡസൻ പറഞ്ഞപ്പോൾ ഫ്ലോറൻസ് തറയിൽ ആഞ്ഞു ചവിട്ടുകയാണ്. ഡസൻ, നീ വലതങ്ങ് വിളയുകയാണേ. ഈ കളി എന്നോട് വേണ്ട. നീ വിചാരിക്കുന്ന ഒന്നുമല്ല ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങൾ ആരാണെന്ന് എനിക്കിപ്പോ അറിയാവോ? ഫ്ലോറൻസും ജൂലിയും വിക്ടോറിയൊക്കെ ഇപ്പൊ ശരിക്കും വല്ലാത്ത ഗർവിലാണ്. അതിന്റെ കാരണം സ്റ്റോണിയിലെ മോൺഗോമെറി കുടുംബം ഡാലിയെ ദത്തെടുത്തതാണ്. ഡാലിയൻ നിക്കോൾസനെ ആ പ്രഭു കുടുംബം ദത്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പ്രഭു കുടുംബത്തിലെ അംഗമായിട്ടാണ് ഡാലിയ ഇപ്പൊ അറിയപ്പെടുന്നത്. ഡാലിയ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഫ്ലോറൻസിന് അറിയാം. ഡാലിയ മോൺഗോമറി പ്രഭു കുടുംബത്തിലെ ആളായതുകൊണ്ട് ഡസൻ റൈസൊന്നും അവക്കൊരു വിഷയമേ അല്ല. ഫ്ലോറൻസിന്റെ ആ ഹുങ്കിന്റെ പിന്നിൽ അതാണ് കാരണം. നേരത്തെ ഗ്ലൻസ്റ്റണിലെ നിക്കോൾസൺ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് വരാൻ ഡാലിയയ്ക്ക് ഒരു അവസരം ഉണ്ടായപ്പോൾ അത് തന്നെ ഒരു വലിയ സംഭവമായി കണ്ടിരുന്ന ആളാണ് ഫ്ലോറൻസ്. ഇപ്പോ ഡാലിയ അതിനൊക്കെ വളരെ വളരെ മുകളിലാണ്. സാക്ഷാൽ ഡ്യൂക്ക് മോൺഗോമറിയുടെ ചെറുമകളാണ് ഡാലിയ നിക്കോൾസൺ. സകല അവകാശങ്ങളും അധികാരങ്ങളുമുള്ള ഒരു വ്യക്തിയായി ഡാലിയ നിക്കോൾസൺ മാറിയിരിക്കുകയാണ്. ആ ഡാലിയ നിക്കോൾസന്റെ അമ്മ ആ മുറി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഡസൻ റൈസ് $100 മില്യൺ ഫ്ലോറൻസോട് ചോദിക്കുന്നത്. ദേഷ്യം എന്ന ഫ്ലോറൻസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ, നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ഫ്ലോറൻസ് പറഞ്ഞതും ഡാലിയ ഫ്ലോറൻസിനോട് പറഞ്ഞു, അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. അങ്ങനെ പറഞ്ഞിട്ട് ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ മുറി ഞങ്ങൾക്ക് വിട്ടുതരണം. അതിന് മറുപടി പറഞ്ഞത് നടാഷ ഹാർമണാണ്. മാഡം ഡാലിയ നിക്കോൾസൺ, താങ്കൾ ചോദിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഞങ്ങളിവിടെ ഈ റെസ്റ്റോറൻറ്റ് അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ഈ മുറി ബുക്ക് ചെയ്ത് എത്തിയിരിക്കുന്നവരാണ്. ആ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ പറയാതെ പറയുകയാണ്. അത് ശരിയല്ല. നടാഷ ഹാർമണെ നേരത്തെ ഒരു തവണ ഡാലിയ നിക്കോൾസൺ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഡസ്റ്റിനൊപ്പം നടാഷ ആ കിൻഡർ ഗാർഡനിൽ വന്നപ്പോഴാണ് ഡാലിയ നടാഷയെ കാണുന്നത്. ഹാർമൺ കുടുംബത്തിൽ നടാഷയെ അതുകൊണ്ട് തന്നെ ഡാലിയക്ക് അറിയാം. ഡാലിയ നടാഷയോട് പറഞ്ഞു, മിസ് നടാഷ, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ന്യായമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഇവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് വന്നത്. ഞങ്ങൾ ഒരു ചെറിയ ഗെറ്റ് ടുഗദറിനുമാണ്. ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് താഴെ ഗ്രൗണ്ടിലുള്ള ആ മുറി മതിയാവും. നിങ്ങളൊന്ന് സഹകരിച്ചാൽ നിങ്ങളുടെ കാര്യവും നടക്കും, ഞങ്ങളുടെ കാര്യവും നടക്കും. മാഡം ഡാലിയ നിക്കോൾസൺ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണമെന്ന് ആഗ്രഹമുള്ളതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടക്കണമെന്നും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഈ മുറി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ മുറിയിൽ നിന്ന് ഞങ്ങൾ മാറില്ല. നടാഷ ഹാർമൺ അങ്ങനെ തീർത്തു പറഞ്ഞപ്പോൾ ഡാലിയക്കൊപ്പമുള്ള അവരുടെ ബന്ധുക്കളൊക്കെ ശരിക്കും ദേഷ്യത്തിലാണ്. ഡാലിയുടെ മുഖത്ത് അധികം ദേഷ്യമില്ല എന്ന് മാത്രം. വിക്ടോറിയ നടാഷയോട് പറഞ്ഞു, മിസ് ഹാർമൺ, നിങ്ങൾ ആരോടെ കളിക്കുന്നതെന്ന് അറിയാവോ? ഡാലിയ ചൂണ്ടിയാണ് വിക്ടോറിയ നടാഷയോട് അങ്ങനെ ചോദിച്ചത്. വിക്ടോറിയ തന്നെ നടാഷയ്ക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണെന്ന് കണ്ടതും ഡാലിയ വിക്ടോറിയുടെ പുറത്തു കെട്ടിയിട്ട് വിക്ടോറിയോട് പറഞ്ഞു, ആന്റി വിട്ടേക്ക്, നമുക്ക് താഴേക്ക് പോവാം. ഡാലി അങ്ങനെ പറഞ്ഞതും ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, മോളെ അങ്ങനെയല്ല, ഇതൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല, അമ്മ വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞ് ഡാലിയ ആ ടീമുമായി ആ കോറിഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വന്ന ചെറുപ്പക്കാരൻ ആദ്യം കണ്ടത് മിയയാണ്.
മിയെ കണ്ടതും ആ ചെറുപ്പക്കാരൻ മിയോട് ചോദിച്ചു, ഏയ് നിന്റെ കവിളെന്താ പറ്റിയേ? ആരാ നിന്നെ തല്ലിയത്? മിയുടെ മുഖത്ത് അടി വീണിരിക്കുന്ന പാട് വളരെ വളരെ വിസിബിൾ ആണ്. ആർക്കും ഒറ്റ നോട്ട് തന്നെ അവളുടെ കവിളിലെ ആ പാടുകൾ അറിയാൻ പറ്റും. മിയോട് അങ്ങനെ സംസാരിച്ച ചെറുപ്പക്കാരനെ കണ്ടതും ഫ്ലോറൻസ് അയാളോട് പറഞ്ഞു, മിസ്റ്റർ ഇവാൻസ് നിങ്ങൾ എത്തിയത് നന്നായി. മിസ്റ്റർ ഇവാൻസ് നിങ്ങളുടെ ഈ റെസ്റ്റോറന്റിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുക? മാഡം ഫ്ലോറൻസ് കാര്യം പറയും. മിസ്റ്റർ ഇവാൻസ് ഞങ്ങള് ഈ റൂം നമ്പർ 3 ബുക്ക് ചെയ്തപ്പോൾ അത് തരാതെ ഒരു ചെറുപ്പക്കാരനും 2 സ്ത്രീകളും ചേർന്ന് അത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ന്യായമാണോ? ഏയ് മാഡം ഫ്ലോറൻസ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് തരാനുള്ള റൂം തരാതെ വേറെ ആളുകൾ പിടിച്ചു വെച്ചിരിക്കണമെന്നു? ആരാത്? ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവാൻസ് എന്ന ആ ചെറുപ്പക്കാരൻ ഡസ്റ്റൻ ഇരിക്കുന്ന ആ മുറിയിലേക്ക് വന്നു. ആ മുറിയുടെ വാതിൽ തുറന്ന് ഇവാൻസ് മുറിക്കകത്തിരിക്കുന്ന ഡസ്റ്റനോടും അയക്കൊപ്പമുള്ള സ്ത്രീകളോട് പറഞ്ഞു, ഏയ് 3 പേര് എണീക്ക്, ഈ മുറി നിങ്ങൾക്ക് അലോട്ട് ചെയ്താലെന്ന് പറഞ്ഞില്ലേ? അയാൾ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റൻ അയാളോട് ചോദിച്ചു, ഏയ് ഇത് പറയാൻ നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്നോ? ഞാനാണ് ഈ റെസ്റ്റോറന്റ് ഉടമ. ആ റെസ്റ്റോറന്റ് ഉടമ ഇവാൻസ് ആണ് തങ്ങളോട് സംസാരിക്കുന്നത് കേട്ടതും ഡസ്റ്റൻ അയാളോട് ചോദിച്ചു, ഏയ് നിങ്ങൾ ഈ റെസ്റ്റോറന്റ് ഉടമയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? കസ്റ്റമേഴ്സിനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇറക്കി വിടുന്നത് നല്ല പ്രവണതയാണോ? ഹലോ, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാൻ നിങ്ങളെ ഈ റെസ്റ്റോറന്റിന് പുറത്താക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളെ ഈ റെസ്റ്റോറന്റിൽ ഞാൻ പ്രവേശിപ്പിക്കത്തുമില്ല. നിങ്ങളുടെ ബിസിനസ് എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവാൻസ് അത് പറഞ്ഞതും ഡസ്റ്റൻ അയാളോട് ചോദിച്ചു, ഹലോ, കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഇങ്ങനെ പിണക്കി വിട്ടാൽ നിങ്ങളുടെ ഈ റെസ്റ്റോറന്റ് പൂട്ടി പോകത്തില്ലേ? നോക്ക്, എനിക്ക് നിങ്ങളുടെ ബിസിനസ്സേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ബിസിനസ് എനിക്ക് എടുക്കാൻ അറിയാം. ഓ അത് ശരി, ഞങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വേണ്ട അല്ലേ? ശരി, നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാം. അത് പറഞ്ഞിട്ട് ഡസ്റ്റൻ റൈസ് എണീറ്റു. ഡസ്റ്റനൊപ്പം സ്കാർലറ്റും നടാഷയും ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഡസ്റ്റൻ ആ പ്ലാറ്റിനം മുറിയിലുള്ള കോറിഡോറിൽ നിന്ന് മെയിൻ ഹാളിലേക്ക് ഇറങ്ങി. മെയിൻ ഹാളിലേക്ക് ഡസ്റ്റൻ ഇറങ്ങുമ്പോൾ ഡസ്റ്റൻ ഫോണിൽ ആരോട് സംസാരിക്കുകയാണ്. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഡസ്റ്റൻ തിരിഞ്ഞ് ഇവാൻസിനോട് പറഞ്ഞു, അല്പം വെയിറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഉടൻ ചെയ്യാം. ഡസ്റ്റൻ റൈസ് ഫോൺ വിളിക്കുന്നത് ഇവാൻസ് കണ്ടായിരുന്നു. അത് കണ്ടപ്പോ ഇവാൻസ് ഒന്ന് ചിരിച്ചു. നീ എന്താ ഗുണ്ടകളെ എങ്ങനെ വിളിച്ചു വരുത്താൻ പോവുകയാണോ? അത് കേട്ടപ്പോ ഡസ്റ്റൻ ഒന്ന് ചിരിച്ചു. അത് കണ്ടതും ഡാലി നിക്കോൾസൺ ഡസ്റ്റനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മാന്യമായിട്ട് ഇത് ഒത്തീർപ്പാക്കി പൊയ്ക്കൂടെ? എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? മാഡം ഡാലി നിക്കോൾസൺ, ഇവിടെ ഞങ്ങൾ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ മുറി ബുക്ക് ചെയ്തു, അവർ മുറി അലോട്ട് ചെയ്തു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളെ ഇറക്കി വിടുന്നു. അത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡാലി നിക്കോൾസണോടുള്ള ഡസ്റ്റൻ റൈസിന്റെ ചോദ്യം കേട്ടപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഇവാൻസാണ്. ഹലോ മിസ്റ്റർ, നിങ്ങൾ ആവശ്യമില്ലാത്ത ന്യായങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട. ഈ റെസ്റ്റോറന്റിലെ നിയമാവലി അനുസരിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. ഞാനാണ് ഇവിടുത്തെ ഓണർ. എനിക്ക് നിയമാവലി മാറ്റാനുള്ള അധികാരമുണ്ട്. ഞാൻ നിയമാവലി മാറ്റി നിങ്ങളെ ഇനി ഈ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ നിയമം ഞാൻ പരിഷ്കരിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞ് ഫ്ലോറൻസിനെയും ടീമിനെ നോക്കി അവരോട് പറഞ്ഞു, മാഡം ഫ്ലോറൻസ്, ക്ഷമിക്കണം, ഇവിടെ സംഭവിച്ചതൊക്കെ ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. മാഡം, ഇന്നു മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ഭക്ഷണം ഞാൻ അലോട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. നിങ്ങൾ ഇവിടെ പേ ചെയ്യണ്ട. ഫ്ലോറൻസും ടീമും എപ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചാലും പണം കൊടുക്കണ്ട എന്ന് ഇവാൻസ് പറഞ്ഞപ്പോൾ ഫ്ലോറൻസിന്റെ മുഖത്ത് ശരിക്കൊരു പ്രകാശം വിരിയുകയാണ്. ഒരു വല്ലാത്ത ലോട്ടറിയാ അവർക്ക് അടിച്ചിരിക്കുന്നത്. ഈ സംഭാഷണം ആ റെസ്റ്റോറന്റിൽ പലരും കേട്ടു. ശരിക്കും അവർക്കൊക്കെ ഭയങ്കര അതിശയം വരികയാണ്. സെലസ്റ്റിയൽ ഹൈറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ആ റെസ്റ്റോറന്റ് മിൽസ്ബർഗിൽ ഇപ്പൊ പെട്ടെന്ന് പേരുണ്ടാക്കിയിരിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. നല്ല ഭക്ഷണം ലഭിക്കുന്ന ശരിക്കും മനോഹരമായ ഒരു പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ആ റെസ്റ്റോറന്റിൽ നേരത്തെ കൂടി ബുക്ക് ചെയ്താൽ മാത്രമേ ആർക്കും ഒരു സീറ്റ് ലഭിക്കത്തുള്ളൂ. ആ സ്ഥലത്താണ് തികച്ചും ഫ്രീ ആയിട്ട് ജീവിതകാലം മുഴുവൻ ഭക്ഷണം കഴിക്കാനുള്ള പെർമിഷൻ ഇതാ ഫ്ലോറൻസിനും ടീമിനും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു അനുവാദം ഫ്ലോറൻസിനും ടീമിനും കിട്ടിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഫ്ലോറൻസും ടീമും സമൂഹത്തിലെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന ആരോ ആണ്. ആ ഒരു ചിന്ത ആളുകൾക്കുണ്ടായതും ആളുകളൊക്കെ വല്ലാത്തൊരു ബഹുമാനത്തോടെയും അതിശയത്തോടെയും ഫ്ലോറൻസിനെയും ടീമിനെ അങ്ങനെ നോക്കുമ്പോൾ ഫ്ലോറൻസിന് ശരിക്കും അങ്ങോട്ട് സന്തോഷം വരികയാണ്. ഈ സമയത്താണ് കുറേയേറെ വാഹനങ്ങൾ ആ ഹോട്ടലിന്റെ പാർക്കിംഗ് ലോട്ടിൽ വന്നു നിന്നത്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഒത്തിരി ആളുകൾ അകത്തേക്ക് ഓടി വന്നു. അതിൽ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷൽ കോർലിയസ് ആണ്. കോർലിയസ് ഓടി ഡസ്റ്റൻ അടുത്ത് എത്തി. സറൈസ്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? കോർലിയസ്, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു കാര്യം അടിയന്തരമായി ചെയ്യിക്കാൻ വേണ്ടിയാണ്. സറൈസ്, അങ്ങ് പറഞ്ഞോളൂ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോർലിയസ്, ഈ റെസ്റ്റോറന്റിൽ ഒത്തിരി ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവരിവിടുന്ന് പുറത്താക്കണം. അതിനുശേഷം ഈ ഹോട്ടലിങ് പൂട്ടണം.
ഇനി ഈ ഹോട്ടൽ വേണ്ട. ഡസൻ റൈസിന്റെ വാക്ക് കേട്ടതും ആ ഹോട്ടൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരും ജീവനക്കാരും ഇവാൻസും ഫ്ലോറൻസിനൊപ്പമുള്ള ആളുകളൊക്കെ ശരിക്കും ഒന്ന് ഞെട്ടുകയാണ്. ഡാലിയ നിക്കോൾസൺ വല്ലാതെ അമ്പരന്ന് പോയി. ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ എന്താ ഇത്? ഒരു മുറിയുടെ പേരിൽ ഒരു റെസ്റ്റോറന്റ് പൂട്ടിക്കൂ? ഡാലിയ നിക്കോൾസൺ അങ്ങനെ ചോദിക്കുമ്പോ ഇവാൻസ് ഒന്ന് ചിരിച്ചു. ഏയ് മിസ്റ്റർ ഡസ്റ്റിൻ, ഇയാൾ എന്തായി പറയുന്നത്? ഈ റെസ്റ്റോറന്റ് അങ്ങ് പൂട്ടിക്കുന്നോ? കൊള്ളാം, നടന്നു തന്നെ. അങ്ങനെ പറഞ്ഞിട്ട് ഇവാൻസ് കൈ ഒന്ന് തട്ടിയതും കുറെ സെക്യൂരിറ്റി ഗാർഡുകൾ അങ്ങോട്ട് ഓടി വന്നു. ഇത്രയും നേരം ആ സെക്യൂരിറ്റി ഗാർഡുകൾ പല ഭാഗത്തായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഒരു ഉത്തരവിന് വേണ്ടി കാത്തു നിന്ന ആ സെക്യൂരിറ്റി ഗാർഡുകൾ ഓടി വന്നതും ഇവാൻസ് ആ സെക്യൂരിറ്റി ഗാർഡുകളോട് പറഞ്ഞു, ദാ ഇവന്മാരെ അടിച്ച് പുറത്താക്ക്. കേൾക്കേണ്ട താമസം ആ സെക്യൂരിറ്റി ഗാർഡുകൾ ഓരോ ബാറ്റണുമായിട്ട് ഡസൻ റൈസും ടീമും നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നു. ആ നിമിഷത്തിൽ ഡസ്റ്റിനെ മറികടന്നുകൊണ്ട് കോൺലിയസ് മുന്നിലേക്ക് കയറി. ഏകദേശം ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സകല സെക്യൂരിറ്റി ഗാർഡുകളും കയ്യോ കാലോ ഒടിഞ്ഞ് ആ റെസ്റ്റോറന്റിൽ പല ഭാഗത്തായി കിടക്കുകയാണ്. ഈ കാഴ്ച ഇവാൻസിനെ ശരിക്കും ഞെട്ടിച്ചു. അയാൾ ഒരിക്കലും ഇത്തരത്തിൽ ഒരു രംഗം പ്രതീക്ഷിച്ചതല്ല. കോൺലിയസ് അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഏയ് കിരൺ ഗാങ് മെമ്പേഴ്സ്, എല്ലാവരും റെഡിയാവും. സർ റൈസ് പറഞ്ഞതുപോലെ ഈ റെസ്റ്റോറന്റ് അങ്ങ് പൂട്ടിക്കോ. അങ്ങനെ കോൺലിയസ് പറഞ്ഞതും ഡസൻ കോൺലിയസിനോട് പറഞ്ഞു, കോൺലിയസ്, ഒരാളെയും ഉപദ്രവിക്കണ്ട കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന ആളുകളെ ശരിക്കും മാന്യമായിട്ടാണ് ഒന്ന് പുറത്താക്കാൻ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ഭക്ഷണം കഴിച്ചു തീരുന്നവരെ അവരെ അവിടെ ഇരിക്കാൻ അനുവദിക്കണമെന്നാണ് ഡസൻ പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണം കഴിച്ചു കഴിയണതും അവരെ എസ്കോർട്ടോടുകൂടി പുറത്തേക്ക് കൊണ്ടുപോകുക. അതിനുശേഷം ആ റെസ്റ്റോറന്റ് പൂട്ടുക. അതാണ് ഡസന്റെ നിർദ്ദേശം. ഡസൻ പറഞ്ഞ അനുസരിച്ച് ഒഴിയുന്ന മുറികളിൽ ഒന്നൊന്നായി കിരൺ ഗാങ് മെമ്പേഴ്സ് പൂട്ടുമ്പോൾ ശരിക്കും അമ്പരന്ന് പോയ ഇവാൻസ് ഫോണിൽ ആരെയോ വിളിച്ചു. ഫോൺ വിളിച്ചു കഴിഞ്ഞതും ഇവാൻസ് ഡസ്റ്റോട് പറഞ്ഞു, ഏഹേ, നിനക്ക് ഞാൻ ആരെന്ന് അറിയത്തില്ല, ഞാൻ ആരുടെ സപ്പോർട്ടിലായി ബിസിനസ് ചെയ്യുന്ന നിനക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് നീ ഈ വേലയൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ നീ അറിയും ഞാൻ ആരാണെന്ന്. ഇവാൻസ് അത് പറഞ്ഞതും മിയ ഡസ്റ്റോട് പറഞ്ഞു, ഏയ്, ഇവാൻസ് ആരാണെന്നുള്ള കാര്യം നിങ്ങളൊക്കെ അറിയാൻ പോവുകയാണ്. അത് കേട്ടതും ഡസൻ റൈസിനോടായി ഡാലിയ നിക്കോൾസൺ പറഞ്ഞു, ഡസൻ, നിങ്ങള് സ്ഥലം വിടാൻ നോക്ക്. ഇവാൻസ് ശരിക്കും സ്വാധീനമുള്ള ആളാണ്. മാഡം ഡാലിയ നിക്കോൾസൺ, എനിക്ക് ഇവാൻസിന്റെ ആ സ്വാധീനം അത് എത്രയുണ്ടെന്ന് ഒന്ന് അറിയണം. അതുകൊണ്ട് അയാൾ വിളിച്ച ആളുകൾ വരുന്നവരെ ഞാനിവിടെ നിൽക്കാൻ പോവുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സ്കാർലറ്റ് സ്പാനർ നിശബ്ദയായി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഡസനൊന്ന് പറഞ്ഞാൽ സ്കാർലറ്റ് ആ റെസ്റ്റോറന്റ് ആ നിമിഷം പൊളിച്ചടക്കും. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സ്കാർലറ്റ് ഒന്ന് അനങ്ങാൻ ശ്രമിച്ചതാണ്. അപ്പോ ഡസൻ കണ്ണുകൊണ്ട് സ്കാർലറ്റിനോട് അനങ്ങരുതെന്നുള്ള ആജ്ഞ കൊടുത്തു. അതുകൊണ്ടാണ് സ്കാർലറ്റ് മിണ്ടാതെ നിൽക്കുന്നത്. ഡ്രാഗൺ മാർഷലിലെ ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനർ ആണ് നടാഷയുടെ പുറകിലായി പതുങ്ങി നിൽക്കുന്നുള്ള കാര്യം ആരുടെയും ശ്രദ്ധയിൽ ഇതുവരെയും പെട്ടിട്ടില്ല. ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനെ പിന്നെയും ഉപദേശിക്കുകയാണ്. മിസ്റ്റർ ഡസ്റ്റിൻ, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇവാൻസ് നിങ്ങൾ വിചാരിക്കുന്ന കക്ഷിയല്ല, അയാൾക്ക് വൻ സപ്പോർട്ടുണ്ട്. ഡാലിയ വീണ്ടും വീണ്ടും ഡസ്റ്റിനെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കണ്ടതും ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, ഏയ് ഡാലിയ, നീ എന്തിനാ അയാൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അയാൾ ചെയ്തതിനൊക്കെ ഫലം അയാൾ തന്നെ അനുഭവിക്കണം. ഫ്ലോറൻസിനും ടീമിനും വേണ്ടിയാണ് ഇവാൻസ് യഥാർത്ഥത്തിൽ ഡസ്റ്റിനുമായിട്ട് ഉടക്കുണ്ടാക്കിയത്. എന്നിട്ട് ഇതാ ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനെ അവിടുന്ന് രക്ഷപ്പെടാൻ സഹായിക്കുകയാണെന്ന് കേട്ടപ്പോ ഫ്ലോറൻസിന് ശരിക്കും ഒരു ദേഷ്യം വരികയാണ്. ഫ്ലോറൻസ് അത് പറഞ്ഞതും ജൂലിയും ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നമ്മൾ വെറുതെ ഡസ്റ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഡസ്റ്റിൻ നമുക്കുള്ള മുറി ബലമായി പിടിച്ചെടുത്തതാണ്. അതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ വില ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് ഈ നാട്ടിൽ ഒരു വില ഉണ്ടാവില്ല. മോൺഗോമറി കുടുംബത്തിന്റെ ആ അനന്തര അവകാശി മിൽസ്ബർഗിലും ഒരു സംഭവമാണെന്ന് അവർക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിനിതാ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. റെസ്റ്റോറന്റിൽ ഒത്തിരിയേറെ ആളുകളുണ്ടല്ലോ, അവരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ആ അധികാരം അവർ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പിന്നെ നാണക്കേടാവും. അങ്ങനെ ജൂലി ഡാലിയ നിക്കോൾസിനോട് കാര്യങ്ങൾ പറയുമ്പോഴേക്കും പുറത്ത് വാഹനങ്ങൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ആ വാഹനങ്ങളിൽ എത്തി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു ചെറുപ്പക്കാരൻ ഓടി മുകളിലേക്ക് വന്നു. ലേശം തടിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഏയ്, ആരാ ഇവാൻസിനെ ശല്യം ചെയ്തത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വന്നത്. ആ ചെറുപ്പക്കാരനെ കണ്ടതും ഇവാൻസ് ഓടി ആ ചെറുപ്പക്കാരൻ അടുത്തു വന്നു. ബ്രൈഡൻ, ദാ അവരാണ് എന്നെ ശല്യം ചെയ്തത്. ഡസൻ റൈസിനെ ചൂണ്ടി ഇവാൻസ് ബ്രൈഡനോട് കാര്യം പറഞ്ഞു. ബ്രൈഡൻ ഡസനടുത്തേക്ക് നടക്കുമ്പോഴാണ് ഡസന്റെ പുറകിൽ നിൽക്കുന്ന നടാഷ ഹാർമണയും സ്കാർലറ്റ് സ്പാനറേയും കാണുന്നത്. അത് കണ്ടതും ബ്രൈഡന്റെ കണ്ണുകൾ ഇങ്ങനെ തള്ളി വരികയാണ്. ശരിക്കും അടിപൊളി സുന്ദരിമാരാണല്ലോ നടാഷ ഹാർമണും സ്കാർലറ്റ് സ്പാനറും. അവരെ കണ്ടതും അയാൾ ആ സ്ത്രീകളെ നോക്കി ചിരിച്ചുകൊണ്ട് ഡസനോട് പറഞ്ഞു, ഡേയ്, നീ ഇവാൻസിനെതിരെ കളിച്ചപ്പോ ഞാൻ ഇവിടെ വരുമെന്ന് നീ ധരിച്ചില്ലല്ലേ? ഡസന്റെ പുറകിൽ നിൽക്കുന്ന ആ സുന്ദരിമാരുടെ മുന്നിൽ താൻ ഒരു സംഭവമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ബ്രൈഡൻ. ബ്രൈഡൻ ഡസനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു അവസരം തരാം. ആദ്യം നീ മുട്ടുകുത്തി
എന്നോട് മാപ്പ് പറയണം. അതിനുശേഷം നീ തന്നെ നിന്റെ ഒരു കൈയെങ്കിലും ഓടിക്കണം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കാം. പക്ഷെ അപ്പോഴൊരു കണ്ടീഷനുണ്ട്. നിന്റെ ഈ പുറകിൽ നിൽക്കുന്ന ഈ 2 സുന്ദരിമാരും കുറച്ചു ദിവസം എനിക്കൊപ്പം കഴിയേണ്ടി വരും. ബ്രൈഡൻ ആ വാക്കുകൾ പറഞ്ഞതും ഡസൻ റൈസ് കൈ നിവർത്തി ഒരൊറ്റ അടി. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ അടി. അടിയുടെ ബ്രൈഡൻ ശരിക്കും പുറകോട്ടങ്ങ് മറിഞ്ഞു എന്ന് പറയാം. പുറകിലുള്ള മേശനടിച്ച് അയാൾ നിന്നു. അയാൾ നേരെ നിന്നിട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഇടാ ഞാൻ ആരെന്നറിയാവോ? നീ ആരാണെങ്കിലും എനിക്കെന്താ? ഇടാ ഞാൻ ബ്രൈഡൻ ഗ്രാൻഡ്, സാക്ഷാൽ ടൈലർ ഗ്രാൻഡ് അനുജനാണ് ഞാൻ. എന്നെയാണ് നീ തൊട്ടിരിക്കുന്നത്. ഗ്രാൻഡ് കുടുംബത്തിലെ ബ്രൈഡൻ ഗ്രാൻഡിനെ കുറിച്ച് നടാഷ ഹാർമണും കേട്ടിട്ടുണ്ട്. അവളെ വിവാഹം കഴിക്കാനായി ഹാർമൺ കുടുംബത്തിൽ ആലോചനയും വന്ന ടൈലർ ഗ്രാൻഡിനെ നടാഷയ്ക്ക് അറിയാം. ടൈലർക്ക് ഒരു അനുജൻ ഉണ്ടെന്നുള്ള കാര്യം നടാഷ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് നടാഷ ആ ആളെ കാണുന്നത്. ഗ്രാൻഡ് കുടുംബത്തിലെ ബ്രൈഡൻ ഗ്രാൻഡിനെയാണ് ഡസൻ റൈസ് തല്ലിയെന്ന് കേട്ടപ്പോൾ ഡാലിയ നിക്കോൾസിന്റെ മുഖത്ത് ഒരു പതർച്ച ഉണ്ടായി. ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റൻ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഡസ്റ്റിനെ ഗ്രാൻഡ് കുടുംബക്കാർ ഉപദ്രവിക്കുമോ എന്നൊരു ഭയം അത് ചോദിക്കുന്ന സമയത്ത് ഡാലിയക്കുണ്ട്. ഡാലിയ ഡസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ നടാക്ഷയ്ക്കാണെങ്കിൽ ശരിക്കും കൊണ്ട് വിഷമം വരികയാണ്. ഡാലിയുടെ മനസ്സിൽ നിന്ന് ഡസ്റ്റിന് ഇറങ്ങിപ്പോയി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ് നടാഷ ഹാർമൺ. ആ നടാഷയെ വിഷമിപ്പിച്ചുകൊണ്ടാണ് ഡാലിയ നിക്കോൾസൺ വീണ്ടും വീണ്ടും ഡസ്റ്റിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഡാലിയ ഡസ്റ്റിനോട് അങ്ങനെ ചോദിക്കുമ്പോൾ ബ്രൈഡൻ ഗ്രാൻഡ് അയാളുടെ പുറകെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ഒന്ന് നോക്കി. ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ബ്രൈഡൻ ഒന്ന് നോക്കിയതും അയാൾ മുന്നോട്ട് വന്നു. മുന്നോട്ട് ആ ചെറുപ്പക്കാരൻ വന്നതും ബ്രൈഡൻ ഡസ്റ്റിനോട് പറഞ്ഞു, ചെറുപ്പക്കാരൻ നീ എന്നെ തല്ലിയല്ലേ, അതിന്റെ ഫലം നീ അനുഭവിക്കാൻ പോവുകയാണ്. ഇതാരെന്നറിയാവോ? ഇതാണ് തണ്ടർ ഷോ. തണ്ടർ ഷോ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. നിന്റെ അവസാന ആഗ്രഹം അതെന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതും തണ്ടർ ഷോ ഒന്ന് ചിരിച്ചു. ശരിക്കും അയാൾ ചിരിക്കുമ്പോൾ അയാൾ ചിരി പോലും ആളുകളെ ഭയപ്പെടുത്തുന്ന ശൈലിയിലാണ്. ആ ശൈലിയിലാണ് അയാൾ ചിരിച്ചത്. ശരിക്കും അയാൾ ഒരു ശക്തനാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അയാൾ ഡസ്റ്റിന് നേരെ നടന്നു തുടങ്ങിയതും ഡസ്റ്റിന്റെ മുന്നിലേക്ക് കോൺലിയസ് കയറി. നമുക്ക് തമ്മിലാവാം. അങ്ങനെ കോൺലിയസ് പറഞ്ഞതും തണ്ടർസ്റ്റോം കോൺലിയസിനെ ഒന്ന് നോക്കി. കോൺലിയസ് ശരിക്കും ഉണക്ക ഒരാളാണ്, പ്രായമുള്ള ആളാണ്. കോൺലിയസിനെ ഒന്ന് നോക്കിയിട്ട് തണ്ടർസ്റ്റോം അയാളുടെ കൈ ഒന്ന് വിടർത്തുകയാണ്. അയാളുടെ കൈ ഒന്ന് വിടർത്തിയപ്പോ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി റെസ്റ്റോറന്റിൽ നിന്ന് കിരൺ ഗ്യാങ്ങിലെ ആളുകൾ പുറത്തേക്ക് പറഞ്ഞുവിടുന്ന ആളുകളൊക്കെ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് നോക്കുകയാണ്. ഒരു സ്റ്റണ്ട് നടക്കാൻ പോവുകയാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമായിട്ടുണ്ട്. കിരൺ ഗ്യാങ് മെമ്പേഴ്സും ഇപ്പോ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് പകരം അവരും ആ രംഗം കാണുകയാണ്. കോൺലിയസും തണ്ടർസ്റ്റോമും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. തണ്ടർസ്റ്റോം കോൺലിയസിനെ നോക്കിയിട്ട് തറയിൽ ഒന്ന് ചവിട്ടി ഒന്ന് ആകാശത്ത് ഉയർന്ന ഒരു അച്ചയിടി. തണ്ടർസ്റ്റോമും കോൺലിയസും തമ്മിൽ വലിയ ദൂരത്തൊന്നും അല്ല നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഏകദേശം ഒരു 10 അടി വ്യത്യാസത്തിൽ നിൽക്കുന്നത്. അത്ര ദൂരത്തു നിന്നാണ് തണ്ടർസ്റ്റോം ചാടി ഉയർന്ന് കോൺലിയസിനെ ആഞ്ഞിടിച്ചത്. ആ നിമിഷത്തിൽ കോൺലിയസും ചാടി ഉയർന്ന് ഒരൊറ്റയിടി. രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ആകാശത്ത് കൂട്ടിമുട്ടുമ്പോൾ ഒരു സ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശബ്ദമാണ് അവിടെ ഉണ്ടായത്. രണ്ടുപേരുടെയും കൈകൾ കൂട്ടിയിടിച്ചതും രണ്ടുപേരും പുറകോട്ട് മാറി. ശരിക്കും ആ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് വിറച്ചുപോയി എന്ന് പറയാം. 2 ശക്തരാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത്. തന്റെ എതിരെ നിൽക്കുന്ന വയസ്സിന് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തി ഉണ്ടെന്ന് തണ്ടർസ്റ്റോമിന് ആ നിമിഷം തന്നെ മനസ്സിലായി. അയാൾ ഒന്ന് ചിരിച്ചു. ഓൾഡ് മാൻ, ഞാൻ വിചാരിച്ച പോലല്ല നിങ്ങൾ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് ആരംഭിക്കാം. കോൺലിയസ് തണ്ടർസ്റ്റോമിനെ തന്നെ നോക്കുകയാണ്. തണ്ടർസ്റ്റോമും അതിശക്തനാണെന്ന് കോൺലിയസിന് മനസ്സിലായിട്ടുണ്ട്. ശക്തരായ 2 ഫൈറ്റേഴ്സ് കൂട്ടിമുട്ടുകയാണ്. ഈ സമയമായപ്പോ റെസ്റ്റോറന്റിൽ അവർക്ക് സമീപമുള്ള മുഴുവൻ ആളുകളും ഒത്തിരി ദൂരേക്ക് മാറിക്കഴിഞ്ഞു. അവരുടെ ആ ഫൈറ്റിനിടയിൽ ഒരാളും വന്ന് പെടാതിരിക്കാൻ അവർ ബോധപൂർവം അങ്ങോട്ട് മാറുകയാണ്. കോൺലിയസ് തണ്ടർസ്റ്റോമിനെ നോക്കി കൈകൊണ്ടിങ്ങനെ ആക്ഷൻ കാണിച്ചു. വാ, മുന്നോട്ട് വാ. ആ ആക്ഷൻ കണ്ടതും തണ്ടർസ്റ്റോം ഒരിക്കൽ കൂടി മുന്നോട്ട് ചാടി. രണ്ടുപേരും ആകാശത്ത് ഏകദേശം മുഖത്തോടൊപ്പം വരുമ്പോ തണ്ടർസ്റ്റോമിന്റെ വലത് കൈ കോൺലിയസിന് നേരെയാണ്. അതേ സമയത്ത് തന്നെ അയാളുടെ ഇടത് കൈ ഒന്ന് പൊങ്ങുകയും ചെയ്തു. ആ ഇടത് കൈ കോൺലിയസിന് നേരെ പൊങ്ങിയതും പെട്ടെന്ന് ആ ഇടത് കൈയിൽ നിന്ന് കുറെ പൗഡർ കോൺലിയസിന്റെ മുഖത്തേക്ക് വീണു. ആ പൗഡർ തന്റെ മുഖത്ത് നേരെ വരുന്നത് കണ്ടതും കോൺലിയസ് ഒന്ന് തലമാറ്റി. പക്ഷെ ആ സമയത്ത് തണ്ടർസ്റ്റോമിന്റെ ഇടി കോൺലിയസിന്റെ പുറത്തു വീണു. മുഖത്തേക്ക് വന്ന പൊടി മാറ്റാനായി കോൺലിയസ് ശ്രമിച്ച ആ നിമിഷത്തിൽ കോൺലിയസിന്റെ പുറത്തേക്ക് തണ്ടർസ്റ്റോം ഇടിക്കുകയായിരുന്നു. തണ്ടർസ്റ്റോമിന് കോൺലിയസിന് നേരിട്ട ആദ്യത്തെ നിമിഷത്തിൽ തന്നെ കോൺലിയസ് ശക്തനാണെന്ന് മനസ്സിലായതുകൊണ്ട് അയാൾ ഒരു ചതിപ്രയോഗം കൂടി രണ്ടാമത്തെ തവണ നടത്തിയതാണ്. ഒത്തിരി ദൂരേക്കാണ് കോൺലിയസ് തെറിച്ചു വീണത്. അവിടുന്ന് ഒരു പരുവത്തിൽ കോൺലിയസ് ഇടിക്കുമ്പോൾ കോൺലിയസിന് വായ്ക്കൂടി രക്തം പുറത്തേക്ക് വരികയാണ്. കോൺലിയസ് തണ്ടർസ്റ്റോമിനെ നോക്കിയിട്ട് തണ്ടർസ്റ്റോമിനോട് ചോദിച്ചു, നീ ചതിച്ചല്ലേ? ഹലോ ഓൾഡ് മാൻ, ഫൈറ്റിനിടയിൽ
അങ്ങനെ ശരിയും തെറ്റൊന്നുമില്ല. ജയിക്കുക എന്നുള്ളതാണ് ഫൈറ്റിന്റെ ലക്ഷ്യം. ജയിക്കാൻ ഏത് അടവും എടുക്കണമെന്നാണ് കോൺലിയസിനോട് തണ്ടർസ്റ്റോം പറയാതെ പറയുന്നത്. അത് കേട്ടതും കോൺലിയസ് അയാളുടെ വായിൽ പറ്റിയിരുന്ന രക്തം പതുക്കെ ഇങ്ങനെ വടിച്ച് താഴേക്കും. ശരിക്കും വായിൽ കൂടി രക്തം ഒഴുകുകയാണ്. കോൺലിയസ് വീണ്ടും റെഡിയായതും ഡസൻ കോൺലിയസിനോട് പറഞ്ഞു, കോൺലിയസ്, ഇനി ഞാൻ നോക്കാം. ഡസൻ മുന്നോട്ട് കയറി. തണ്ടർസ്റ്റോം മുന്നോട്ട് കയറിയ ഡസ്റ്റിനെ കാൽപാദം മുതൽ തല വരെ ഒന്ന് വിലയിരുത്തുകയാണ്. അങ്ങനെ വിലയിരുത്തിയിട്ട് തണ്ടർസ്റ്റോം ഒന്ന് മുന്നോട്ട് കുതിച്ചു. ശരിക്കും മുന്നോട്ട് ഓടി ആകാശത്തേക്ക് ചാടി തണ്ടർസ്റ്റോം ഉയർന്നതും ഡസ്റ്റിനും കൂടെ ഉയർന്നു. ആകാശത്തേക്ക് ചാടി ഉയർന്ന ഡസ്റ്റിന്റെ വലത് കൈ തണ്ടർസ്റ്റോമിന്റെ വയറ്റിലൊന്ന് ഇടിച്ചു. തണ്ടർസ്റ്റോം ആ ഇടിയേറ്റ് ഒന്ന് മുകളിലേക്ക് പൊങ്ങിയ തണ്ടർസ്റ്റോമിന്റെ ഒപ്പം ചാടി ഉയർന്ന ഡസ്റ്റിൻ വലത് കാലുയർത്തി തണ്ടർസ്റ്റോമിന്റെ കഴുത്തിന് മുകളിലേക്ക് ഒരു ഒറ്റയാടി. ശരിക്കും തറയിൽ നിന്ന് ചാടി ഉയർന്ന തണ്ടർസ്റ്റോമിനെ ഒരു ഇടി കൊണ്ട് കുറെ കൂടി മുകളിലേക്ക് ഉയർത്തിയ ഡസൻ റൈസ് അതിനുശേഷം ചാടി ഉയർന്ന് കാലി കൊണ്ട് തണ്ടർസ്റ്റോമിന്റെ കഴുത്തിന്റെ പുറകിലടിച്ച് തണ്ടർസ്റ്റോമിനെ നേരെ തറയിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. തണ്ടർസ്റ്റോം ഇങ്ങനെ താഴ്ന്നു വരുമ്പോൾ തണ്ടർസ്റ്റോമിന്റെ നേർ മുകളിൽ ഡസൻ റൈസ് ഉണ്ട്. ഡസനും തണ്ടർസ്റ്റോമും ഒന്നിച്ച തറയിൽ പതിക്കുന്നത്. തറയിൽ തണ്ടർസ്റ്റോം പതിക്കുമ്പോൾ ഡസന്റെ വലത് കാൽ തണ്ടർസ്റ്റോമിന്റെ കഴുത്തിന് മുകളിലുണ്ട്. ബ്രൈഡൻ ഗ്രാൻറ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗമാണ് അയാൾ കാണുന്നത്. തണ്ടർസ്റ്റോം അതിശക്തനാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ആ തണ്ടർസ്റ്റോമിനെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബ്രൈഡന് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇപ്പൊ ഇതാ ആ ചെറുപ്പക്കാരന്റെ കാൽ കീഴിലാണ് തണ്ടർസ്റ്റോമും ആകെ ഞെട്ടിയിരിക്കുകയാണ്. തന്നെ ഒരു കാരണവശാലും ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന വിശ്വാസമുണ്ടായ തണ്ടർസ്റ്റോം ശരിക്കും പെട്ടതുപോലെയായി. അയാൾ കിടന്നുകൊണ്ട് ഡസൻ റൈസിനോട് പറഞ്ഞു, നീ ആരെ തൊട്ടെന്നറിയാവോ? ഞാൻ എബിൻ റീഡ്സ് ആണ്. നീ ഏത് റീഡ്സ് ആണെങ്കിലും ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസൻ റൈസ് കാലുയർത്തി ഡസൻ അവനെ കഴുത്തിൽ പിടിച്ച് പൊക്കി നിർത്തുകയാണ്. ശരിക്കും തണ്ടർസ്റ്റോമിന്റെ നെഞ്ച് തറലിടിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് അവൻ അനുഭവപ്പെടുന്നുണ്ട്. നേരെ നിന്ന തണ്ടർസ്റ്റോം ഡസനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ആരെന്നറിയാവോ? ഞാൻ റൊണാൾഡ് റീഡ്സിന്റെ ശേഷാരനാണ്. തണ്ടർസ്റ്റോമിന്റെ ഷോൾഡറിൽ പിടിച്ചിരിക്കുകയായിരുന്ന ഡസൻ റൈസ് അയാൾ റൊണാൾഡ് റീഡ്സിന്റെ ശേഷാരനാണെന്ന് പറഞ്ഞപ്പോ അയാളുടെ പുറത്തുനിന്ന് കൈയെടുത്ത ഡസൻ എബിൻ റീഡ്സിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എബിൻ ഡസനോട് പറഞ്ഞു, എന്താ ഞാൻ പറഞ്ഞത് കേട്ടപ്പോ നീ ഭയന്നു അല്ലേ? നീ അവസാനിച്ചു. നിനക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നീ മുട്ടുകുത്തി എന്നോട് മാപ്പ് പറ. എന്റെ മനസ്സലിഞ്ഞാൽ ഞാൻ നിന്നെ വിടുതലിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ തണ്ടർസ്റ്റോം പറഞ്ഞപ്പോ ബ്രൈഡൻ ഡസനോട് പറഞ്ഞു, ഡസൻ, നീ തൊട്ടത് മാർഷൽ ആർട്സ് അസോസിയേഷന്റെ തലവൻ റൊണാൾഡ് റീഡ്സിന്റെ ശേഷാരനെയാണ്. നീ തീർന്ന് നിനക്ക് ഇത് തന്നെ വേണം. അങ്ങനെ ബ്രൈഡൻ പറഞ്ഞപ്പോ എബിൻ റീഡ്സ് എന്ന തണ്ടർസ്റ്റോം ചുറ്റും എല്ലാവരും ഒന്ന് നോക്കുകയാണ്. റൊണാൾഡ് റീഡ്സിന്റെ ശേഷാരനാണ് അയാളെന്ന് കേട്ടപ്പോ ഡസൻ റൈസും കൂടുള്ള ആളുകളൊക്കെ ഒന്ന് നടുങ്ങി എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. ആ നടുക്കം അയാൾ ഒരു സന്തോഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് പക്ഷേ പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചത്. എബിൻ റീഡ്സ് എന്ന ആ തണ്ടർസ്റ്റോമിന്റെ കഴുത്തിൽ ഒരു കൈ പതിഞ്ഞു. എന്താണ് സംഭവിച്ചെന്ന് തണ്ടർസ്റ്റോമിന് മനസ്സിലായില്ല. അയാൾ അമ്പരപ്പോഴാണ് ആ കാര്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അയാൾ തറയിലല്ല നിൽക്കുന്നത്. അയാളെ ഡസൻ ഒറ്റ കൈയിൽ ആകാശത്തേക്ക് പിടിച്ച് പൊക്കിയിരിക്കുകയാണ്. തണ്ടർസ്റ്റോമിന്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന ഡസൻ റൈസ് അയാളോട് ചോദിച്ചു, നീ റൊണാൾഡ് റീഡ്സിന്റെ ആരെന്ന് പറഞ്ഞു? ഞാൻ റൊണാൾഡ് ചേട്ടൻ ആഷന്റെ മകനാണ്. ഡസൻ റൈസ് അയാളുടെ കഴുത്തിൽ പിടിച്ച് അയാളിങ്ങനെ പൊക്കുമ്പോ ശരിക്കും ഒരു അമ്പരപ്പ് തണ്ടർസ്റ്റോമിനുണ്ട്. തണ്ടർസ്റ്റോം ഡസനോട് പറഞ്ഞതാണ് അയാൾ റൊണാൾഡ് റീഡ്സിന്റെ ശേഷാരനാണെന്ന്. എന്നിട്ടും ഇതാ ഡസൻ അയാളെ പിടിച്ചു പൊക്കിയിരിക്കുകയാണ്. ഡസന് താൻ റൊണാൾഡ് റീഡ്സിന്റെ ശേഷാരനാണെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായില്ലെന്ന് മനസ്സിലായ തണ്ടർസ്റ്റോം ഡസനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ റൊണാൾഡ് റീഡ്സിന്റെ ചേട്ടന്റെ മകനാണ്. എന്നെ തൊട്ടാൽ നീ വിവരം അറിയും. നീ മാത്രമല്ല നിന്റെ കുടുംബവും. അങ്ങനെ റൊണാൾഡ് റീഡ്സിന്റെ ആ ശേഷാരൻ എബിൻ റീഡ്സ് പറഞ്ഞതും ഒരു ശബ്ദം എല്ലാരും കേട്ടു. ടക് 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 എന്ന് സൗണ്ടാ കേൾക്കുന്നത്. അയാളുടെ കഴുത്ത് ഒടിയുന്ന ശബ്ദമാണ് ആളുകൾ കേട്ടത്. ഡാലിയ നെഹൗൾസനും ഫ്ലോറൻസും അയാൾക്കൊപ്പമുള്ള ആളുകളും വളരെ അടുത്തുനിന്ന് ആ കാഴ്ച കണ്ടത്. ഒറ്റ കൈയിൽ തണ്ടർസ്റ്റോമിനെ ആകാശത്തേക്ക് പിടിച്ചുയർത്തിയ ഡസൻ ഒറ്റ കൈകൊണ്ട് അയാളുടെ കഴുത്ത് ഞെരിച്ച് അയാളെ കൊന്നിരിക്കുകയാണ്. ആ കഴുത്ത് ഞെരിഞ്ഞ് തണ്ടർസ്റ്റോം കൊല്ലപ്പെട്ടതും ഡസൻ ആ ബോഡി വലിച്ചൊരു ഒറ്റയേറി. ഈ കാഴ്ച ശരിക്കും ഇവാൻസിനെയും ബ്രൈഡൻ ഗ്രാൻഡിനെയും വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഡാലിയ നിക്കോൾസൺ വളരെ അമ്പരപ്പോടുകൂടി ഡസൻ നോക്കിക്കാണുന്നത്. ഡാലിയ നിക്കോൾസൺ ഡസൻ റൈസിനെ പരിചയപ്പെടുന്നത് ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടാണ്. ആ ഇൻഷുറൻസ് ഏജന്റ് ഇതാ ബെലാർമയിലെ മാർഷൽ ആർട്സിന്റെ ഹെഡായ റൊണാൾഡ് റീഡ്സിന്റെ ശേഷാറിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ്.
ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ഡാലിക്ക് നല്ല ധാരണയാണ്. ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, നിങ്ങൾ എന്തായി ചെയ്തത്? ഇത് ഉണ്ടാക്കാൻ പോകുന്ന കുഴപ്പത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? ഡസ്റ്റിൻ റൈസിന് ഒന്നും പറ്റരുതെന്ന ആഗ്രഹം എങ്ങനെയോ ഡാലിയുടെ മനസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഡാലിയ അത് പറഞ്ഞതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, മാഡം ഡാലിയ നിക്കോൾസൺ, എന്നെ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ അയാളെ വെറുതെ വിട്ടാൽ അയാൾ എന്തായാലും എന്നെ ആക്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ അയാളെ അങ്ങ് തീർത്തത്. ഡസ്റ്റിൻ റൈസ് പറയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഡസ്റ്റിനെ കൊല്ലാനാണ് തണ്ടർസ്റ്റോം അകത്തേക്ക് വന്നത്. ആ തണ്ടർസ്റ്റോമിനെ ഡസ്റ്റിൻ വെറുതെ വിട്ടാൽ തണ്ടർസ്റ്റോം ഡസ്റ്റിനെ കൊല്ലും. ഈ സമയത്ത് ശരിക്കും ഭയന്ന് നിൽക്കുന്ന ബ്രൈഡൻ ഗ്രാൻഡിന് നേരെ ഡസ്റ്റിന്റെ കണ്ണുകൾ തിരിഞ്ഞു. ഡസ്റ്റിൻ ബ്രൈഡന് നേരെ നടക്കുന്നുണ്ടെന്നും ബ്രൈഡൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ് ഡസ്റ്റിൻ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ടൈലർ ഗ്രാൻഡിന്റെ അനിയനാണ്, എന്നെ തൊട്ടാൽ നീ ഫലം അനുഭവിക്കും. അങ്ങനെ ബ്രൈഡൻ പറഞ്ഞതും ഡസ്റ്റിൻ അവന്റെ കോളർ തൂക്കി അവനങ്ങ് എടുത്തു. ബ്രൈഡന്റെ കോളർ തൂക്കി ഡസ്റ്റിന് അടുത്തേക്ക് ഡസ്റ്റിൻ ബ്രൈഡനെ വലിച്ചിട്ട് ബ്രൈഡന്റെ തല പിടിച്ച് ആ മേശയിൽ ഒരു ഒറ്റയിടി. റെസ്റ്റോറന്റ് ആയതുകൊണ്ട് ഒത്തിരിയേറെ ടേബിളുകളുണ്ട്. ഒരു ടേബിളിലേക്ക് ബ്രൈഡന്റെ തല ആഞ്ഞിടിച്ച് ഡസ്റ്റിൻ ബ്രൈഡന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. മൂക്കും മുഖമൊക്കെ ശരിക്കും മുറിഞ്ഞിട്ടുണ്ട്. വീണ്ടും അയാളുടെ തല പിടിച്ച് ഒരു ഇടിയോട് ഇടിച്ചു. ഇപ്പൊ കുറച്ചുകൂടി നല്ല ഭംഗിയായി. മൂക്കും വായും ചുണ്ടും ഒക്കെ ഇപ്പൊ ഏതാണ്ട് ഒരേ ശൈലിയിലായി. ഡസ്റ്റിൻ അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോട് പറഞ്ഞു, കൊള്ളാം, നീ ചെന്ന് നിന്റെ ചേട്ടൻ ടൈലറോട് പറ ഞാനാണ് നിന്നെ ഇങ്ങനെ ചെയ്തതെന്ന്. പിന്നെ നിന്റെ ചേട്ടനോട് ഒരു കാര്യം കൂടെ പറയണം, ഹാർമൺ കുടുംബത്തിനെതിരെ നിന്റെ ചേട്ടൻ ടൈലർ കളിക്കുന്ന കളി അങ്ങ് നിർത്താൻ. ഇനി ഹാർമൺ കുടുംബത്തിനെ എന്തെങ്കിലും ചെയ്യാൻ ടൈലർ തുരിഞ്ഞിറങ്ങിയാൽ പിന്നെ ടൈലറും നിന്റെ ഈ ഗ്രാൻഡ് കുടുംബം ഒന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ പറഞ്ഞൊന്നുകൂടി നീ ചെന്നങ്ങ് പറ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ബ്രൈഡന്റെ പുറത്തൊരു അടി. അടി കൊണ്ട് ബ്രൈഡൻ കുറച്ച് ദൂരേക്ക് തെറിച്ചു വീണു. അവൻ അവിടെ നിന്ന് എണീറ്റ് ഒരൊറ്റ ഓട്ടം. ഈ സമയത്ത് മിയയും ഇവാൻസും നിന്ന് വിറക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സംവിധാനം എന്ന് പറയുന്നത് ഗ്രാൻഡ് കുടുംബമാണ്. ആ ഗ്രാൻഡ് കുടുംബത്തിന്റെ ബ്രൈഡൻ ഗ്രാൻഡിനെയാണ് ഡസ്റ്റിൻ റൈസ് അടിച്ച് ഈ പരിമാക്കിയത്. എന്ത് പറയണമെന്നറിയാതെ ഡസ്റ്റിനെ അവരങ്ങ് നോക്കുമ്പോൾ ഡസ്റ്റിൻ തറയിൽ വീണ് കിടക്കുന്ന തണ്ടർസ്റ്റോമിന്റെ അടുത്തെത്തിയതാണ് അവർ കണ്ടത്. തണ്ടർസ്റ്റോമിന്റെ അടുത്തെത്തിയ ഡസ്റ്റിൻ കാലുകൊണ്ട് ഫുട്ബോൾ അടിക്കും പോലെ തണ്ടർസ്റ്റോമിന്റെ ഒരു അടി. ആ അടിയിൽ പന്ത് തറയിന്ന് പൊങ്ങുന്ന അതേപോലെ തണ്ടർസ്റ്റോം തറയിന്ന് പൊങ്ങിയ തണ്ടർസ്റ്റോം മുൻഭാഗത്തുള്ള ആ ഗ്ലാസ് വിൻഡോകൾ തകർത്ത് നേരെ താഴേക്ക് പതിച്ചു. ബ്രൈഡൻ ഗ്രാൻഡ് താഴെ എത്തുമ്പോൾ മുകളിൽ നിന്ന് തണ്ടർസ്റ്റോമും താഴെ എത്തിയിട്ടുണ്ട്. തണ്ടർസ്റ്റോമിനും ബ്രൈഡൻ ഗ്രാൻഡിനും ഒപ്പമുള്ള ഗുണ്ടകൾ തറ വീണ തണ്ടർസ്റ്റോമിന്റെ ഡെഡ് ബോഡി എടുത്ത് ബ്രൈഡൻ ഗ്രാൻഡിന്റെ വണ്ടിയിലേക്ക് കയറ്റി. അടുത്ത നിമിഷത്തിൽ അനവധി വണ്ടികൾ അവിടെ പാഞ്ഞു പോവുകയാണ്. ശരിക്കും ഇവാൻസിനെ രക്ഷിക്കാനായി വന്ന ഗുണ്ടകൾ ഒരു അടി ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. തണ്ടർസ്റ്റോം കൊല്ലപ്പെട്ടതോടുകൂടി ആ ഗുണ്ടകളുടെ കാറ്റ് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഡസ്റ്റിൻ റൈസ് കോൺലേസിനെ നോക്കിയിട്ട് കോൺലേസിനോട് പറഞ്ഞു, കോൺലേസ് ഇനി താമസിക്കേണ്ട. കേൾക്കേണ്ട താമസം കോൺലേസ് കിരിൻ ഗ്യാങ് മെമ്പേഴ്സിന് ഉടൻ തന്നെ ഓർഡർ കൊടുത്തു. വേഗം നേരത്തെ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കോൺലേസ് പറഞ്ഞതിന്റെ അർത്ഥം ആ കിരിൻ ഗ്യാങ് മെമ്പേഴ്സിന് അറിയാം. അതിവേഗം അവർ ആ റെസ്റ്റോറന്റ് ഒഴിപ്പിക്കുകയാണ്. ആ റെസ്റ്റോറന്റ് ആ ടീം അങ്ങനെ ഒഴിപ്പിക്കുമ്പോൾ ഡസ്റ്റിൻ റൈസ് നടാഷയ്ക്കും സ്കാർലറ്റിനൊപ്പം പുറത്തേക്ക് നടക്കുകയാണ്. അവരുടെ പുറകെ തന്നെ ഫ്ലോറൻസും ടീമും ഉണ്ട്. അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഫ്ലോറൻസും ജൂലിയും വിക്ടോറിയയും ഡാലി നിക്കോൾസണും ഒക്കെ കണ്ടു. അവർ വിചാരിക്കുന്ന പോലെ ഡസ്റ്റിൻ റൈസിനെ തോൽപ്പിക്കാൻ അവർക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ചിന്തയാണ് ഫ്ലോറൻസിനും കൂട്ടർക്കുമുള്ളത്. അന്ന് രാത്രി കോൺലേസും ഡസ്റ്റിൻ റൈസും സഫയർ ലോഡ്ജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡസ്റ്റിൻ കോൺലേസിനോട് ചോദിച്ചു, ആ കത്ത് അയച്ചില്ലേ? സർ റൈസ്, ഞാനത് അപ്പം തന്നെ അയച്ചായിരുന്നു. സർ റൈസ്, ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, അത് വേണോ? കോൺലേസ്, എന്തായാലും ഒരിക്കലും ഞാനത് ചെയ്യേണ്ടി വരും. സർ റൈസ്, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. സർ റൊണാൾഡ് റീഡ്സ് അതിശക്തനല്ലേ? ഏയ് കോൺലേസ്, അയാൾ അതിശക്തനാണ്, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ട് അയാളെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന്. കോൺലേസിനോട് ഡസ്റ്റിൻ റൈസ് അങ്ങനെ പറഞ്ഞ ആ നിമിഷത്തിൽ മാർഷൽ ആർട്സ് അലയൻസിന്റെ ഹെഡ് ഓഫീസിൽ വല്ലാത്ത ഒരു രംഗം അലയടിക്കുകയാണ്. ആ ഹെഡ് ഓഫീസിൽ ഒരു ഡെഡ് ബോഡി അങ്ങനെ പ്രദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. ഒരുപാട് മാർഷൽ ആർട്സ് എക്സ്പെർട്ടുകൾ ആ ഡെഡ് ബോഡിക്ക് അടുത്ത് വന്ന് അതിനെ വണങ്ങുന്നുണ്ട്. ആ ഡെഡ് ബോഡിയുടെ അടുത്ത് ശരിക്കും സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അതാണ് ആസ്റ്റർ റീഡ്സ്, റൊണാൾഡ് റീഡ്സിന്റെ ജ്യേഷ്ഠൻ. റൊണാൾഡ് റീഡ്സിന്റെ ജ്യേഷ്ഠൻ ആസ്റ്റർ റീഡ്സിന്റെ മകനാണ് എബിൻ റീഡ്സ്. എബിൻ റീഡ്സ് ആണ് അവിടെ നിശ്ചലനായി കിടക്കുന്നത്. ആസ്റ്റർ അടുത്തേക്കുന്ന ആളോട് പറഞ്ഞു, അവനെ നമുക്ക് കൊല്ലണം. ഡസ്റ്റിൻ റൈസ് എന്നുള്ള വ്യക്തിയാണ് എബിനെ കൊന്നെന്നുള്ള വിവരം ആസ്റ്റർക്ക് ഇപ്പോൾ അറിയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഓടി അകത്തേക്ക് വന്നത്. അയാൾ ഓടി അകത്തേക്ക് വന്നതും സകലരുടെ ശ്രദ്ധ ആ മനുഷ്യനിലേക്ക് പതിഞ്ഞു. അയാൾ ശരിക്കും കിതയ്ക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു കത്തിരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയപ്പെട്ടു. ആസ്റ്റർ ഉടനെ കത്ത് അയാളിൽ നിന്ന് വാങ്ങിച്ചു.
ആ കത്ത് വാങ്ങിച്ച ആസ്റ്റർ ആ കത്ത് ഉറക്കെ വായിച്ചു. റൊണാൾഡ് റീഡ്സ് എന്ന മാർഷൽ ആർട്സ് ഹെഡിനെ ഡസൻ റൈസ് എന്ന യങ് ഗ്രാൻഡ് മാസ്റ്റർ ഒരു ഫൈറ്റിന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. മാർഷൽ ആർട്സ് മേഖലയിലുള്ള എല്ലാവരുടെയും സ്വപ്നമാണ് മാർഷൽ ആർട്സ് ഹെഡായ റൊണാൾഡ് റീഡ്സിനെ ഫൈറ്റിന് വിളിക്കുക എന്നുള്ളത്. അങ്ങനെ ഫൈറ്റിന് വിളിക്കണമെങ്കിൽ അയാൾ മിനിമം ഗ്രാൻഡ് മാസ്റ്ററെങ്കിലും ആകണം. ഇവിടെ അഗസ്റ്റസ് ക്ലൈനുമായി ഏറ്റുമുട്ടി അഗസ്റ്റസ് ക്ലൈനെ വകവരുത്തിയ ഡസൻ റൈസ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നുള്ള കാര്യം സകലരും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ആ ഗ്രാൻഡ് മാസ്റ്റർ ഇപ്പോൾ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ എന്നൊക്കെയാണ് ഇപ്പോൾ ഡസൻ എല്ലാവരും വിളിക്കുക. ആ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ മാർഷൽ ആർട്സ് തലവൻ റൊണാൾഡ് റീഡ്സിനെ തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തു. നേരം വെളുക്കുമ്പോൾ മാർഷൽ ആർട്സ് ഹെഡ് ഓഫീസിന് മുന്നിൽ ജനം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ബലാർമ മേഖലയിൽ ആ രാത്രിയിൽ തന്നെ ആ വാർത്ത അങ്ങ് പടർന്നു. മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സകല ക്ലബ്ബുകളും സകല അസോസിയേഷനുകളും സകല ഗിൽഡുകളും ആ വിവരം അറിഞ്ഞിരിക്കുകയാണ്. മാർഷൽ ആർട്സ് അസോസിയേഷന്റെ തലവൻ റൊണാൾഡ് റീഡ്സിനെ പുതിയ ജീനിയസ് ഡസൻ റൈസ് വെല്ലുവിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഫൈറ്റ് കാണാൻ വേണ്ടി വിവരം അറിഞ്ഞ നിമിഷത്ത് തന്നെ സകലരും അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുകയാണ്. ബലാർമയിലെ ആ 7 പ്രൊവിൻസുകളിൽ നിന്നുമുള്ള ആളുകൾ അവിടേക്ക് കുതിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലസറിൽ നിന്നും സുന്നിൽ നിന്നും വേണ്ട എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബലാർമ മാർഷൽ ആർട്സിന്റെ ആ ഹെഡ് ഓഫീസിൽ അതിവിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന്റെ ഒത്ത നടുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റുകൾ നടക്കുന്ന ആ റിംഗ് ഉള്ളത്. ആ റിങ്ങിന് ഏറ്റവും അടുത്തുള്ള സീറ്റിൽ ഇരിക്കാൻ വേണ്ടി ആളുകൾ അതിരാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പേ അവിടെ വൻ ക്യൂ ആണ്. സമയം രാവിലെ 9 മണിയായപ്പോൾ ആ സ്റ്റേഡിയം ഏതാണ്ട് നിറഞ്ഞു എന്ന് പറയാം. ഇപ്പോ ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത് വളരെ വളരെ സെലക്ട് ചെയ്തിട്ടാണ്. റേഷൻ അനുവദിക്കും പോലെ ഓരോ സ്കൂളിൽ നിന്നും 1 or 2 ആളുകളെ മാത്രമേ അകത്തേക്ക് വിടുന്നുള്ളൂ. ഒരുപാട് മാർഷൽ ആർട്സ് സ്കൂളുകളെ പ്രതിനിധീകരിച്ച് അവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവർ കേട്ടിരിക്കുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. റൊണാൾഡ് റീഡ്സിനെ അങ്ങനെ ഫൈറ്റിൽ അധികം കണ്ടുകിട്ടാറില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് റൊണാൾഡ് റീഡ്സ് മാർഷൽ ആർട്സ് തലവനാകുന്നത്. അന്ന് അയാളോട് തോറ്റ വ്യക്തിയാണ് ഇപ്പോ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്. അതിനുശേഷം അതിശക്തമായ ഒരു മത്സരം കാണാൻ ആളുകൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അഗസ്റ്റസ് ക്ലൈൻ എന്ന ഗ്രാൻഡ് മാസ്റ്ററെ ഡസൻ റൈസ് അവിടെ ആ തടാകത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ കഥ കേട്ട് അതൊരു വലിയ പാട്ടായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡസൻ റൈസ് ആണ് റൊണാൾഡ് റീഡ്സിനെ എതിരെന്ന് കേട്ട നിമിഷത്തിൽ ആളുകൾ അറിയാതെ ആ മിൽസ്ബർഗിലെ മാർഷൽ ആർട്സ് ഓഫീസിലേക്ക് ഓടിയെത്തുകയായിരുന്നു. രാവിലെ 9 മണിക്ക് തന്നെ ഡസൻ റൈസും കോർലിയസും അവിടെ എത്തി. ശരിക്കും വൻ ആൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി അവര് ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ ഗേറ്റിൽ ആളുകളെ കയറ്റി വിടാൻ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ ഒരു പെൺകുട്ടിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ് അവർ കണ്ടത്. ആ പെൺകുട്ടി ശരിക്കും അവളുടെ ആവശ്യം പറയുകയാണ്. അവളും കൂട്ടരും ഒക്കെ ഒരുപാട് ദൂരം നിന്നാണ് അവിടെ എത്തിയത്. അവരെ കയറ്റി വിടുന്നില്ല. ആ സംഭാഷണം സാവധാനം ഒരു അടിപിടിയിലേക്ക് നീങ്ങിയതും ഡസൻ ഇടപെട്ടു. ഡസൻ ആ പെൺകുട്ടിയെ അടിച്ചൊതുക്കാൻ ശ്രമിച്ച ആ സെക്യൂരിറ്റിക്കാരനെ ഒന്ന് കൈകാര്യം ചെയ്തപ്പോൾ ആ പെൺകുട്ടി അവൾക്കൊപ്പം വന്ന ആളുകളൊക്കെ ഡസനൊപ്പം ആ കോമ്പൗണ്ടിനകത്തേക്ക് കയറി. ഡസൻ റൈസും കോർലിയസും ആരാണെന്ന് ആ ടീമിന് മനസ്സിലായിട്ടില്ല. ശരിക്കും ആളുകൾ അകത്തേക്ക് അടക്കുന്നുണ്ട്. ആളുകൾ ഡസൻ റൈസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അന്ന് ആ തടാകത്തിന് മുകളിലുള്ള സ്റ്റേജിനകത്ത് വെച്ച് ഡസൻ അഗസ്റ്റസ് ക്ലൈനെ പരാജയപ്പെടുത്തുമ്പോൾ ആ തടാകത്തിലെ ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് മാത്രമാണ് ഡസൻ റൈസിന്റെ മുഖം ഓർമ്മയുള്ളത്. ദൂരെയുള്ള ആളുകൾക്കൊക്കെ ഒരു പൊട്ടുപോലെ ഡസനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഡസൻ പബ്ലിക് സ്റ്റേജുകളിൽ വരാത്തത് കൊണ്ട് ഡസൻ റൈസിന്റെ മുഖം ആരുടെയും മനസ്സിലില്ല. ഡസനെ അറിയാവുന്ന ആളുകൾ വളരെ വളരെ കുറവായ ഒരു പ്ലേസിലേക്കാണ് ഡസനും കോർലിയസും കൂടി എത്തിയിരിക്കുന്നത്. ഡസനും കോർലിയസിനും ഒപ്പം ആ ഫൈറ്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് കടന്ന കുട്ടിയുടെ പേര് റിയ എന്നാണ്. റിയ ഡസനോട് പറഞ്ഞു, സാർ എന്റെ പേര് റിയ എന്നാണ്, അങ്ങനെ രക്ഷിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങയുടെ പേരെന്താണ്? എന്റെ പേര് ഡസൻ എന്നാണ്. ഇത് കോർലിയസ്. ഓക്കെ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ ടീം മുന്നോട്ട് നടക്കുമ്പോൾ തൊട്ട് മുന്നിലുള്ള ഒരു യുവതി കൂടെയുള്ള ഒരാളോട് സംസാരിക്കുന്നത് ഡസനും കോർലിയസിനും കേൾക്കാം. ആ യുവതി കൂടുതലുള്ള ആളോട് പറയുകയാണ്, ആ യങ് ഗ്രാൻഡ് മാസ്റ്റർ ആള് മിടുക്കനാണ്. അന്ന് അദ്ദേഹം അഗസ്റ്റസ് ക്ലൈനെ നേരിടുമ്പോൾ ഞാൻ ദൂരെ നിന്നേ കണ്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് മുഖം കൃത്യമായിട്ട് വീക്ഷിക്കാൻ പറ്റില്ല. ഇന്ന് എന്തായാലും ആളെ കാണണം, ഏറ്റവും മുന്നിൽ പോയിരിക്കണം. ശരിക്കും ആവേശത്തിലാണ് ആ യുവതി ചെറുപ്പക്കാരനോട് അങ്ങനെ സംസാരിക്കുന്നത്. ആ ചെറുപ്പക്കാരനും അത് കേട്ടപ്പോൾ ആ യുവതിയോട് പറഞ്ഞു, അതെ ഇന്നെങ്കിലും എനിക്ക് നേരിട്ട് കാണണം. ഡസനും കോർലിയസും ഒന്നും മിണ്ടാതെ ആ ആൾക്കൂട്ടത്തിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഇതുപോലുള്ള സംഭാഷണങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. സകലരും ഡസൻ റൈസിനെ കാണാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. അവരങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറിയ സംഘർഷം അവിടെ ഉണ്ടായി. ഈ മാർഷൽ ആർട്സ് ഫൈറ്റ് നടക്കുന്ന ഏത് റിങ്ങിന് സമീപത്തും ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്.
സകലരും യോദ്ധാക്കളാണല്ലോ, ഒന്നും രണ്ടും പറഞ്ഞ് തലുണ്ടാവും. അങ്ങനെ ഡസിനൊപ്പമുള്ള ആ റിയയുടെ ടീമിലെ ഒരു ചെറുപ്പക്കാരനും തൊട്ടു മുന്നിലുള്ള ആ പെൺകുട്ടിയുടെ ടീമിലെ ആളുകൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി. റിയയ്ക്കൊപ്പമുള്ള ക്രിംസൺ എന്ന വ്യക്തി ആള് ലേശം ചൂടാണ്. അയാൾ മുന്നിൽ നടക്കുന്ന ആ പെൺകുട്ടിയുടെ ടീമുമായിട്ടാണ് ഉരസിയത്. അത് പതുക്കെ ഒരു സംഘടനമായി. അതിന്റെ കാരണം ഡസൻ റൈസ് തന്നെയാണ്. റിയയ്ക്കൊപ്പമുള്ള ക്രിംസൺ എന്ന പേരുള്ള ആള് തൊട്ടു മുന്നിൽ നടക്കുന്ന സെലീന കേൾക്കെ ഉറക്കെ പറഞ്ഞു, ഹേയ്, നിങ്ങളാളെ അത്രയങ്ങ് പൂഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് 4-5 വർഷം കിട്ടിയാൽ ഉറപ്പായും ഞാൻ അയാളെക്കാളും ശക്തനാവും. ഞാൻ ഭാവിയിലെ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ഭാവിയിലെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് അയാൾ പറഞ്ഞതും സെലീന ഒന്ന് നിന്നു. സെലീന അയാളെ നോക്കി അയാളോട് ചോദിച്ചു, ഏയ്, എന്താ പറഞ്ഞേ? ഭാവിയിലെ ഗ്രാൻഡ് മാസ്റ്റർ? ഇടോ, നിനക്ക് ഗ്രാൻഡ് മാസ്റ്ററെ കുറിച്ച് പറയാനുള്ള വല്ല അവകാശമുണ്ടോ? നീ ആരെന്ന് കരുതിയിട്ടാ ആ യങ് ഗ്രാൻഡ് മാസ്റ്ററെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്? സെലീന അങ്ങനെ ദേഷ്യപ്പെട്ട് ക്രിംസനോട് അങ്ങനെ സംസാരിച്ചതും റിയ സെലീനോട് പറഞ്ഞു, സിസ്റ്റർ ക്ഷമിക്കണം, ക്രിംസൺ ആള് പാവമാണ്, ഒന്നും ഉദ്ദേശിക്കാതെ അങ്ങനെ പറഞ്ഞതാണ്. റിയ, നീ ഇടയ്ക്ക് കയറാതെ. ഞാൻ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് 4-5 കൊല്ലം കിട്ടിയാൽ ഞാൻ ഉറപ്പായും ആ യങ് ഗ്രാൻഡ് മാസ്റ്ററേക്കാൾ ശക്തനാവും. അയാൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടിയതുകൊണ്ട് അയാളങ്ങ് ശക്തനായതാണ്. ക്രിംസൺ വീണ്ടും അങ്ങനെ പറഞ്ഞതും സെലീനയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. നിന്നോടാ ഞാൻ പറഞ്ഞത് വായടയ്ക്കാൻ. ഒരാള് ശക്തനാകുന്നത് വാ കൊണ്ടല്ല, പ്രവർത്തിച്ചിട്ടാണ്. നിനക്ക് എന്തെങ്കിലും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോ നീ കാണിക്ക്. അങ്ങനെ പറഞ്ഞ് സെലീന അവളുടെ വാള് വലിച്ചൂരിയതും ക്രിംസനും വാള് വലിച്ചൂരി. ശരിക്കും ഒരു സംഘടനം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്രിംസൺ ആവശ്യമില്ലാത്ത ഒരു സംഘടനത്തിന് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ക്രിംസൺ വാള് വലിച്ചൂരിയിട്ട് ഇടത് കാലുകൊണ്ട് സെലീനെ ഒന്ന് ചവിട്ടി. സെലീന പ്രതീക്ഷിക്കാത്ത സമയത്താണ് ക്രിംസൺ അങ്ങനെ ചവിട്ടുന്നത്. ചവിട്ടേറ്റ് സെലീന പുറകോട്ട് തെറിച്ചു വീണു. ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് സെലീനയെ ക്രിംസൺ ഒന്ന് ചവിട്ടിയത്. ക്രിംസൺ പെട്ടെന്ന് ചവിട്ടിയപ്പോ സ്റ്റെപ്പ് തെറ്റി താഴേക്ക് വീഴാൻ പോയ സെലീനയെ യഥാർത്ഥത്തിൽ ഡസൻ ഒന്ന് താങ്ങിയായിരുന്നു. ഡസൻ സെലീന വീണത് താങ്ങി നിർത്തിയതും ഡസനോട് താങ്ക്സ് പറഞ്ഞ സെലീന ഒന്ന് റെഡിയാകുമ്പോൾ ആ രംഗത്തേക്ക് ലിയാം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. സെലീന എന്തു പറ്റി? ലിയാം ഒന്നുമില്ല. അങ്ങനെ ലിയാമിനോട് സെലീന പറഞ്ഞതും ക്രിംസൺ അവിടെ എത്തിയ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഒന്നുമില്ലെന്നോ, അവൾ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ക്രിംസൺ പറഞ്ഞതും ലിയാം ക്രിംസന് നേരെ തിരിഞ്ഞു. നിന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്നു? നിനക്ക് സെലീനോട് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടോ? മിസ്റ്റർ, ഞാൻ ഭാവിയിലെ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കാൻ. ഭാവിയിലെ ഗ്രാൻഡ് മാസ്റ്ററോ? ഞാൻ അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിയാം അയാളുടെ വാള് വലിച്ചൂരി. ലിയാം വാള് വലിച്ചൂരി ആ നിമിഷത്ത് തന്നെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ ആ രംഗത്തിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം ലിയാം അതിശക്തനായ ഫൈറ്റർ ആണെന്ന് അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. എല്ലാവരും കൗതുകത്തോടെ ആ രംഗം വീക്ഷിക്കുമ്പോൾ ക്രിംസൺ അയാളുടെ വാളും വലിച്ചൂരി. ക്രിംസൺ ലിയാമുമായി ഫൈറ്റിന് ഇറങ്ങിയാണെന്ന് മനസ്സിലായതും റിയ ഓടി ക്രിംസന്റെ മുന്നിൽ വന്നു. സോറി ബ്രദർ, ക്ഷമിക്കണം. അങ്ങനെ ലിയാമിനോട് റിയ പറഞ്ഞ നിമിഷത്തിൽ ലിയാമിന്റെ കയ്യിലെ വാള് ചലിച്ചു കഴിഞ്ഞിരുന്നു. ശരിക്കും ആകാശത്തേക്ക് ചാടി ഉയർന്ന് ലിയാം വാള് കൊണ്ട് ക്രിംസനെ ആഞ്ഞു വെട്ടുമ്പോഴാണ് റിയ ക്രിംസന്റെ മുന്നിലേക്ക് വന്നത്. അവൾ അവളുടെ ശരീരം ഉപയോഗിച്ച് ക്രിംസനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ക്രിംസൺ വാ കൊണ്ട് മാത്രം ഫൈറ്റ് ചെയ്യുന്ന ആളാണെന്നുള്ള കാര്യം റിയയ്ക്ക് നന്നായിട്ട് അറിയാം. ലിയാം പക്ഷേ ക്രിംസനെ ആഞ്ഞു വെട്ടപ്പോ റിയ മുന്നിൽ കയറുമെന്ന് കരുതിയിരുന്നില്ല. അയാളുടെ വാള് ശക്തമായി ക്രിംസന്റെ നേരെ പാഞ്ഞു വരുന്നതും സെലീനയും കൂടെയുള്ള ആളുകളൊക്കെ ഞെട്ടിപ്പോവുകയാണ്. അവർക്കാർക്കും ആ സംസാരിച്ചുകൊണ്ട് വരുന്ന റിയ എന്ന പെൺകുട്ടിയോട് ഒരു തരത്തിലുള്ള വിരോധവും ഉള്ളതല്ല. സെലീനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ വാള് പാഞ്ഞ് റിയയുടെ നേരെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ആ നിമിഷത്തിൽ പെട്ടെന്ന് ലിയാമിന്റെ ആ വാള് ലിയാമിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു. തന്റെ കയ്യിൽ നിന്ന് വാള് തെറിച്ചപ്പോൾ ലിയാം ഒന്ന് ഞെട്ടി. ആരോ അയാളുടെ വാളിലേക്ക് എന്തോ എറിഞ്ഞത് കൊണ്ടാണ് അയാളുടെ വാള് തെറിച്ചത്. തെറിച്ചു വീണ വാളിനടുത്തേക്ക് ഓടിയെത്തിയ ലിയാം അയാളുടെ വാള് തെറിപ്പിച്ച ആ സാധനം കണ്ടു. ഒരു ചെറിയ സൂചിയാണ് അയാളുടെ വാള് തെറിപ്പിച്ചിരിക്കുന്നത്. അത് കണ്ടതും വാള് കയ്യിലെടുത്ത ലിയാം ഉറക്കെ ചോദിച്ചു, ആരാ എന്നെ പതിരുന്ന് ആക്രമിച്ചത്? നിന്നെ ഞാൻ പതിരുന്ന് ആക്രമിച്ചൊന്നുമല്ല. ആ പെൺകുട്ടിയെ നീ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തിയത്. അങ്ങനെ ഡസൻ റൈസ് പറഞ്ഞപ്പോ റിയയ്ക്കും സെലീനയ്ക്കും ഒക്കെ ശരിക്കും ഒരു സന്തോഷമായി. പക്ഷെ ലിയാമിന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ലിയാം ഡസനോട് പറഞ്ഞു, നീ ആരാ എന്റെ ബിസിനസ്സിൽ ഇടപെടാൻ? അങ്ങനെ ഡസൻ റൈസിനോട് ലിയാം പറഞ്ഞതും ഡസൻ അവനോട് പറഞ്ഞു, ഞാൻ ആരെന്ന് ഈ ശൈലിയിൽ ചോദിക്കാൻ നിന്റെ ഗുരു ഉണ്ടല്ലോ,
ആ ഗ്രഹാം തോർപ്പ് അയാൾ പോലും തയ്യാറായില്ല. പിന്നെയല്ലേ നീ. ഗ്രാൻഡ് മാസ്റ്റർ ഗ്രഹാം തോർപ്പിനെ കുറിച്ച് ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞതും ലിയാമും അയാൾക്കൊപ്പമുള്ള ടീമും ശരിക്കും അമ്പരന്ന് പോവുകയാണ്. അവർക്ക് ശരിക്കും ദേഷ്യം വന്നു. ഏയ്, ഞങ്ങളുടെ മാസ്റ്ററെ കുറിച്ച് നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിന്റെ മാസ്റ്റർ ഗ്രഹാം തോർപ്പ് പോലും എന്നോട് ഇങ്ങനെ സംസാരിക്കില്ല. അങ്ങനെ ഡസൻ വീണ്ടും പറഞ്ഞതും ലിയം ദേഷ്യത്തോടെ ഡസനോട് പറഞ്ഞു, ഏയ്, നീ അതിര് കിടക്കുകയാണ്. നീ എന്റെ മാസ്റ്ററെ കുറിച്ചാണ് മോശമായി സംസാരിച്ചത്. അങ്ങനെ ലിയം ഉറക്കെ പറഞ്ഞതും കുറച്ച് പുറകെ ആ ശബ്ദം കേട്ടു. ലിയം, ആരാ എന്നെ കുറിച്ച് സംസാരിക്കുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരികയാണ്. ലിയാമും ഡസൻ റൈസും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന അതേപോലെ ഇതേ ശൈലിയുള്ള സംഘടനകൾ ആ ഗ്രൗണ്ടിന് ചുറ്റും പല ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം പല ഭാഗത്തുമായിട്ട് ചിതറി നിൽക്കുകയാണ്. എല്ലായിടത്തും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഘടനകളും അടിപിടിയൊക്കെ നടക്കുമ്പോഴാണ് ഗ്രഹാം തോർപ്പ് ലിയാം നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നത്. മാസ്റ്റർ, അങ്ങ് എത്തിയോ? മാസ്റ്റർ, അങ്ങയെ കുറിച്ച് വളരെ മോശമായിട്ടായി ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. ആരായാൾ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഗ്രഹാം തോർപ്പ് തിരിഞ്ഞതും അയാൾ കൃത്യമായി ഡസൻ റൈസിനെ കണ്ടു. ഡസൻ റൈസിനെ കണ്ട ആ നിമിഷത്തിൽ ഗ്രഹാം തോർപ്പ് ഒന്ന് വിറച്ചു. ശരിക്കും ഗ്രഹാം തോർപ്പ് വിറയ്ക്കുന്നത് സെലീനയും കണ്ടു. സെലീന ശരിക്കും അമ്പരപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ലിയാമും അയാളുടെ സെക്ഷനും അതിശക്തമായ ഒരു മാർഷൽ ആർട്സ് സെക്ഷനാണ്. ആ സെക്ഷന്റെ തലപ്പത്തുള്ള ആളാണ് ഗ്രഹാം തോർപ്പ്. അയാളൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ആ ഗ്രാൻഡ് മാസ്റ്ററാണ് ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഒന്ന് വിറച്ചത്. എന്താണ് സംഭവിക്കുന്നതെന്ന് സെലീനയ്ക്ക് ഒരു പിടിയില്ല. സെലീന അമ്പരപ്പോടെ ഡസനെയും ഗ്രഹാം തോർപ്പിനെയും നോക്കിയതും ഗ്രഹാം തോർപ്പ് തിരിഞ്ഞൊരൊറ്റ ഓട്ടം. ഗ്രഹാം തറ തൊടാതെ ഓടുകയാണ്. മാസ്റ്റർ, മാസ്റ്റർ എങ്ങോട്ടാ പോകുന്നേ? ഏയ്, എനിക്ക് വീട്ടിൽ പോയിട്ട് ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗ്രഹാം ഓടിയത്. ലിയാമിന് എന്താണ് സംഭവിക്കുന്ന ഒരു പിടിയില്ല. ലിയാം മാത്രമല്ല, അയാളുടെ കൂടെയുള്ള ആളുകളും ശരിക്കും അമ്പരന്ന് പോയെന്ന് പറയാം. അയാളുടെ മാസ്റ്റർ ഗ്രഹാം തോർപ്പ് ഒരു സംഭവമാണ്. ആ ഗ്രാൻഡ് മാസ്റ്റർ ഇതാ വീട്ടിലെന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞ് അതിവേഗം ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന ഗ്രഹാം തോർപ്പിന്റെ മനസ്സിൽ ആ രംഗം ഇപ്പോഴും ഓർമ്മയുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് വെച്ച് അയാളും അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഗ്രാൻഡ് മാസ്റ്റർ തിയോഡോർ ക്രെയിനും അതുപോലെ ഓസ്ലോണും റൊണാൾഡോ റീഡ്സും ഒക്കെ ഡസൻ റൈസിന്റെ ആ കറുത്ത പ്രകാശം മോഹിപ്പിക്കുന്ന വാളിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടിയ ഓട്ടം അയാൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓസ്ലോണിന്റെ കണ്ണുകളാണ് ആ വാളിന്റെ ആക്രമണത്തിൽ നഷ്ടമായത്. തിയോഡോറിന്റെ ഒരു കൈയും. ഗ്രഹാം തോർപ്പിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ പരിക്കുകളിൽ നിന്ന് അയാൾ ജസ്റ്റ് ഒന്ന് മോചിപ്പിക്കപ്പെട്ടതേ ഉള്ളൂ. അപ്പോഴാണ് വീണ്ടും അയാൾ ഡസൻ റൈസിനെ മുന്നിൽ കാണുന്നത്. ഗ്രഹാം തോർപ്പിന്റെ ആ ഓട്ടം ലിയാമിനെയും അയാളുടെ ഗ്യാങ്ങിനെയും മാത്രമല്ല, സെലീനെയും സെലീനയുടെ ഗ്യാങ്ങിനെയും അതുപോലെ ഇപ്പുറത്ത് റിയയുടെ ഗ്യാങ്ങിനെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇവർ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ഗ്യാങ്ങുകൾ അവിടെ ഉണ്ട്. എല്ലാ മാർഷൽ സ്കൂളിലെ ആളുകളും വന്നിരിക്കുകയാണല്ലോ. ഗ്രഹാം തോർപ്പിനെ പലർക്കും അറിയാം. അദ്ദേഹം ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ അറിയും. ഗ്രഹാം തോർപ്പിന്റെ ഓട്ടം കണ്ടപ്പോ ഡസൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ഡസ്റ്റിൻ കോൺലിയസിനോട് പറഞ്ഞു, ഇവൻ നല്ല ഓട്ടക്കാരനാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഗ്രഹാം തോർപ്പിനിട്ട് ഒന്ന് പൊട്ടിക്കാമെന്ന് ഡസ്റ്റിൻ കരുതിയപ്പോഴാണ് അവൻ ഓടി രക്ഷപ്പെട്ടത്. എന്തായാലും ഡസൻ റൈസും കോൺലിയസും അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അനുയോജ്യമായ ഒരു സീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് റിയയ്ക്കൊപ്പമുള്ള ടീമും അതുപോലെ ലിയാമും ഒക്കെ നടക്കുന്നത്. വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന ഫൈറ്റ് ആയതുകൊണ്ട് സകല മേഖലയിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ പരമാവധി അടുത്തുള്ള സീറ്റ് പിടിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഇതിനിടയിലാണ് ടീമുകൾ തമ്മിൽ ഉരസലുണ്ടാകുന്നതും തല്ലുണ്ടാകുന്നതും ഒക്കെ. ഡസൻ റൈസും കോൺലിയസും ആ ടീമുകളും മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് പുറയുന്നൊരു വിളി, ഏയ് നിക്കവിടെ! ശബ്ദം കേട്ട് ഡസൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രായമുള്ള ആളും 4 അതിശക്തരായ യോദ്ധാക്കളും ഡസനടുത്തേക്ക് ഓടി വന്നു. ആ 4 യോദ്ധാക്കൾക്കൊപ്പം വേറെ ആളുകളുണ്ട്. വന്ന ആള് ഡസനോട് പറഞ്ഞു, ഏയ് നീ ഒരു ക്രിമിനലാണ്. ഞാൻ ക്രിമിനലാണെന്നോ? താങ്കൾ എന്താ പറയുന്നത്? ഇടാ, നീ എന്റെ മോനെ കൊന്നില്ലേ? നിങ്ങളുടെ മോനെ ഞാൻ കൊന്നു. എപ്പോ? ആരാ നിങ്ങളുടെ മകൻ? എന്റെ മകനാണ് എബിൻ റീഡ്സ്. നീ അവനെ അറിയും. തണ്ടർസ്റ്റോം എന്ന ആളുകൾ വിളിക്കുക. ഓഹോ, അയാളുടെ അച്ഛനാണല്ലേ നിങ്ങള്? എന്താ നിങ്ങളുടെ പേര്? ഞാൻ ആഷർ റീഡ്സ്. ആഷർ റീഡ്സിന്റെ മകൻ എബിൻ റീഡ്സിനെ ഡസൻ റൈസ് തല്ലിക്കൊന്നു എന്നുള്ള കഥ ആ ചെറിയ ടീമിനിടയിലേക്ക് പെട്ടെന്ന് വരികയാണ്. ആഷർ റീഡ്സിനെ അറിയാവുന്ന ആളുകളൊക്കെ ആ ടീമിലുണ്ട്. ആഷർ റീഡ്സ് റൊണാൾഡ് റീഡ്സിന്റെ സഹോദരനാണ്. ആ ഓർമ്മ മനസ്സിലേക്ക് വന്ന ലിയാമും സെലീനയൊക്കെ ലേശം അമ്പരപ്പോടെ ആഷർ റീഡ്സിനെയും ഡസ്റ്റിനെയും ഒന്ന് മാറി മാറി നോക്കുന്നത് ഈ നിമിഷത്തിലാണ്. ആഷർ റീഡ്സിന്റെ മകനെ തല്ലിക്കൊല്ലത്തക്ക ശക്തി ഈ ഡസൻ റൈസിനുണ്ടോ? അങ്ങനെ ഒരു ചിന്ത സെലീനയുടെ മനസ്സിലേക്ക് വന്നതും ആഷർ അയാൾക്ക് ഒപ്പമുള്ള ആ 4 പേരോടായി പറഞ്ഞു, ഏയ് ഇവനെ ഇനി
ജീവിക്കാൻ അനുവദിക്കണ്ട, ഇവനെ അങ്ങ് പിടിച്ചു കേട്ടു. ആഷർ റീഡ്സിന്റെ ആ വാക്കുകൾ കേട്ടതും ആ നാലംഗ ടീം പെട്ടെന്ന് ഡസ്റ്റിനെ അങ്ങ് വളഞ്ഞു. നാലുപേരും ഡസ്റ്റിനെ അങ്ങനെ വളഞ്ഞു നിൽക്കുന്ന കണ്ടതും ഡസ്റ്റിൻ ആഷർ റീഡ്സിനോട് ചോദിച്ചു, ഏയ് ഇതാണോ നിങ്ങളുടെ ഈ മാർഷൽ അലയൻസിന്റെ നിയമം? ഞാൻ ഈ മാർഷൽ അലയൻസിന്റെ ലീഡർ റൊണാൾഡ് റീഡ്സിനെ ചലഞ്ച് ചെയ്ത ആളാണ്. ആ ചലഞ്ച് അയാൾ ഏറ്റെടുത്തതുമാണ്. എന്നിട്ടിപ്പോ റിങ്ങിലേക്ക് നടക്കാൻ എന്നെ അനുവദിക്കാതെ വഴിക്ക് വെച്ച് തടയാൻ ശ്രമിക്കണം. ഇതെന്ത് നിയമം? ഡസൻ റൈസിന്റെ ആ വാക്കുകൾ കേട്ട് ആഷർ റീഡ്സിന്റെ മുഖത്ത് ശരിക്കും ദേഷ്യം ഇരച്ചു കയറിയാണെങ്കിലും ആ വാക്കുകൾ ലിയാമിലും സെലീനയിലും റിയയിലും അവർക്കൊപ്പമുള്ള മറ്റു ടീമംഗങ്ങളിലും വല്ലാത്തൊരു അമ്പരപ്പം ഉണ്ടാക്കിയത്. ഡസൻ പറഞ്ഞ വാചകത്തിലെ പ്രധാന ഭാഗം അയാളാണ് ചലഞ്ചർ എന്നാണ്. ഡസൻ കേൾക്കെ തന്നെ സെലീന നേരത്തെ പറഞ്ഞതാണ്. അഗസ്റ്റസ് ക്ലെയിനെ ആ ഫൈറ്റിൽ കൊലപ്പെടുത്തിയ പുതിയ യങ് ഗ്രാൻഡ് മാസ്റ്റർ ബെലാർമയെയും ഗ്ലൻസ്റ്റണും തമ്മിലുള്ള ആ ഫൈറ്റിൽ ബെലാർമയുടെ അഭിമാനം സംരക്ഷിച്ച ആ യങ് ഗ്രാൻഡ് മാസ്റ്റർ അവർക്കൊക്കെ വല്ലാത്തൊരു അഭിമാനം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഈ മത്സരം കാണാൻ അവരൊക്കെ എത്തിയെന്നൊക്കെ പറഞ്ഞപ്പോ സെലീന തൊട്ടടുത്ത് നിൽക്കായിരുന്ന ഡസ്റ്റിനെ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ അടുത്ത് നിൽക്കായിരുന്ന ഡസ്റ്റിനാണ് യഥാർത്ഥത്തിൽ അവളുടെ സ്വപ്നത്തില് നായകനെന്ന് കേട്ടപ്പോ സെലീന ശരിക്കും അമ്പരന്ന് വാവൊളിച്ചു നിൽക്കുകയാണ്. അതേ അമ്പരപ്പ് ലിയാമിനുമുണ്ട്, ക്രിംസണുമുണ്ട്. ക്രിംസൺ ഡസ്റ്റിനുമായിട്ടൊന്ന് ഉരസി നോക്കിയ ആളാണ്. അഗസ്റ്റസ് ക്ലെയിനെ പരാജയപ്പെടുത്തിയ ബെലാർമയിലെ ആ പുതിയ ഗ്രാൻഡ് മാസ്റ്ററെ കുറിച്ച് അത്ര നല്ലതല്ലാതെ സംസാരിച്ചത്. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ക്രിംസൺ ലേശം ഒന്ന് വിറച്ചു തുടങ്ങി. അതേ ശൈലി തന്നെയാണ് ബാക്കിയുള്ള ആളുകൾ. ആ ടീമിന്റെ ചിന്തകൾ പല ശൈലിയിൽ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് അമ്പരപ്പോടെ ഡസ്റ്റിനെ നോക്കുന്ന സമയത്ത് ആഷർ റീഡ്സ് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഇവിടെ നിയമം തീരുമാനിക്കുന്നത് നീയല്ല, ഈ മാർഷൽ അലയൻസിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ കൂടി ചേർന്നിട്ടാണ്. ആഷർ അങ്ങനെ പറഞ്ഞതും പല ഭാഗത്തു നിന്നും ഉറക്കെ ശബ്ദമുയർന്നു. ആദ്യം ശബ്ദമുയർത്തിയത് സെലീന തന്നെയാണ്. സെലീന ഉറക്കെ ആഷറോട് പറഞ്ഞു, മിസ്റ്റർ ആഷർ, നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് ഡസൻ റൈസും റൊണാൾഡ് റീഡ്സും തമ്മിലുള്ള ഫൈറ്റാണ്. നിങ്ങൾ അത് അനുവദിക്കാതെ, ഡസ്റ്റിനെ റിങ്ങിലേക്ക് കയറ്റാൻ സമ്മതിക്കാതെ ഈ കാണിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവത്തില്ല. ഞങ്ങൾക്കത് അനുവദിക്കാനാവില്ല. വളരെ ഉറക്കെ ഒരു യുവതി ആ ശൈലിയിൽ സംസാരിച്ചതും പെട്ടെന്ന് എല്ലാവരുടെ ശ്രദ്ധ ആ ശബ്ദത്തിലേക്ക് വരികയാണ്. റിങ്ങിന് ചുറ്റുമുള്ള ആളുകൾ ഇപ്പോഴാണ് ആ സംഭവം നടക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നത്. അവർ പലരും ആ ഭാഗത്ത് നോക്കുമ്പോൾ 4 ശക്തരായ ആളുകൾ ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. ആ ചെറുപ്പക്കാരനെ ചൂണ്ടി ലിയാം ഉറക്കെ പറഞ്ഞു, മിസ്റ്റർ ആഷർ, ഈ ഫൈറ്റിന്റെ ഫലം അത് എന്തു തന്നെ ആയാലും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷേ ഫൈറ്റ് നടക്കേണ്ടത് ഈ ഡസൻ റൈസും റൊണാൾഡ് റീഡ്സും തമ്മിലാണ്. അതിനെ തടയാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. ലിയാങ്ങിന്റെ ആ ഡയലോഗ് കേട്ട നിമിഷത്തിൽ കാണികൾക്കൊക്കെ കഥ മനസ്സിലായി. അന്ന് അവരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഫൈറ്റിലെ നായകനായ കഥാപാത്രം ഡസൻ റൈസിനെയാണ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ലിയാങ്ങിന്റെ ആ വാചകത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയ പലരും ഉറക്കെ അവരുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറഞ്ഞു. റിയാണ് അടുത്തത് പറഞ്ഞത്, മിസ്റ്റർ ആഷർ, നിങ്ങൾ നിയമങ്ങൾ തെറ്റിക്കരുത്. മാർഷൽ ആർട്സിന് നിയമങ്ങളുണ്ട്. ഞങ്ങളൊക്കെ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട വിവിധ അസോസിയേഷന്റെ ഭാഗമായ ആളുകളാണ്. നിങ്ങൾ ഈ നിയമം തെറ്റിച്ചാൽ അതെങ്ങനെ ശരിയാകും? അങ്ങനെ റിയ പറയുമ്പോഴും റിയയ്ക്ക് ഒരു ഭയമുണ്ട്. അവളെ യഥാർത്ഥത്തിൽ രക്ഷിച്ച് അവിടെ വരെ എത്തിച്ചത് ഡസൻ റൈസാണ്. ആ ഡസൻ റൈസിന് റൊണാൾഡ് റീഡ്സിനെ പോലെ ഒരാളെ നേരിടാനുള്ള കരുത്തുണ്ടോ എന്ന് അവൾക്കൊരു സംശയമുണ്ട്. ഈ ഫൈറ്റ് നടക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ധാരണയും റിയയ്ക്കുണ്ട്. പക്ഷേ ആ നിമിഷത്തിലും ഫൈറ്റ് നടത്താൻ മാർഷൽ അലയൻസ് തയ്യാറാകണം എന്നുള്ള ഉറച്ച അഭിപ്രായം റിയയ്ക്ക് ഉള്ളത് കൊണ്ടാണ് റിയയും അത് പറഞ്ഞത്. ഒരു പോയിന്റിൽ നിന്ന് ഒത്തിരി ആളുകൾ ആഷറോട് അങ്ങനെ പറഞ്ഞതും മറ്റുള്ള ആളുകളും അതേ അഭിപ്രായം ഉറക്കെ വിളിച്ചു പറഞ്ഞു തുടങ്ങി. മിസ്റ്റർ ആഷർ, നിങ്ങൾ കാണിക്കാൻ പോകുന്നത് തെറ്റാണ്. അങ്ങനെ പല ഭാഗത്തും അഭിപ്രായം വന്നത് മാർഷൽ അലയൻസിന്റെ വൈസ് പ്രസിഡന്റ് റീഡ് ട്രസ്വർത്ത് അങ്ങോട്ട് വന്നു. റീഡിനെ കണ്ടപ്പോ ആഷർ ഒന്ന് പതുങ്ങി. അയാൾക്ക് റീഡിനെ ലേശ പേടിയുണ്ട്. റീഡ് ട്രസ്വർത്ത് രംഗത്ത് വന്നതും റീഡ് ഡസ്റ്റിനെ അങ്ങ് വണങ്ങി. ശരിക്കും തലകുനിച്ചാണ് റീഡ് ഡസ്റ്റിനെ വണങ്ങിയത്. മിസ്റ്റർ ഡസൻ റൈസ്, താങ്കൾക്ക് മാർഷൽ അലയൻസിലേക്ക് സ്വാഗതം. ഏയ് റീഡ്, നിങ്ങൾ എന്തിനാ അയാളുടെ മുന്നിൽ തലകുനിക്കുന്നത്? അയാളൊരു ക്രിമിനലാണ്. മിസ്റ്റർ ആഷർ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ ഇത് ഒരു വെന്യൂ ആക്കരുത്. നിങ്ങൾക്ക് എന്റെ ഈ തീരുമാനത്തിൽ തെറ്റ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചലഞ്ച് ചെയ്യാം. ഇന്ന് പക്ഷേ ചലഞ്ച് നടക്കേണ്ടത് നമ്മുടെ മാർഷൽ ആർട്സിന്റെ ഹെഡ് റൊണാൾഡ് റീഡ്സും മിസ്റ്റർ ഡസൻ റൈസും തമ്മിലാണ്. അവർ തമ്മിൽ റിങ്ങിൽ മത്സരിക്കട്ടെ. റീഡ് ട്രസ്വർത്ത് അയാളുടെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുകയാണ്. വളരെ വളരെ വ്യക്തമാണ് റീഡിന്റെ അഭിപ്രായം. റീഡ് പറഞ്ഞ അഭിപ്രായത്തോട് എതിരഭിപ്രായം ആഷർക്ക് ഉണ്ടെങ്കിൽ ആഷറിന് റീഡിനെ ചലഞ്ച് ചെയ്യാം. റീഡിനെ ചലഞ്ച് ചെയ്യാമെന്ന് റീഡ് പറഞ്ഞപ്പോ ആഷർ ശരിക്കും ഒന്ന് വരണ്ടു. റൊണാൾഡ് റീഡ്സും
ഈ റീഡ് ട്രസ്വർത്ത് തമ്മിലായിരുന്നു മാർഷൽ ആർട്സ് തലവനാകാനുള്ള മത്സരം. ഫൈറ്റിൽ റീഡ് ട്രസ്വർത്തിനെ റൊണാൾഡ് തോൽപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ആ സമയത്ത് റൊണാൾഡ് റീഡ്സ് തമ്മിൽ ശക്തിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും റൊണാൾഡാണ് ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞ റൊണാൾഡ് പക്ഷേ ആളങ്ങ് മാറി. ഒരുപാട് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ റൊണാൾഡ് വൻതോതിൽ വളരുകയായിരുന്നു. ആ വളർച്ച സ്വാഭാവികമായിട്ടും ആഷർക്ക് ഒരു തണലായി. റൊണാൾഡ് ആഷയുടെ അനുജനാണ്. അതുകൊണ്ട് തന്നെ ആഷറെ ആരും ചോദ്യം ചെയ്യത്തില്ല. ആ ഒരു ധൈര്യത്തിലാണ് ആഷർ ഇപ്പൊ ഇടപെട്ടത്. പക്ഷേ അപ്പോഴും റീഡ് ട്രസ്വർത്ത് എന്ന വ്യക്തി ഒരു മുള്ളുപോലെ ആഷയുടെ മുന്നിൽ നിൽക്കുകയാണ്. ആഷറിന് റീഡിനെ മറികടക്കാൻ പറ്റില്ല. അധികാരത്തിലും ശക്തിയിലും റീഡ് ട്രസ്വർത്ത് ആഷറിന്റെ മുകളിൽ തന്നെയാണ്. റീഡ് ട്രസ്വർത്ത് അയാളുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയോടുകൂടി ആളുകൾ രണ്ട് ഭാഗത്തേക്കായി വഴിമാറി. ഡസൻ റൈസ് മുന്നോട്ട് നടന്നു തുടങ്ങി. ഡസിനൊപ്പം എത്തിയ റീഡ് ഡസിനോട് പറഞ്ഞു, ഞാനേ ഡസിന് വേണ്ടി അവരെങ്ങ് ഒഴിവാക്കിയത്. ഹേയ്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവന്മാർക്കിട്ട് ഞാനത് കൊടുക്കാന്ന് വിചാരിച്ചപ്പോഴാണ് നിങ്ങൾ ഇടപെട്ടത്. ഡസിനെ വളഞ്ഞു നിന്ന ആ 4 പേരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിരുന്നു. ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ തനിക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഡസൻ പറഞ്ഞപ്പോ റീഡിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. അയാൾ സ്വപ്നം കണ്ടിരുന്ന ആ ദിവസം ഇതാ ആഗതമാകുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോൾ ഹിൽ ആ മാർഷൽ ആർട്സിന്റെ തലവന്റെ സ്ഥാനത്ത് നിന്ന് മാറി പുതിയ തലവനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച സമയത്ത് റൊണാൾഡ് റീഡ്സും അതുപോലെ റീഡ് ട്രസ്വർത്തും മത്സരാർത്ഥികളായിരുന്നു. വേറെ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ തോൽപ്പിച്ച് റീഡും റൊണാൾഡുമാണ് ഫൈനലിൽ എത്തിയത്. റീഡിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് റൊണാൾഡ് അന്ന് വിജയിച്ചപ്പോൾ റീഡിന്റെ ഒരുപാട് സ്വപ്നങ്ങളാണ് തലി ഉടയ്ക്കപ്പെട്ടത്. അന്ന് മുതൽ റീഡ് ട്രസ്വർത്ത് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം റൊണാൾഡ് റീഡ്സിനെ ഒരു കുഞ്ഞും വെല്ലുവിളിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ ഒരു ദിവസം വരും. ആ ഒരു പ്രതീക്ഷയിൽ റീഡ് കാത്തിരിക്കുമ്പോഴാണ് ഡസൻ റൈസ് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡസനെ എന്ത് വില കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ റീഡ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. റീഡ് ട്രസ്വർത്തിനൊപ്പമാണ് ഡസൻ റൈസ് റിംഗിലേക്ക് എത്തിയത്. ഡസിനെ റിംഗിൽ കണ്ടതും ജനം ഇങ്ങനെ ആർത്തു വിളിക്കുകയാണ്. ആൾക്കാർക്ക് അന്ന് ഉണ്ടാകാൻ പോകുന്ന ഫൈറ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. മാർഷൽ ആർട്സിന്റെ തലവൻ അനിശ്ചിതനായ റൊണാൾഡ് റീഡ്സ് ആയിരിക്കും ആ ഫൈറ്റിൽ വിജയിക്കുക. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. റൊണാൾഡ് റീഡ്സ് ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. റൊണാൾഡ് റീഡ്സിനെ തോൽപ്പിക്കാൻ ബെലാർമയിൽ ഒരു കുഞ്ഞിനും പറ്റില്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ഡസൻ റൈസിനെ കണ്ടപ്പോ അവർ ആർത്ത് വിളിച്ചത് 10 വർഷങ്ങൾക്ക് ശേഷം മാർഷൽ ആർട്സ് തലവനെ വെല്ലുവിളിക്കുന്ന ഒരാളെ അവർ കണ്ടതുകൊണ്ടാണ്. ആ ആള് ബെലാർമ കണ്ട ഏറ്റവും ചെറുപ്പക്കാരനായ ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആവേശം ഇരട്ടിക്കും. 4-5 വർഷം കഴിഞ്ഞാൽ ഈ ഡസൻ റൈസ് റൊണാൾഡിനെ തോൽപ്പിക്കുമെന്ന് വരെ ആളുകൾ വിശ്വസിക്കുകയാണ്. ആളുകൾ ആ ശൈലിയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഡസൻ തോക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, അടുത്ത 5 കൊല്ലം അല്ലെങ്കിൽ മാക്സിമം 10 കൊല്ലം അതിനിടയിൽ ഡസൻ റൊണാൾഡിനെ മറത്തി അടിച്ചിരിക്കും. ആളുകൾ അത് പറഞ്ഞ് ബെറ്റൊക്കെ വെക്കുകയാണ്. ഈ സമയത്താണ് ഒഫീഷ്യൽ ഡ്രസ് അണിഞ്ഞ ഒരു ടീം റിംഗിലേക്ക് വന്നത്. അതിന് ഏറ്റവും മുന്നിൽ വന്ന ആളെ കണ്ടതും റീഡ് ട്രസ്വർത്ത് ശരിക്കും അതിശയത്തോടെ അയാൾ സംസാരിക്കുകയാണ്. ഹലോ സർ ഡെറിക്, അങ്ങനത്തെ എവിടെ എത്തി? ഏയ് റീഡ് കണ്ടിട്ട് ഒരുപാട് നാളായി. എറിക് റീഡ് ട്രസ്വർത്ത് ശരിക്കും അതിശയപ്പെട്ട് നിൽക്കുകയാണ്. വന്നിരിക്കുന്നത് സാക്ഷാൽ ഡെറിക് മാൽക്കമാണ്. ഡെറിക് മാൽക്കവും അയാളുടെ ഒപ്പമുള്ള ടീമുകളും മാർഷൽ ലാ ബോർഡിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. അവരെത്തിയിരിക്കുന്നത് സ്റ്റോണിൽ നിന്നാണ്. രാജ്യത്തുള്ള മുഴുവൻ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും മാർഷൽ ലാ ബോർഡിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. എത്ര ശക്തനായ മാർഷൽ ആർട്ടിസ്റ്റും മാർഷൽ ലാ ബോർഡിന് മുന്നിൽ വെറും ആട്ടിൻകുട്ടിയാവും. അക്കാര്യം അറിയാവുന്നതുകൊണ്ടാണ് എറിക് റീഡ് ട്രസ്വർത്ത് ഡെറിക് മാൽക്കത്തിനെ കണ്ടപ്പോൾ ശരിക്കും ബഹുമാനപൂർവ്വം അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തി തുടങ്ങിയത്. എറിക് റീഡ് ട്രസ്വർത്തിനോട് സംസാരിച്ച ശേഷം ഡെറിക് മാൽക്കം ഡസിനെ തിരിഞ്ഞു. ഡസൻ, അഭിനന്ദനങ്ങൾ. താങ്ക് യു ഡെറിക് മാൽക്കം. ഡസനെ കാണാൻ എന്നെ ഇവിടെ വന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. സർ അങ്ങ് പറഞ്ഞോളൂ. ഡസനെ ഞാൻ മാർഷൽ ലാ ബോർഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. രാജ്യത്തിലെ മുഴുവൻ മാർഷൽ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്ന മാർഷൽ ലാ ബോർഡിന്റെ ബോർഡ് മെമ്പറായി ഡസൻ റൈസിനെ ഇൻവൈറ്റ് ചെയ്യുന്നുവെന്ന് ഡെറിക് മാൽക്കം പറഞ്ഞതും ആ കാര്യം കേട്ട കാണികളുടെ ഇടയിൽ നിന്ന് വലിയൊരു ഓളം ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു ആരവധന ഉണ്ടാവുകയാണ്. 25-26 വയസ്സ് മാത്രം പ്രായമുള്ള ഡസൻ റൈസിനെ ഡെറിക് മാൽക്കം ഉൾപ്പെടെയുള്ള ടീമിലേക്ക് ഇതാ അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. ആളുകളുടെ ആവേശം ശരിക്കും അണപൊട്ടുകയാണ്. സകലരും ഡസൻ കെ ജയ് എന്ന് വിളിക്കുമ്പോൾ ഡസൻ റൈസ് ഡെറിക്കിനോട് പറഞ്ഞു, സാർ താങ്കളുടെ നല്ല മനസ്സിന് നന്ദി, പക്ഷേ എനിക്ക് താല്പര്യമില്ല. ഹേയ് ഡസൻ, അതെന്താ അങ്ങനെ പറയുന്നത്? സാർ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേറെയും ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഡസൻ റൈസിനെ ഒരുപാട് ക്ലബ്ബുകൾ, ഒരുപാട് അസോസിയേഷനുകൾ, സ്റ്റോൺറേ വാലിയിലെ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അവരുടെ സംഭവത്തിന്റെ ഭാഗമാകാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡസൻ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ്.
ആരോടെങ്കിലും കമ്മിറ്റഡ് ആയി പോയാൽ ഡസ്റ്റിന് അയാളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഡസ്റ്റിന്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. ഡസ്റ്റിന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇടത്താവളങ്ങൾ മാത്രമാണ് ഡസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കോമ്പറ്റീഷനുകളും ഈ ഫൈറ്റുകളും ഈ സ്ഥാപനങ്ങളും ഒക്കെ. അതിലെന്തെങ്കിലും കമ്മിറ്റഡ് ആവാൻ ഡസ്റ്റിന് പറ്റില്ല. അതുകൊണ്ടാണ് ഡസ്റ്റിൻ മാർഷൽ ലാ ബോർഡിന്റെ ആ ചെയർമാനോട് അങ്ങനെ പറഞ്ഞത്. ഡസ്റ്റിൻ, ഇതൊരു വല്ലാത്ത ഓപ്പർച്യൂണിറ്റിയാണ്. ഈ രാജ്യത്ത് അപൂർവം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡസ്റ്റിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഡസ്റ്റിന് നൽകുന്നത്. സാർ, എനിക്കറിയാം സാർ, അങ്ങ് എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനും നല്ല മനസ്സിനും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് താല്പര്യമില്ല സാർ. ഡസ്റ്റിൻ, മാർഷൽ ലാ ബോർഡിന്റെ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. സാർ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യമില്ല. ഡസ്റ്റിൻ മാർഷൽ ലാ ബോർഡിനെ ധിക്കരിച്ചാലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിയാമല്ലോ. സ്നേഹപൂർവ്വം സംസാരിച്ചു തുടങ്ങിയ ഡെറിക് മാൽക്കം പതുക്കെ അയാളുടെ ശബ്ദവും ഭാവവും ഒക്കെ ഒന്ന് മാറ്റുകയാണ്. ഡെറിക് മാൽക്കം, അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ മാർഷൽ ലാ ബോർഡിൽ അംഗമാകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങ് എന്നോട് ബലമായിട്ട് അതിൽ ചേരാൻ ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും എനിക്ക് ബലം പ്രയോഗിച്ചതിനെ എതിർക്കേണ്ടി വരും. ഡസ്റ്റിൻ ഡൈസന്റെ വാക്കുകൾക്ക് വ്യക്തതയുണ്ട്. ഡെറിക് മാൽക്കം ഫോഴ്സ് ഉപയോഗിച്ചാൽ തിരിച്ച് ഡസ്റ്റിനും ഫോഴ്സ് ഉപയോഗിക്കുമെന്നാണ് ഡസ്റ്റിൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ സംഭാഷണം ഒരു സംഘർഷത്തിലേക്ക് കടക്കൂ എന്ന തോന്നലുണ്ടായതും എറിക് റീഡ് ട്രസ്വർത്ത് ഡെറിക്കിനോട് പറഞ്ഞു, മിസ്റ്റർ ഡെറിക് മാൽക്കം, അങ്ങ് തൽക്കാലം റിങ്ങിൽ നിറങ്ങണം. ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. ആ ഫൈറ്റ് കാണാനാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. എറിക് റീഡ് അങ്ങനെ പറഞ്ഞതും ഡെറിക് മാൽക്കം ഡസ്റ്റിൻ നോക്കിയിട്ട് റിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ നിമിഷത്തിലാണ് റൊണാൾഡ് റീഡ്സ് ആ റിങ്ങിന്റെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങിയത്. റൊണാൾഡ് റീഡ്സിനെ കണ്ടതും ആ എന്റെ ഏരിയയിലെ ആളുകൾ ആർത്ത് വിളിക്കുകയാണ്, സകലം ചാടി എണീക്കുകയാണ്. റൊണാൾഡ് റീഡ്സ് ഒരു ഫൈറ്റിൽ പങ്കെടുത്ത് അവരാരും കണ്ടിട്ടില്ല. പണ്ടെങ്ങാണ്ടോ റൊണാൾഡ് റീഡ്സ് പങ്കെടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. റൊണാൾഡ് റീഡ്സ് അതിശക്തനാണ്, അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് തുടങ്ങിയ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. റൊണാൾഡ് റീഡ്സിന്റെ ആക്ഷൻ കാണാൻ കൂടിയാണ് അവരെല്ലാവരും എത്തിയിരിക്കുന്നത്. റൊണാൾഡ് റീഡ്സ് ആളുകൾ ആർത്ത് വിളിക്കുമ്പോൾ ആ കാഴ്ച കണ്ട റിയയ്ക്ക് ശരിക്കും ഒരു വിഷമം. ഡസ്റ്റിൻ റൈസിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ സത്യത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഡസ്റ്റിനെ പരിചയപ്പെട്ട നിമിഷം മുതൽ ഒരു നല്ല മനുഷ്യനാണ് ഡസ്റ്റിൻ എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടായത് കൊണ്ടാണ് ആ ഒരു ഭയം അവൾക്കുള്ളത്. അത് തന്നെയാണ് സെലീനയ്ക്കും. സെലീനയുടെ മനസ്സിലെ ഒരു ആരാധ്യ പുരുഷനായിരുന്നു സാക്ഷാൽ ആ യങ് ഗ്രാൻഡ് മാസ്റ്റർ. ആ യങ് ഗ്രാൻഡ് മാസ്റ്റർ അവളോട് സംസാരിച്ച ഡസ്റ്റിൻ റൈസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര അതിശയമായിരുന്നു. ആ അതിശയം ഇപ്പോ റൊണാൾഡ് റീഡ്സ് ആ സ്റ്റേജിലേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ ഒരു പേടിയായി മാറുകയും ചെയ്യുകയാണ്. റൊണാൾഡ് റീഡ്സ് നടക്കുമ്പോൾ തന്നെ അയാളുടെ ചുറ്റും ഒരു വല്ലാത്തൊരു പ്രഭ ഉണ്ടെന്ന് ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. റൊണാൾഡ് റീഡ്സ് നടന്ന് റിങ്ങിലേക്ക് വന്നു. റൊണാൾഡ് റീഡ്സ് റിങ്ങിലേക്ക് നടക്കുമ്പോൾ റിങ്ങിൽ നിന്ന് തിരിച്ചു നടക്കുന്ന ഡെറിക് മാൽക്കത്തിനെ കണ്ടു. ഡെറിക് മാൽക്കത്തിനെ കണ്ടതും റൊണാൾഡിന് ഭയങ്കര സന്തോഷം. ഡെറിക്, എത്ര നാളായി കണ്ടിട്ട്? റൊണാൾഡ്, ഞാനും ഒരുപാട് നാളായി കണ്ടിട്ട്. ശരിക്കും പരിചയക്കാരാണ് അവർ രണ്ടുപേരും. അവർ പരസ്പരം സംസാരിച്ചതിന് ശേഷമാണ് റൊണാൾഡ് റിങ്ങിലേക്ക് വന്നത്. റിങ്ങിലെത്തിയ റൊണാൾഡ് ഡസ്റ്റിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഡസ്റ്റിൻ, നിന്നെ ഞാൻ സമ്മതിക്കുന്നു. നിന്റെ ഈ ധൈര്യം സത്യത്തിൽ എന്നെ വല്ലാതെ അതിശയപ്പെടുത്തുകയാണ്. റൊണാൾഡ്, നിന്നെ പോലെ ഒരു ക്രിമിനലിനെ ഈ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വെന്യൂ തിരഞ്ഞെടുത്തത്. ഡസ്റ്റിൻ റൈസിന്റെ ആ വാക്കുകൾ വളരെ ഉറക്കെ ആ അന്തരീക്ഷത്തിലുള്ള പടർന്ന് ആളുകളുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ ആളുകൾ അമ്പരപ്പോടുകൂടി ആ റിങ്ങിലേക്ക് നോക്കുകയാണ്. റൊണാൾഡ് റീഡ്സിനെ ക്രിമിനൽ എന്നാണ് ഡസ്റ്റിൻ സംബോധന ചെയ്തത്. റൊണാൾഡ് റീഡ്സ് സകലരുടെയും ആരാധ്യ പുരുഷനാണ്. മാർഷൽ ആർട്സിന്റെ തലവനാണ്. സത്യസന്ധതയ്ക്ക് പേര് കേട്ട ആളാണ്. ഒരു തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും റൊണാൾഡുമായി ബന്ധിപ്പിച്ച് ആരും കേട്ടിട്ടില്ല. ആ റൊണാൾഡിനെ നോക്കിയാണ് ഡസ്റ്റിൻ ക്രിമിനൽ എന്ന് സംബോധന ചെയ്തത്. ഡസ്റ്റിൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. അങ്ങനെ റൊണാൾഡ് പറഞ്ഞതും ഡസ്റ്റിൻ റൊണാൾഡുമായി പറഞ്ഞു, റൊണാൾഡ്, നിന്നെ പഠിപ്പിച്ച നിന്റെ ഗുരുനാഥൻ പോൾ ഹിലിനെ കൊന്നു, അതും ചതിയിലൂടെ. അതിനുശേഷം സുഹൃത്തു കൂടിയായ മിഖായൽ റോബിൻസനെ നീ ചതിച്ചു കൊന്നു. ഇതിനൊക്കെ പുറമെ നീ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തു, സകലതും മറഞ്ഞിരുന്നുകൊണ്ട്. എന്നെ ക്രിമിനൽ കേസിൽ പെടുത്താൻ നീ ബോധപൂർവ്വം ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള നിന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഡസ്റ്റിൻ റൈസിന്റെ വാക്കുകൾ ഉച്ചത്തിൽ അങ്ങനെ മുഴങ്ങുമ്പോൾ ആ എന്റെ സ്റ്റേഡിയം ശരിക്കും നിന്ന് വിറയ്ക്കുകയാണ്. റൊണാൾഡ് റീഡ്സ് ആണ് പോൾ ഹിലിനെ കൊന്നത്. റൊണാൾഡ് റീഡ്സ് ആണ് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന മിഖായൽ റോബിൻസിനെ കൊന്നത്, അതും ചതിച്ച്. ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്ത വ്യക്തിയാണ് റൊണാൾഡ് റീഡ്സ്. അങ്ങനെയൊക്കെയാണ് ഡസ്റ്റിന്റെ ആരോപണം. അത് കേട്ടതും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണേ, ഈ ഡസ്റ്റിൻ എന്തൊക്കെയായി പറയുന്നത്? അയാൾ വെറുതെ വായി തോന്നുന്നത് പറയുകയാണ്. തോൽക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാന്ന് വെച്ചിട്ട് പറയുന്നതാവും. പല ശൈലിയിലാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ. റൊണാൾഡ് റീഡ്സിനെ അനുകൂലിക്കുന്നവരും ഡസ്റ്റിനെ അനുകൂലിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. അവർ പരസ്പരം അവരുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ റൊണാൾഡ് ഡസ്റ്റിനോടായി പറഞ്ഞു,
നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ തീർക്കുന്നുണ്ട്. നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കാൻ പോവുകയാണ്. അത് കേട്ടതും ഡസൻ റൊണാൾഡോട് പറഞ്ഞു, ഏയ് റൊണാൾഡ്, അത് വേണ്ട. നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. നമ്മൾ ഒരാൾ ഈ റിങ്ങിൽ നിന്ന് ജീവനോടെ പുറത്തുപോയാൽ മതി. എന്താ സമ്മതമല്ലേ? ജീവൻ മരണ പോരാട്ടത്തിന് മാർഷൽ ആർട്സിന്റെ തലവൻ റൊണാൾഡ് റീഡ്സിനെ ഡസൻ റൈസ് വെല്ലുവിളിച്ചപ്പോ ശരിക്കും ആ സ്റ്റേഡിയം മുഴുവനായി അങ്ങ് ഞെട്ടിയെന്ന് പറയാം. അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററായ റൊണാൾഡ് റീഡ്സുമായി ഗ്രാൻഡ് മാസ്റ്ററായ ഡസൻ ഏറ്റുമുട്ടുമ്പോൾ ഡസൻ തോൽക്കും, ഡസന് പരിക്ക് പറ്റും. ഇത് രണ്ടും ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഡസൻ ഇപ്പൊ അവരൊക്കെ ഞെട്ടിക്കുന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഡു ഓർ ഡൈ എന്ന് പറയും പോലെ ജീവൻ മരണ പോരാട്ടം. ജീവനോട് ഒരാൾ മാത്രം ആ റിങ്ങിൽ നിന്ന് പുറത്തു പോയാൽ മതി. ഡസൻ പറഞ്ഞത് കേട്ടപ്പോ റിയയും സെലീനയും ശരിക്കും തേങ്ങിപ്പോയെന്ന് പറയാം. ഡസൻ ഏതാനും നിമിഷം കൂടിയേ ഇനി ഉണ്ടാകൂ. അതാണ് ഡസൻ പറഞ്ഞതിന്റെ അർത്ഥം. ഡസന്റെ ഈ വാക്കുകൾ കേട്ട VIP ഇരിക്കുന്ന സ്റ്റേജിൽ പലർക്കും ഒരു കിടുക്കം ഉണ്ടായിട്ടുണ്ട്. VIP ഇരിക്കുന്ന സ്റ്റേജിൽ ഇപ്പോ ഗ്രഹാം തോർപ്പ് മടങ്ങി എത്തിക്കഴിഞ്ഞു. ഗ്രഹാം തോർപ്പിന് അടുത്തായി ഓസ്ലോണും അതുപോലെ തിയോഡാറും ഉണ്ട്. തിയോഡാറിന്റെ ഒരു കൈ അറ്റുപോയിരിക്കുകയാണ്. ഓസ്ലോണിന്റെ കണ്ണുകളിൽ കാഴ്ച മങ്ങിയിട്ടുണ്ട്. അയാൾ ഒരു ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. അവരുടെ അടുത്തിരിക്കുകയാണ് ഡെറിക് മാൽക്കം. ഡെറിക് മാൽക്കം തന്റെ തൊട്ടടുത്തിരിക്കുന്ന റീഡ് ട്രസ്ഫോർത്തിനോടായി പറഞ്ഞു, ഹേയ്, അവനെന്താ ഈ കാണിക്കുന്നത്? അവന് ജീവിക്കാൻ ഒരു ആഗ്രഹവുമില്ലേ? റീഡ് ട്രസ്വർത്തും അതാണ് ആലോചിക്കുന്നത്. ഡസൻ റൊണാൾഡിനെ പരാജയപ്പെടുത്തണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഡസൻ അതൊക്കെ കടന്ന് അതിന്റെ അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. റൊണാൾഡിനെ കൊല്ലാനാണ് ഡസന്റെ തീരുമാനം. ഡസനെ കൊണ്ട് അത് പറ്റുമോ? ആ ചോദ്യം റീഡിന്റെ മനസ്സിലുണ്ട്. റൊണാൾഡ് റീഡ്സ് എന്താണ് എന്നതിനെ കുറിച്ച് റീഡിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ കാണുന്നതാണ് അയാളുടെ തൊട്ടു മുകളിലുള്ള പോസ്റ്റിലുള്ള റൊണാൾഡ് റീഡ്സിന്റെ ഓരോ ആക്ടിവിറ്റിയും. ഈ സമയത്ത് റൊണാൾഡ് റീഡ്സിന്റെ ജ്യേഷ്ഠൻ ആഷർ ശരിക്കും സന്തോഷത്തിലായി. ഇതെന്തായാലും നന്നായി, ഞാൻ വിചാരിച്ചെടുത്ത് തന്നെ കാര്യങ്ങളെത്തി. അവന്റെ മരണം ചോദിച്ചു വാങ്ങുകയാണ്. തന്റെ മകനെ കൊന്ന ഡസൻ റൈസിനെ കൊല്ലാനുള്ള ദേഷ്യം ആഷർ റീഡ്സിനുണ്ട്. ആ ആഷർ റീഡ്സിന്റെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് ഡസൻ ഇതാ സ്വയം മരിക്കാൻ തീരുമാനിച്ചുറച്ച് റൊണാൾഡിനോട് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ കരാറുകൾ ആ റിങ്ങിലേക്ക് കൊണ്ടുവരപ്പെട്ടു. രണ്ടുപേരും സൈൻ ചെയ്തു. ഒരു ജീവൻ മരണ പോരാട്ടമാകുമ്പോൾ എല്ലാ ഡോക്യുമെന്റുകളും സൈൻ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നാളെ അതിന്റെ പേരിൽ ഒരു പരാതി ഉണ്ടാവും. ഫൈറ്റ് ആരംഭിക്കുകയാണ്. റൊണാൾഡ് റീഡ്സ് ഡസൻ നോക്കി ഡസനോട് പറഞ്ഞു, ഡസൻ, നിന്നെ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ നീ സകലതും കളഞ്ഞു കുളിച്ചു. റൊണാൾഡ്, വാചകം അടിക്കാതെ ഫൈറ്റ് ചെയ്യും. ഡസൻ റൊണാൾഡിനെ ചൊടിപ്പിക്കുക തന്നെയാണ്. ഡസന്റെ വാക്ക് കേട്ടതും റൊണാൾഡ് കൈ രണ്ട് മുന്നിലോട്ട് കൊണ്ടുവന്നിട്ട് പതുക്കെ സൈഡിലോട്ട് ഇങ്ങനെ വിരിക്കുകയാണ്. അയാള് ഒന്നിരണ്ട് തവണ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് തന്നെ അത് വിസിബിൾ ആകും. ശരിക്കും അയാളുടെ ചുറ്റും ഒരു ഇളക്കം കാണാം, ഒരു വായുവിന്റെ ഇളക്കം. അയാൾക്ക് ചുറ്റും അയാളൊരു ഊർജത്തിന്റെ വലയം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിശക്തമായ ഒരു കാറ്റ് അയാൾക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടാകുന്നത് വിസിബിൾ ആണ്. അതേ നിമിഷത്തിൽ അയാൾ കൈ മുകളിലേക്ക് പൊക്കുകയും താക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭാഗത്തുള്ള വായുവിന്റെ കോളവും മുകളിലേക്ക് പൊങ്ങുകയും താഴുകയും ചെയ്യുകയാണ്. ശരിക്കും അയാൾക്ക് ചുറ്റുമുള്ള സകലതിനെയും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെന്ന് വ്യക്തമാകുന്ന ഒരു നിമിഷം. ഒരു പ്രഷർ അയാൾ ആ വായുവിനെ താഴേക്ക് താഴ്ത്തുമ്പോൾ ചുറ്റുമുള്ള ആളുകൾക്ക് വരെ അനുഭവപ്പെടുകയാണ്. ആ റിങ്ങിന് ചുറ്റുമായി ഒത്തിരി ആളുകൾ നിരന്നിരിക്കുകയാണ്. അവരുടെ മുകളിലേക്ക് ആ വായുവിന്റെ പ്രഷർ വരുമ്പോൾ ആളുകൾ ചുമച്ചു പോവുകയാണ്. ശരിക്കും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. റൊണാൾഡ് റീഡ്സ് എന്ന അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററുടെ കപ്പാസിറ്റി ആളുകൾക്ക് സ്വയം ബോധ്യമായ ഒരു നിമിഷം. ഇത് കണ്ടതും ഡസനും ഡസന്റെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഡസന് ചുറ്റും ഒരു ഊർജ്ജ വലയം ഉണ്ടായി. ഡസന് ചുറ്റുമുണ്ടായ ഊർജ്ജ വലയം സാവധാനം ഡസനിൽ നിന്ന് ദൂരേക്ക് വ്യാപിക്കുകയാണ്. അതേ സമയത്ത് റൊണാൾഡ് റീഡ്സിന്റെ ചുറ്റുമുണ്ടായ ഊർജ്ജ വലയവും അങ്ങനെ വ്യാപിക്കുകയാണ്. റിങ്ങിന്റെ രണ്ട് അറ്റത്ത് നിൽക്കുന്ന അവർ രണ്ടുപേരും അവർക്ക് ചുറ്റുമുള്ള വായുവിനെ മുന്നോട്ട് തള്ളുകയാണെന്ന് പറഞ്ഞാൽ അതാണ് ശരി. ശരിക്കും ഡസന്റെ അടുത്തുനിന്ന് ഒരു കാറ്റ് റൊണാൾഡ് റീഡ്സിന്റെ നേരെ വരുന്നു. റൊണാൾഡ് റീഡ്സിന്റെ അടുത്തുനിന്ന് ഒരു കാറ്റ് ഡസന് നേരെ വരികയാണ്. ശരിക്കും അന്തരീക്ഷത്തെ അവർ പരസ്പരം ഉപയോഗിക്കുകയാണ്. രണ്ടുപേരും വായുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയാണ്. സ്വാഭാവികമായിട്ടും ആ രണ്ട് വായു ഇങ്ങനെ നേർത്ത് വന്ന് ഒന്നിച്ചായി. ഇപ്പോ ആ റിങ്ങിന് മുകളിൽ ശക്തമായ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ആളുകൾക്കുണ്ട്. ശരിക്കും അവർ രണ്ടുപേരും അവരുടെ കൈകൾ പരസ്പരം തൊട്ടിട്ടില്ല. പക്ഷെ അവർക്ക് ചുറ്റുമുള്ള വായു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ അടിച്ചു നിൽക്കുമ്പോൾ ഒരു തോന്നൽ ആളുകൾക്കുണ്ട്. പെട്ടെന്നാണ് സകലരെ അമ്പരപ്പിച്ചുകൊണ്ട് റൊണാൾഡ് റീഡ്സ് പ്രഷറൈസ് ചെയ്യുന്ന വായു ഡസന്റെ വായുവിനെ പുറകോട്ട് തള്ളി തുടങ്ങിയത്. അത് വിസിബിളാണ്. ശരിക്കും ഡസൻ പുറകോട്ട് തള്ളപ്പെടും പോലെ ഒരു തോന്നലാണ് അതിന്റെ ഫലമായി ഉണ്ടായത്. ഡസൻ റൈസ് പുറകോട്ട് തള്ളപ്പെട്ടതും റൊണാൾഡ് റീഡ്സ്
ചാടി ഉയർന്നതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷം തന്നെ ഡസ്റ്റിനും ചാടി ഉയർന്നു. രണ്ടുപേരും ചാടി ഉയരുന്നത് ആകാശത്തേക്കാണ്. രണ്ടുപേരും ആകാശത്ത് വെച്ച് അവരുടെ മുഷ്ടി കൊണ്ട് പരസ്പരം ഇടിച്ചു പോകും. ഒരു കിടില ശബ്ദം ഉണ്ടായി. ആ ശബ്ദത്തിന്റെ എൻഡിൽ രണ്ടുപേരും ലാൻഡ് ചെയ്തു. എന്താണ് സംഭവിച്ചെന്ന് ആൾക്ക് ഒരു പിടിയില്ല. അതിഭീകരമായ ഒരു ശബ്ദം അവിടെ ഉണ്ടായി. വായു തമ്മിൽ കൂട്ടിമുട്ടിയതാണ്. അവരുടെ രണ്ട് കൈകളും പരസ്പരം മുട്ടിയിട്ടില്ല. പക്ഷെ ആ രണ്ട് കൈകളും കൊണ്ടുവന്ന വായു അതിശക്തമായി ഇടിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു തീപ്പൊരി ചിതറുമ്പോഴുള്ള ഒരു പ്രകാശം ഉണ്ടാവുകയായിരുന്നു. ഒരു വല്ലാത്ത കാതടപ്പിക്കുന്ന ശബ്ദം, ഒരു ഹൂങ്കാര ശബ്ദത്തോടു കൂടി രണ്ട് പേരും രണ്ട് വശത്തേക്ക് തെറിച്ച് വീണപ്പോൾ രണ്ടുപേരും ലാൻഡ് ചെയ്തത് അവരുടെ കാലുകളിൽ തന്നെയാണ്. ആരും തറയിൽ വീടില്ലെന്നർത്ഥം. രണ്ട് കിടിലൻ കക്ഷികളാണ് ആ റിങ്ങിലെന്ന് ആ കാര്യം വിളിച്ചു പറയുകയാണ്. റൊണാൾഡ് റീഡ്സിനൊപ്പം ഡസൻ റൈസ് പിടിച്ചു നിൽക്കുന്നു എന്നൊരു തോന്നൽ പെട്ടെന്ന് ആളുകൾക്കുണ്ടായി. അത് സ്വാഭാവികമായും ആളുകളുടെ ഇടയിലേക്ക് ആവേശം ഉണ്ടാക്കുകയാണ്. റൊണാൾഡ് റീഡ്സ് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററും ബലാർമയിലെ കിരീടം വയ്ക്കാത്ത രാജാവും ഒക്കെയാണ്. ആ റൊണാൾഡ് റീഡ്സുമായിട്ടാണ് ആദ്യത്തെ ഫൈറ്റിൽ ഡസൻ പിടിച്ചു നിന്നിരിക്കുന്നത്. ഡസന് അതിനേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് അവരൊക്കെ കരുതിയത്. പക്ഷേ ഡസൻ ഇതാ പിടിച്ചു നിൽക്കുകയാണ്. ആളുകളുടെ കൈയടിയും ആവേശമൊക്കെ മനസ്സിലാക്കി റൊണാൾഡ് ഒന്ന് ചിരിച്ചു. അടുത്ത നിമിഷത്തിൽ റൊണാൾഡ് അയാളുടെ മുതുകിൽ നിന്ന് അയാളുടെ വാൾ വലിച്ചെടുത്തു. ശരിക്കും തിളങ്ങുന്ന ഒരു വാളാണ് ഇപ്പോ റൊണാൾഡോയുടെ കയ്യിലുള്ളത്. ആ വാള് വലിച്ചെടുത്ത റൊണാൾഡ് പെട്ടെന്ന് വായുവിലൂടെ ആ വാൾ ഇങ്ങനെ ആഞ്ഞു വീശുകയാണ്. ശരിക്കും വായുവിൽ ആ വാള് ഒന്ന് സിക്സ് ആക്ക് മോഡലിൽ റൊണാൾഡോ വീശിയതും അവിടെ വായുവിന്റെ പുഴ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവുകയാണ്. ശരിക്കും വായു ഇങ്ങനെ കറങ്ങി മറിയുന്ന ഒരു പ്രതീതിയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആൾക്കാർക്ക് ഒരു പിടിയില്ല. പക്ഷെ അവർ കാണുന്നത് ഒരു പ്രകാശം ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ പോകുന്നതാണ്. ശരിക്കും ആളുകൾ അമ്പരപ്പോടെ അങ്ങനെ നോക്കുമ്പോൾ റൊണാൾഡ് റീഡ്സ് ആ വാളുമായി ചാടി ആകാശത്തേക്ക് ഉയർന്നു. ഒരൊറ്റ വെട്ടിന് ഡസൻ റൈസിനെ തീർക്കുക, അതാണ് അയാളുടെ ലക്ഷ്യം. ആകാശത്തേക്ക് ചാടി ഉയർന്ന റൊണാൾഡ് റീഡ്സിന്റെ ആ വാളിൽ നിന്ന് ഒരു വെളുത്ത പ്രകാശം അതിശക്തമായ റിങ്ങിലേക്ക് പതിക്കുകയാണ്. കണ്ണഞ്ചിക്കുന്ന പ്രകാശമാണ് ആ വാളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. ആ വാളിന്റെ മുകളിലായി റൊണാൾഡ് റീഡ്സ് ഉണ്ട്. ആകാശത്ത് നിന്ന് റൊണാൾഡ് റീഡ്സ് താഴേക്ക് ഇങ്ങനെ കുതിച്ചു വരികയാണ്. റൊണാൾഡ് റീഡ്സ് ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്ന ആ നിമിഷത്തിൽ ഡസൻ റൈസ് രണ്ട് സിൽവർ നീഡിൽ വലിച്ചെടുത്ത് ഡസന്റെ കഴുത്തിന്റെ പുറകിലായി ആ നീഡിലുകൾ തറച്ചും കയറ്റി. ആ നിമിഷത്തിൽ ഡസൻ സ്കൈ സോഡ് എന്ന് പറയുന്നത് ഡസന്റെ കയ്യിലേക്ക് ആ ബ്ലാക്ക് സോഡ് വരികയാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ ബ്ലാക്ക് സോഡ് കയ്യിലേക്ക് വന്നതും ഡസൻ തറയിലൊന്ന് ചവിട്ടി ആകാശത്തേക്ക് ചാടി ഉയർന്നു. ഇപ്പോ ഡസന്റെ കയ്യിലെ ആ ബ്ലാക്ക് സോഡിൽ നിന്ന് ഒരു കറുത്ത പ്രകാശം പുറത്തേക്ക് വരികയാണ്. മുകളിൽ നിന്ന് താഴേക്ക് റൊണാൾഡ് റീഡ്സും താഴ്ന്ന മുകളിലേക്ക് ഡസൻ റൈസും. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് വെളുത്ത പ്രകാശമാണെങ്കിൽ താഴ്ന്ന മുകളിലേക്ക് പോകുന്നത് കറുത്ത പ്രകാശമാണ്. ജനം കണ്ണുവെക്കാതെ രംഗത്തിലേക്ക് നോക്കുമ്പോൾ അതിശക്തമായി റൊണാൾഡ് റീഡ്സ് ഡസൻ റൈസിനെ ആഞ്ഞു വെട്ടി. അതേ സമയത്ത് ഡസൻ റൈസ് തന്റെ കയ്യിലെ ആ സ്കൈ സോഡ് കൊണ്ട് റൊണാൾഡ് റീഡ്സിന്റെ വാളിനെ ആഞ്ഞു വെട്ടി. ശരിക്കും റിങ്ങിന് മുകളിൽ ഒരു മിന്നലടിച്ച് പ്രകാശം അവിടെ ഉണ്ടാവുകയാണ്. രണ്ട് വാളുകൾ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുകയാണ്. കണ്ണഞ്ചിക്കുന്ന പ്രകാശം ഉണ്ടായതും മൂന്ന് ശബ്ദം തുടർച്ചയായി കേട്ടു. ഒന്നാമത്തെ ശബ്ദം റൊണാൾഡ് റീഡ്സ് ഉണ്ടാക്കിയ ആ വെളുത്ത പ്രകാശത്തെ ഡസൻ റൈസിന്റെ കറുത്ത പ്രകാശം മറികടന്നതാണ്. രണ്ടാമത്തെ ശബ്ദം റൊണാൾഡ് റീഡ്സിന്റെ ആ വെളുത്ത പ്രകാശം ഉദിപ്പിക്കുന്ന വാളും റൊണാൾഡ് റീഡ്സിന്റെ കൈയും കൂടി അറ്റുപോയ സൗണ്ടാണ്. ആ കൈ അറ്റ ആ നിമിഷത്തിൽ മൂന്നാമതൊരു ശബ്ദം കൂടി കേട്ടു. ആകാശത്തുനിന്ന് റൊണാൾഡ് റീഡ്സ് താഴേക്ക് വീണ ശബ്ദം. റിങ്ങിന്റെ ഒരു എൻഡിലേക്ക് റൊണാൾഡ് റീഡ്സ് വീഴുമ്പോൾ ആ എൻറ്റിയർ സ്റ്റേഡിയവും ഏതാണ്ട് പൂർണ്ണ നിശബ്ദതയിൽ ആ റിങ്ങിലേക്ക് നോക്കുകയാണ്. ഈ രംഗങ്ങൾ വളരെ വലുതായി ക്യാമറയിൽ ഒപ്പി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ക്രീനുകളിലും ആ വിഷ്വൽ വ്യക്തമായി കാണാം. റൊണാൾഡ് റീഡ്സിനെ ക്ലോസപ്പിൽ കാണിക്കുമ്പോൾ അയാളുടെ വലത് കൈ അറ്റുപോയിരിക്കുന്നതാണ് ആളുകൾ കണ്ടത്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാളും കൈയും കൂടി കുറച്ച് ദൂരെ മാറി കിടക്കുകയാണ്. റൊണാൾഡ് റീഡ്സ് ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അയാളുടെ അറ്റുപോയ കയ്യിൽ നിന്ന് മാത്രമല്ല വായിന്ന് മൂക്കിന്നൊക്കെ രക്തം ഒലിച്ചിറങ്ങുകയാണ്. ബലാർമയുടെ ആരാധ്യനായ അനിശ്ചിതനായ ദ ഒണാൻചുള്ളി റൊണാൾഡ് റീഡ്സ് ആണ് കൈയേറ്റ് ആ റിങ്ങിൽ കിടക്കുന്നത്. റൊണാൾഡ് റീഡ്സിനെ ഈ ഭൂമിയിൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു ബലാർമയിലെ മുഴുവൻ ആളുകളും കരുതിയിരുന്നത്. ആ റൊണാൾഡ് റീഡ്സ് ആണ് ഇവിടെ വെറും രണ്ടാമത്തെ സൈക്കിൾ ഡസൻ റൈസിന്റെ വെട്ടിൽ അവിടെ അങ്ങനെ നിശ്ചലനായി കിടക്കുന്നത്. ശരിക്കും റൊണാൾഡ് വിറയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ആളുകൾ മറ്റൊരു കാഴ്ച കൂടി കാണുകയാണ്. ഡസൻ റൈസ് റൊണാൾഡിന്റെ അടുത്തേക്ക് നടന്നു വരുന്നത്. റൊണാൾഡിന്റെ അടുത്തെത്തിയ ഡസൻ റൊണാൾഡോട് പറഞ്ഞു, ഏയ് റൊണാൾഡ്, നിന്റെ ചെയ്തികൾക്ക് ഒരു അവസാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നീ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകളാണ് ചെയ്തത്. ഒരുപാട് നിരപരാധികളെ നീ ചതിച്ചു. നിന്നെ പഠിപ്പിച്ച് മാർഷൽ ആർട്സിൽ ഔന്നത്യത്തിലെത്തിച്ച
പോൾ ഹില്ലിനെ ചതിച്ചു കൊന്നു. നിന്നെ മാത്രം വിശ്വസിച്ച് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന മിഖായിൽ റോബിൻസിനെ ചതിച്ചു, അയാൾ കൊന്നു. നിനക്ക് ഇതിനൊന്നും മാപ്പ് തരാൻ പറ്റില്ല, നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വാൾ ഉയർത്തിയതും പെട്ടെന്ന് ഡസൻ പുറകോട്ട് തെറിച്ചു. ഡസൻ പുറകോട്ട് തെറിക്കുമ്പോഴും ഡസന്റെ കയ്യിൽ ആ വാളുണ്ട്. ഡസന്റെ കയ്യിലെ വാളിൽ അതിശക്തമായി ഒരു അമ്പ് വന്ന് ഇടിച്ചതാണ്. അമ്പരപ്പോടെ ആളുകൾ ആ അമ്പ് വന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരാൾ എണീറ്റ് നിൽക്കുകയാണ്. മാർഷൽ ലാ ബോർഡിലെ ഡെറിക് മാൽക്കം ഒരു വില്ലുമായി അങ്ങനെ നിൽക്കുകയാണ്. അയാൾ ഉറക്കെ ഡസനോട് പറഞ്ഞു, ഡസൻ, നിന്റെ വിജയം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു, നീ ഇനി റൊണാൾഡിനെ കൊല്ലണ്ട. അത് കേട്ടതും ഡസൻ അയാളോട് ചോദിച്ചു, മിസ്റ്റർ മാൽക്കം, നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയത്തിലാണ് ഇടപെടുന്നത്. ഇവിടെ ജീവൻ മരണ പോരാട്ടമാണ് ഞങ്ങൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഏത് പറഞ്ഞാൽ പരാജയപ്പെടുന്ന ആള് കൊല്ലപ്പെടുമെന്നാണ്. അതിൽ ഇടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഡസൻ, ഞാൻ മാർഷൽ ലാ ബോർഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. മാർഷൽ ലാ ബോർഡ് തീരുമാനിക്കുന്നതാണ് നിയമം. ഞാൻ പറയുന്നു, നീ അനുസരിക്കുന്നു. അത് കേട്ടതും റീഡ് ടസ്വർത്ത് മാൽക്കത്തോട് ചോദിച്ചു, മിസ്റ്റർ മാൽക്കം, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇവിടെ ഒരു നിയമാവലി അനുസരിച്ചല്ലേ ആ ഫൈറ്റ് നടന്നത്, നിങ്ങൾ ഇതിനാ ഇടയ്ക്ക് കയറുന്നത്? ടസ്വർത്ത്, ഇവിടെ മാത്രമല്ല, ഈ ഡ്രാഗൺ മാർഷൽ എവിടെ ഏത് ഫൈറ്റ് നടന്നാലും ഇടപെടാൻ എനിക്കും എന്റെ ടീമിനും അധികാരമുണ്ട്. മാർഷൽ ലാ ബോർഡിന്റെ അധികാരത്തെ നീ ചോദ്യം ചെയ്യുകയാണോ? ഡെവൻ മാൽക്കത്തിന്റെ ആ ഉറക്കമുള്ള ചോദ്യം കേട്ടതും ടസ്വർത്ത് ഒന്ന് നിശബ്ദനായി. ടസ്വർത്തിനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ഡെവൻ മാൽക്കം റൊണാൾഡിനോടായി ചോദിച്ചു, മിസ്റ്റർ റൊണാൾഡ്, നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരാം. നിങ്ങൾ മാർഷൽ ലാ ബോർഡിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം. ബെലാർമയിലെ മാർഷൽ ആർട്സിന്റെ തലവനായിരുന്ന റൊണാൾഡിന് ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം ഇതാ ലഭിക്കുകയാണ്. റൊണാൾഡ് ഉറക്കെ മാൽക്കത്തോട് പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചു. അത് കേട്ടതും മാൽക്കം എല്ലാവരോടുമായി ഉറക്കെ പറഞ്ഞു, ദാ ഈ നിമിഷം മുതൽ റൊണാൾഡ് റീഡ്സ് മാർഷൽ ലാ ബോർഡിലെ അംഗമാണ്. മാർഷൽ ലാ ബോർഡിലെ അംഗമായ ഒരാളെ തൊടാൻ ഒരാൾക്കും അവകാശമില്ല. ഡെറിക് മാൽക്കം അങ്ങനെ പറഞ്ഞതും റൊണാൾഡ് ഒരു പരുവത്തിൽ അയാൾ കിടന്നിടത്തുനിന്ന് എണീറ്റു. അയാളുടെ അറ്റുപോയ വലത് കൈയിൽ നിന്ന് ഇപ്പോഴും ചോര ഇറ്റിറ്റ് വീഴുകയാണ്. അയാൾ ആ കൈ ഒന്ന് നോക്കുപോലും ചെയ്യാതെ ഇടത് കൈ കൊണ്ട് ഡസ്റ്റിന് ചൂണ്ടി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ തോറ്റടാ. ഞാൻ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായും ഞാൻ മടങ്ങി വരുമ്പോൾ നിന്നെ ഞാൻ തീർക്കും. അത് കേട്ടതും ഡസ്റ്റിൻ റൊണാൾഡോട് പറഞ്ഞു, റൊണാൾഡ്, നിന്നെ മാർഷൽ ലാ ബോർഡല്ല, സാക്ഷാൽ ചക്രവർത്തി തന്നെ സംരക്ഷിക്കാന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ കൊല്ലും. ഡസ്റ്റിൻ, നീ എന്താ പറഞ്ഞത്? മാർഷൽ ലാ ബോർഡ് നീ വെല്ലുവിളിക്കുകയാണോ? നീ ആരെ നേരിട്ട് അങ്ങനെ വെല്ലുവിളിക്കുന്നത്? റൊണാൾഡിനെ വെറുതെ വിടാൻ ഡെറിക് പറഞ്ഞതും ഡെറിക്കിന്റെ നിർദ്ദേശപ്രകാരം ഒത്തിരി ആളുകൾ റൊണാൾഡ് സംരക്ഷിക്കാനായി ഓടിയെത്തി. ഡെറിക് അമ്പ് അയാളുടെ വില്ലിലേക്ക് തൊടുത്തിരിക്കുകയാണ്. ഡസൻ റൈസ് റൊണാൾഡ് നേരെ നീങ്ങിയാൽ ആ നിമിഷം അയാളുടെ വില്ലിൽ നിന്ന് അമ്പ് ഡസൻ നേരെ പായി. അക്കാര്യം ഉറപ്പാണ്. അത് കണ്ടതും റൊണാൾഡ് ഒന്ന് ചിരിച്ചു. ഡസൻ, നീ എങ്ങനെ വിജയിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോ നീ സത്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് റൊണാൾഡ് ചിരിച്ചതും ഡസന്റെ കയ്യിലെ വാളൊന്ന് വീശപ്പെട്ടതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും എൻറ്റയർ ആളുകൾ ഞെട്ടിപ്പോയ നിമിഷം. ഡസന്റെ ആ വാള് ഒന്ന് കറങ്ങി ഡസന്റെ കയ്യിലേക്ക് തിരിച്ചു വന്നപ്പോൾ റൊണാൾഡിന്റെ തല കഴുത്തിൽ നറ്റ് താഴെ വീണിരിക്കുകയാണ്. അറ്റ വീണ റൊണാൾഡിന്റെ തലയിലെ ആ കണ്ണുകളിലെ ഭാവം അത് എന്താണ് എന്നതാണ് ചോദ്യം. അതിശയമാണോ, അമ്പരപ്പാണോ, ഞെട്ടലാണോ, അതോ ഭയമാണോ? എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവമാണ് ആ നിമിഷത്തിൽ റൊണാൾഡിന്റെ കണ്ണുകളിലുള്ളത്. ഡെറിക് മാൽക്കവും ആ ഉന്നത ഉദ്യോഗസ്ഥരും നോക്കി നിൽക്കെ ഡസൻ റൈസ് റൊണാൾഡിന്റെ തല വെട്ടുമെന്ന് റൊണാൾഡ് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. തല അറ്റ് താഴേക്ക് വീഴുമ്പോൾ റൊണാൾഡും കൂടെയുള്ള ആളുകളൊക്കെ ആ ഞെട്ടിയിരിക്കുകയാണ്. ആഷർ ഉറക്കെ വിളിച്ചു, റൊണാൾഡ്! അയാൾക്ക് അലറി വിളിക്കാനല്ലേ പറ്റൂ. അതേ അവസ്ഥ തന്നെയാണ് സ്റ്റേജിലിരിക്കുന്ന തിയോഡാറിനും ഗ്രഹാം തോർപ്പിനും അതുപോലെ ഓസ്ലോണിനൊക്കെ ഉള്ളത്. സകലരും വിറച്ചുടങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് ശരിക്കും ഡെറിക്കിന് ദേഷ്യം വന്നു. ഡെറിക് ഡസ് നോക്കി അലറുകയാണ്, ഡസൻ, നീ മാർഷൽ ലാ ബോർഡിനെയാണ് വെല്ലുവിളിച്ചത്. മാർഷൽ ലാ ബോർഡിന്റെ ഒരു മെമ്പറെയാണ് നീ പരസ്യമായി കൊലപ്പെടുത്തിയത്. നിന്നെ ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നീ ഒരു ക്രിമിനലാണ്. നിന്നെ കൊല്ലാൻ ഈ ഭൂമിയിലെ എല്ലാവർക്കും അവകാശം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് ഡെറിക് അവിടെ ഇരിക്കുന്ന ആളുകളെ മൊത്തം നോക്കി അവരോടായി പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ഈ മാർഷൽ ലാ ബോർഡിന്റെ നിയമത്തെ ധിക്കരിച്ചുകൊണ്ട് മാർഷൽ അലയൻസിന്റെ തലവനായ റൊണാൾഡിനെ ഈ ഡസൻ കൊലപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഞാനിതാ ഒരു അവസരം തരികയാണ് അയാളെ കൊല്ലാൻ. ഡസൻ റൈസിനോട് അനുകൂലമായ മൈൻഡ് സെറ്റ് ഉള്ളവരും ഡസൻ റൈസിനോട് എതിരുള്ളവരും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവരിൽ ഭൂരിപക്ഷം ആളുകളും
റൊണാൾഡ് റീഡ്സിന്റെ ആളുകളാണ്. റൊണാൾഡ് റീഡ്സ് ഇത്രയും നാൾ മാർഷൽ അലയൻസിന്റെ തലപ്പത്തിരുന്ന വ്യക്തിയാണ്. ആ ആളുടെ തലയാണ് ഡസൻ റൈസ് ഇതാ വെട്ടിമാറ്റിയത്. ഒരു ഡെത്ത് മാച്ചാണ് അവിടെ നടന്നെന്നുള്ള കാര്യം ആളുകൾ തൽക്കാലം മറക്കുകയാണ്. അവരുടെ വാദങ്ങളാണല്ലോ ശരി എപ്പോഴും അവരവർക്ക്. ആ ആൾക്കൂട്ടം ആയുധങ്ങളുമായി മുന്നോട്ട് കുതിച്ചതും ഡസൻ റൈസ് അയാളുടെ കയ്യിലെ വാളെടുത്ത് ഒരൊറ്റ വീശ്. ശരിക്കും ആ വാള് റിങ്ങിന് ചുറ്റുമായി ഒരു 4 അടി വീതിയിൽ ഒരു വല്ലാത്ത പ്രകാശവലയം ഉണ്ടാക്കുകയാണ്. ആ പ്രകാശവലയത്തിന് അപ്പുറത്താണ് ആളുകളെല്ലാം. ആ പ്രകാശവലയത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ നോക്കി ഡസൻ അവരോട് പറഞ്ഞു, ആരെങ്കിലും ഈ വലയം ഭേദിച്ചാൽ അവരെ ഞാൻ കൊല്ലും. വളരെ വളരെ വ്യക്തമാണ് ഡസൻ റൈസിന്റെ വാക്കുകൾ. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞതും ഡെറിക് മാൽക്കം ആ ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ഏയ് നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ ആക്രമിക്കേ. കരയിൽ നിന്ന് കമന്ററി പറയുന്നതൊക്കെ എന്ന് പറയാലോ. ഡെറിക് മാൽക്കം അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടും ഒരു കുഞ്ഞു പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. അവരുടെ തൊട്ടു മുന്നിൽ ആ പ്രകാശം ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശത്തെ മറികടന്നുകൊണ്ട് അകത്തേക്ക് ആര് കടന്നാലും അയാളെ കൊല്ലുമെന്ന് ഡസൻ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ആൾക്കൂട്ടം താൻ എത്ര പറഞ്ഞിട്ടും ഡസനെ ആക്രമിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഡെറിക് മാൽക്കം അയാളുടെ വില്ലിലേക്ക് വീണ്ടും അമ്പ് തൊടുത്തു. ഡസൻ റൈസ് ആ ആൾക്കൂട്ടത്തിൽ അങ്ങനെ നോക്കുന്ന സമയത്ത് മാൽക്കം അതിശക്തമായി ആ അമ്പ് വലിച്ചു വിടുകയാണ്. കണ്ണം ജപിക്കുന്ന വേഗതയിൽ ഡെറിക് മാൽക്കത്തിന്റെ ആ വില്ലിൽ നിന്ന് പാഞ്ഞ അമ്പ് അതിവേഗം ഡസന് നെഞ്ചു നേരെ പാഞ്ഞു വന്നതും ഒരു കൈ ആ അമ്പിലങ്ങ് പിടിച്ചു. ഡസന് മുന്നിൽ ഇപ്പോ ഒരു മനുഷ്യൻ വേറെ ഉണ്ട്. ഡസനെ നെഞ്ച് ലക്ഷ്യമാക്കി വന്ന അമ്പിനെയാണ് അയാൾ കൂളായി പിടിച്ചിരിക്കുന്നത്. ആ മനുഷ്യന്റെ തലമുടി ഇങ്ങനെ പാറി നടക്കുകയാണ്. ഒരു സാധാരണ ഷർട്ടും പാൻസും ഒക്കെയാണ് അയാളുടെ വേഷം, ഒരു സാധാരണ വേഷം. ഡെറിക് മാൽക്കം അമ്പരപ്പോടെയാണ് ആ രംഗം കണ്ടത്. ദിവ്യമായ ആയുധമായിട്ടാണ് ഡെറിക് മാൽക്കം അയാളുടെ ആ അമ്പുകളെ കാണുന്നത്. ആ അമ്പിനെയാണ് ഒരു സാധാരണ മനുഷ്യൻ കൈകൊണ്ട് വെറുതെ പിടിച്ചത്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ വന്ന ആ അമ്പിനെ അയാൾ എങ്ങനെ പിടിച്ചു? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അയാൾ അവിടേക്ക് വരുന്നത് ആരും കണ്ടില്ല. ആ പ്രകാശത്തിനിടയിലൂടെ അയാൾ എപ്പോ ആ റിങ്ങിനകത്തേക്ക് കയറി? അതാണ് ആർക്കും മനസ്സിലാവാത്തത്. ഡെറിക് അമ്പരപ്പോടെ ആ മനുഷ്യനോട് ചോദിച്ചു, ഹേയ് ആരാ നീ? ഡെറിക്, ഞാൻ എന്റെ പേരും എന്റെ അച്ഛന്റെ പേരും മാറ്റാറില്ല. നിനക്കെന്നെ അറിയാം, ഞാൻ ഗ്രിഗറി ജോൺസ്. ഗ്രിഗറി ജോൺസ് എന്ന് കേട്ടതും വില്യം പിടിച്ചു നിന്ന ഡെറിക് മാൽക്കം തറയിലേക്ക് വീണത് ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ തന്നെ ആ VIP സ്റ്റേജിലുണ്ടായിരുന്ന തിയോഡാറും ഓസ്ലോണും അതുപോലെ ഗ്രഹാം തോർപ്പും താഴേക്ക് വീണു. സകലരും ഒന്ന് വിറച്ചു എന്ന് പറയാം. ഡെറിക് മാൽക്കത്തിന് മറക്കാനാവാത്ത ഒരു പേരാണ് ഈ ഗ്രിഗറി ജോൺസ്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് 3 പകലും 3 രാത്രിയും സ്റ്റോണിയ പൂർണ്ണമായും ഗ്രിഗറി ജോൺസിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഗ്രിഗറി ജോൺസ് അന്ന് അവിടെ ഒരു താണ്ഡവതനം നടത്തിയെന്ന് പറയാം. 10,000-കണക്കിന് ആളുകളെയാണ് ഗ്രിഗറി ജോൺസും ലോഗൻ റൈസും കൂടി അന്ന് കൊന്നൊടുക്കിയത്. ലോഗൻ റൈസിന്റെ അമ്മ പ്രിൻസസ് കൊല്ലപ്പെട്ടപ്പോ അതിൽ പ്രതികാരം ചോദിക്കാനായി സ്റ്റോണിയിലേക്ക് ഇറങ്ങിയ ഗ്രിഗറി ജോൺസും ലോഗൻ റൈസും കൂടി അവിടെ നടത്തിയ ആ യുദ്ധം സമാനതകളില്ലാത്ത ഒന്നാണ്. ശരിക്കും സ്റ്റോണിയെ വിറച്ചുപോയ ദിവസങ്ങൾ, ആ ഓർമ്മ പോലും വല്ലാത്ത ഭയമുണ്ടാക്കുന്നതാണ്. ആ ഗ്രിഗറി ജോൺസ് ആണ് ഇതാ തന്റെ മുന്നിൽ ആ റിങ്ങിൽ നിൽക്കുന്നത്. പേടിച്ചു പോയ ഡെറിക് മാൽക്കം ഗ്രിഗറിയോട് പറഞ്ഞു, സർ ഗ്രിഗറി, ക്ഷമിക്കണം ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. ഏയ് ഡെറിക്, നീ പറഞ്ഞതും നീ ചെയ്തതൊക്കെ ഞാൻ കണ്ടു. നീ ഈ നിമിഷം ഇവിടുന്ന് സ്ഥലമിടണം. ഇനി നിന്നെ ഇവിടെ കണ്ടാൽ നിന്നെ പിന്നെ ആരും കാണില്ല. കേൾക്കേണ്ട താമസം മാർഷൽ ലാ ബോർഡിന്റെ ആ കൊടി കെട്ടിയ ഉദ്യോഗസ്ഥനും അയാളുടെ സിൽബന്ദികളും ആ നിമിഷം ഒരൊറ്റ ഓട്ടം. ശരിക്കും ആ ടീം ഭയന്നു പോയെന്ന് പറയാം. അത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോ ആളുകളൊക്കെ അമ്പരം നിൽക്കുകയാണ്. ആരാണ് ഈ മനുഷ്യൻ? മാർഷൽ ലാ ബോർഡിന്റെ ആ കൊടി കെട്ടിയ ഉദ്യോഗസ്ഥന്മാർ തറ തൊടാതെ ഓടുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. മാർഷൽ ലാ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ഓടിപ്പോകുന്ന കണ്ടതും ഡസൻ റൈസിന്റെ അടുത്തേക്ക് വന്ന ഗ്രിഗറി ജോൺസ് ഡസനോട് പറഞ്ഞു, ഡസൻ, നമുക്ക് പോയാലോ? ഡസൻ റൈസും ഗ്രിഗറി ജോൺസും കൂടി തിരിച്ച് നടക്കാൻ തുടങ്ങിയതും എറിക് റീഡ് ട്രസ്വർത്ത് അയാൾക്കൊപ്പമുള്ള ആളുകളുമായി റിങ്ങിലേക്ക് ഓടി വന്ന അയാൾ ഉറക്കെ 2 കൈ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുമ്പോൾ വിളിക്കുകയാണ്, ഡസൻ റൈസ് കി ജയ്, ഡസൻ റൈസ് വിജയിച്ചേ. ഇനി മുതൽ ഈ മാർഷൽ ആർട്സിന്റെ തലവൻ ഡസൻ റൈസ് ആണ്. ഡസൻ റൈസിനെ അതുവരെ എതിർക്കാൻ തയ്യാറായി നിന്ന ആളുകൾ ശരിക്കും ഇപ്പോ അമ്പരന്ന് പോയെന്ന് പറയാം. ഒരു ഞെട്ടൽ പലർക്കുമുണ്ട്. പക്ഷെ അതിനിടയിലും പലരും ഉറക്കെ വിളിക്കുകയാണ്, മാർഷൽ ആർട്സിന്റെ പുതിയ ലീഡർ ഡസൻ റൈസ് കി ജയ്, ഡസൻ റൈസ്, ഡസൻ റൈസ്. ആളുകൾ അങ്ങനെ വിളിക്കുമ്പോൾ
വിളിക്കാൻ നിന്ന ആളുകൾ നോക്കി എറിക് റീഡ് അവരോട് പറഞ്ഞു, നോക്ക്, ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതിപ്പോ പറയണം. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ എറിക് റീഡിനോട് ഏറ്റുമുട്ടണമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. കേൾക്കേണ്ട താമസം സകലരും ഒന്നിച്ച് വിളിക്കുകയാണ്, ഡസൻ റൈസ്, ഡസൻ റൈസ്, ഡസൻ റൈസ്. ബലാർമയിലെ മാർഷൽ ആർട്സിന്റെ തലവനായി ഡസൻ റൈസിനെ നിയമിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ മാർഷൽ ആർട്സിന്റെ തലവനായി ഡസൻ റൈസ് മാറുന്നു എന്നുള്ള കാര്യം എറിക് റീഡ് ടസ്വർത്ത് ഉറക്കെ പറഞ്ഞപ്പോൾ ഡസൻ എറിക്കിനോട് പറഞ്ഞു, മിസ്റ്റർ എറിക്, എനിക്ക് ഈ സ്ഥാനങ്ങളൊന്നും താല്പര്യമില്ലാത്തതാണ്. നിങ്ങൾ തന്നെയാണ് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ തന്നെയാണ് മാർഷൽ ആർട്സിന്റെ തലവനാകാൻ ഏറ്റവും അനുയോജ്യൻ. എറിക് റീഡ് ടസ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് ഡസൻ റൈസ് പറഞ്ഞത്. ഡസൻ റൈസിന്റെ വാചകം പക്ഷേ പലർക്കും കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. 26-ാമത്തെ വയസ്സിൽ ബലാർമയിലെ മാർഷൽ ആർട്സിന്റെ തലവനാകാൻ ലഭിച്ച അവസരമാണ് ഡസൻ റൈസ് ഇതാ വേണ്ടാതെ വെക്കുന്നത്. ബലാർമയിലെ മാർഷൽ ആർട്സിന്റെ തലവനെ ഡ്രാഗൺ മാർഷിന്റെ ഭരണാധിപന്മാർ അറിയും. അത്ര വലിയ പൊസിഷനാണ്. ശരിക്കും മാർഷൽ ആർട്സ് ഡ്രാഗൺ മാർഷിന്റെ ആത്മാവിന്റെ ഭാഗമാണ്. 3 മാർഷൽ ആർട്സ് അസോസിയേഷനുകളാണ് ഡ്രാഗൺ മാർഷിൽ ശക്തമായിട്ടുള്ളത്. അതിലൊന്ന് ബലാർമയിലും മറ്റൊന്ന് ഗ്ലൻസ്റ്റണിലുമാണ്. 3-ാമത്തത് സാക്ഷാൽ മിസ്റ്റിക് ആർട്സ് ഓർഡറാണ്. ഇത് 3 മാർഷൽ ആർട്സിൽ ശരിക്കും പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ബലാർമയിലെ മാർഷൽ ആർട്സിന്റെ തലപ്പത്തേക്കുള്ള ഡസൻ റൈസിന്റെ ആ വരവ് വേണ്ട എന്ന് ഡസൻ തീരുമാനിച്ചപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിശയം ആളുകൾക്കുണ്ടായത്. ഡസൻ റൈസ് ടസ്വർത്തിനോട് അങ്ങനെ പറഞ്ഞിട്ട് VIP ലോഞ്ചിലേക്ക് നോക്കി. അവിടെ ഓസ്ലോണും തിയോഡാറും അതുപോലെ ഗ്രഹാം തോർപ്പും ഉണ്ട്. അവരെ നോക്കിയിട്ട് ഡസൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലാതെ വിടുകയാണ്. അതിന്റെ കാരണം നിങ്ങളെ മറ്റൊരാൾ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അബീഗൽ അവളുടെ അച്ഛനെ കൊന്ന ആളുകളെ വെറുതെ വിടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അബീഗൽ അവളുടെ പരിശീലനം പൂർത്തീകരിച്ചാൽ ഉടൻ മടങ്ങി വരും. അബീഗലിന് വേണ്ടി ഡസൻ റൈസ് അവരെ വെറുതെ വിടുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.